أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحابه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. بسم الله ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى. صدق الله مولانا العلي العظيم. من كان آخر كلامه قول لا إله إلا الله دخل الجنة. قال رسول الله: يا سيدي يا رسول الله خذ بيدي، ما لي سواك ولا قلبي على أحدي، إني إذا سامني ضيم يربعني أقول يا سيد السادات يا سندي، يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى محمد سيدنا محمد. ബഹുമാനികളായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ പ്രധാനമായിരിക്കുന്ന മജ്‌ലിസിലാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ സമ്മേളിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും നല്ല ആളുകളൊക്കെ കൂടി വിഷയങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞ നല്ലൊരു വിജയത്തിലേക്ക് അള്ളാഹു എത്തിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. അള്ളാഹുവിനെ നാം എത്ര സ്തുതിച്ചാലും മതിയാകയില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ളുഹറിൻ്റെ ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച ശേഷമുള്ള ഒരു സമയവും ഒക്കെയായി ഇങ്ങനെ വലിയ ചരിത്രങ്ങളൊന്നും പറയാതെ മസ്അലകളൊക്കെ പറയുന്ന ഒരു ക്ലാസ്സും, അതിലൊക്കെ ഇരിക്കണമെങ്കിലും വരണമെങ്കിലും നല്ല മനസ്ഥിതി വേണം. വലിയ ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ പറയുന്ന ക്ലാസ്സുകളാണെങ്കിൽ അതിലേക്കൊരു ആവേശമുണ്ടാവും, ഉന്മേഷമുണ്ടാവും. ഇത് ഫർളായ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ, ഇതാണ് കാര്യമായിട്ട് നമ്മളെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത്. അത് തന്നെയാണ് ഈ ക്ലാസ്സിൽ പറയേണ്ടത്. അതുകൊണ്ട് കാര്യമായ 2 ക്ലാസ് കഴിഞ്ഞു. അതാണ് ഈ വിഷയത്തിൽ കൂടുതലായി മനസ്സിലാക്കാൻ. ഒന്നുകൂടി പറഞ്ഞാൽ, കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ക്ലാസ്സാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിച്ച പ്രധാനമായ കാര്യം. അൽഹംദുലില്ലാഹ്, അത് വളരെ നല്ല രീതിയിൽ ഇവിടെ ഉസ്താദ് അവர்கள் അവതരിപ്പിച്ചു. വളരെ നല്ല രീതിയിൽ നമ്മൾ കേട്ടു. കുറേ ആളുകൾക്കൊക്കെ അതിനൊരു തയ്യാറെടുപ്പും കിട്ടി. ആ തയ്യാറെടുപ്പ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ആവശ്യമായി വരുമ്പോൾ എല്ലാവരും സമ്മേളിച്ചുകൊണ്ട് ആ കാര്യം നിഷ്പ്രയാസം ചെയ്യാൻ എല്ലാവരും സന്നദ്ധരാവണം. അതിന് സന്നദ്ധരാവുന്ന ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും നമ്മളെ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ ക്ലാസ് ഇത്രയും വന്നുകൊണ്ട് ഇന്നേവരേക്കും വന്ന് വിജയിപ്പിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ ഭാഗമായി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാന്മാരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ മഹ്ശറയിൽ വരുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന മഹാന്മാരോടൊപ്പം ഒരുമിച്ച് കൂടാനും റസൂലുള്ളാഹിന്റെ ഹൗദുൽ കൗസർ കുടിച്ച് അവിടുത്തെ ശഫാഅത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലുള്ള ഹലാലായ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കട്ടെ. എല്ലാ ആഫത്ത്, ബലാ, മുസീബത്തൊട്ട് അല്ലാഹു നമ്മളെയും കൂട്ടുകുടുംബത്തെയും കാത്തി രക്ഷിക്കുമാറാവട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കുമാറാവട്ടെ. ഇന്ന് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പല രോഗങ്ങളെ തൊട്ടും അല്ലാഹു നമ്മെയും ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ.
ഈ പരിശുദ്ധമായ റജബ് മാസം ബറക്കത്തിൻ്റെ മാസമാണ്. അള്ളാഹു കൂടുതലായി ബറക്കത്ത് ചെയ്യുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും രാജ്യത്തും നാട്ടിലുള്ള എല്ലാവർക്കും അള്ളാഹു വേണ്ടതുപോലെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് തന്ന് നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, ഈ കുറച്ച് കാര്യം കൂടി നമുക്ക് പറയാം, പിന്നെ നമുക്ക് ദുആ ചെയ്ത് പിരിയുകയും ചെയ്യാം. ഇന്നത്തോടുകൂടെ ഈ തുടങ്ങിയ ക്ലാസ് അവസാനിപ്പിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ദുള്ള ഉസ്താദ് അവർ അറിയിച്ചല്ലോ. ഇനി നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മയ്യത്ത് കുളിപ്പിച്ചു, പരിപൂർണമായ രീതിയിലുള്ള കുളിപ്പിക്കലാണ് പറഞ്ഞത്. എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ടുള്ളതായ കുളിപ്പിക്കലാണ് അക്മൽ അഫ്ളൽ എന്നൊക്കെ അറബി പറയും. ആ നിലക്കുള്ള കുളിപ്പിക്കലിൻ്റെ ഭാഗമാണ് പറഞ്ഞത്. ഇനി അപ്പയിലേക്ക് പോകുന്നില്ല, നിങ്ങളെല്ലാവരും മനസ്സിലുണ്ടായിരിക്കും. പിന്നെ കഫൻ ചെയ്യലും പറഞ്ഞു. നിർബന്ധമായ കഫൻ, പരിപൂർണമായ കഫൻ വസ്ത്രങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതെങ്ങനെ ചെയ്യണം, മയ്യത്തിനെ കഫൻ പടയിൽ വെച്ച് എങ്ങനെ മടക്കണം എന്നൊക്കെ നമ്മൾ വ്യക്തമായി പറയുകയുണ്ടായി. ഇനി നമുക്ക് മയ്യത്ത് കഫൻ ചെയ്തു വെച്ചു, അതാണ് കഴിഞ്ഞ ക്ലാസ് വരെ. ഇനി വേണ്ടത് അടുത്ത ഫർള് കിഫായി എന്താണ് എന്ന് ചോദിച്ചാൽ അസ്സലാത്തു അലൈഹി എന്ന മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കലാണ് ഇനി അടുത്ത കർമ്മം. 4 കാര്യങ്ങൾ ഫർള് കിഫായാണ് എന്ന് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം മയ്യത്തിൻ്റെ മേലുള്ള നിസ്കാരമാണ്. അപ്പം മയ്യത്ത് നമ്മളെ വീട്ടിലാണ്. ആ വീട്ടിൽ നിന്ന് ഈ കോവിഡിൻ്റെ കാലത്താണ് നമ്മൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലായി, വരുന്നവർ നിസ്കരിച്ച് പോകലായി. കാരണം ആൾ കൂടാൻ പറ്റുകയില്ല, അകലങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞ് ആ പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ മയ്യത്ത് പരിപാലനം നടത്തിയത്. ഇപ്പോൾ അതിന്ന് മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ സാധാരണ മുമ്പ് ചെയ്യുന്നതൊക്കെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും പാടെ പള്ളിയിൽ നിസ്കരിക്കലാണ്. പുരുഷൻ്റെ മയ്യത്തായിരുന്നാലും സ്ത്രീയുടെ മയ്യത്തായിരുന്നാലും പള്ളിയിൽ കൊണ്ടുപോയി മിഹ്റാബിൻ്റെ മുന്നിൽ വെച്ച് എല്ലാവരും വുളൂ ചെയ്ത് കഴിഞ്ഞ് ഒപ്പം ഇമാമും മഅ്മൂമുമായി ജമാഅത്തായി നിസ്കരിക്കലാണ്. അൽഹംദുലില്ലാഹ്, നല്ല ഒരവസ്ഥയാണ്. വളരെ കൂടുതൽ ആളുകൾ മയ്യത്ത് നിസ്കാരത്തിന് കൂടുന്നുമുണ്ട്. അവിടെ പ്രധാനമാണ് മയ്യത്ത് നിസ്കാരത്തിന് എത്രയും ആളുകൾ കൂടുതലാവണം. അപ്പം മയ്യത്ത് കഫൻ ചെയ്ത് ഇനി വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് നമുക്ക് അല്പം പറയാനുള്ളത്. അപ്പം നമ്മൾ മയ്യത്തിൻ്റെ മരിച്ചോടത്ത് വരുന്ന എല്ലാ ആളുകളും യാസീൻ ഓതിക്കൊണ്ടിരിക്കും, അല്ല ഖുർആൻ മറിച്ച് ഖുർആൻ്റെ ഭാഗങ്ങൾ ഓതിക്കൊണ്ടിരിക്കും, അല്ല ഓതാൻ കഴിയാത്ത വല്ല സ്ത്രീകളുമുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ ചൊല്ലിക്കൊണ്ടിരിക്കാം. സംസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഒരു സ്ത്രീ എങ്കിൽ അപ്പോൾ ഖുർആൻ ഓതാൻ പാടില്ല. എന്നിരുന്നാലും വെറുതെ നിൽക്കണ്ട, വർത്താനം പറഞ്ഞൊന്നും സമയം കളയണ്ട. ആ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി എത്രയും ചൊല്ലി ആ മരിച്ച മയ്യത്തിൻ്റെ മേൽ ഹദിയ ചെയ്യാം. അത് വളരെ കൂലിയുള്ള കാര്യമാണല്ലോ. അല്ലാത്തവരൊക്കെ നമ്മൾ യാസീനോദനാണ്, കുറേ ആളുകൾ യാസീനോദ്. അതൊക്കെ നമുക്ക് കിട്ടിയ വലിയൊരു നേട്ടമാണ് പ്രിയപ്പെട്ടവരെ. എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. ചില ആളുകൾ മാത്രം ഒന്നും പാടില്ല എന്ന് പറഞ്ഞ് നീങ്ങുന്നുണ്ട്. അത് അവരുടെ കട്ടകാലം അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എന്തൊരു നേട്ടമാണ്! 100 ആളുകൾ വന്ന് 100 യാസീൻ ഓതിയിട്ട് ഈ മരിച്ച ആളുടെ മേൽ ഹദിയ ചെയ്യുകയല്ലേ. അയാൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്, അയാൾക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂലി അയാൾക്ക് കിട്ടണം. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും, അത് തടുക്കാൻ ഒരിക്കലും കഴിയൂല. നമുക്ക് കിട്ടേണ്ടത് ഏതായാലും തടുക്കാൻ കഴിയൂല, അയാൾക്ക് കിട്ടുകയും ചെയ്യുന്നു. അല്ലാഹുവിൻ്റെ ഫള് വാസിയാണ്. അപ്പം എത്രയോ ആളുകൾ ചില മരണസ്ഥലത്ത് കൂടാറുണ്ടല്ലോ, അവരൊക്കെ ഒരു യാസീൻ ചുരുങ്ങിയത് പറയാ, ഒരു യാസീൻ ഓതിയാൽ ചിലപ്പോൾ 300, 400, 500 യാസീനൊക്കെയാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ മുഅ്മിനായ സഹോദരന് ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ സഹോദരിക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപകാരമാണ്. ചിലപ്പോൾ വല്ല ദോഷിയായ ആളാണെങ്കിൽ യാസീൻ കൊണ്ട് അതൊക്കെ പൊറുക്കപ്പെട്ട് നല്ല ആളായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് വീട്ടിൽ പറയാൻ സമയമില്ല. നമ്മളെല്ലാവരും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ അതിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ മരിച്ചോടത്ത് കൂടിയാൽ ഓരോ തെങ്ങിൻ്റെ തൊട്ടിലോ മൂച്ചിൻ്റെ തൊട്ടിലൊക്കെ പോയിട്ട് ഓരോ കച്ചവട കാര്യങ്ങളോ ഓരോ കൃഷിക്കാര്യങ്ങളൊക്കെ പറയാല. അപ്പം ഇല്ല, ഇപ്പം എല്ലാവർക്കും പറ്റുന്ന കസാലകളൊക്കെ ഇട്ടിട്ടുണ്ടാവും അവിടെ. അതിനുള്ള കസാലകളും മറ്റൊക്കെ നമ്മൾ സംഭാവന ചെയ്തുണ്ടാക്കുന്നുണ്ടാക്കുക നല്ലതാണ്. സീറ്റിംഗ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പം എല്ലാവരും ആ സീറ്റിലിരുന്ന് യാസീൻ ഓതാം.
സ്ത്രീകളുടെ ഭാഗത്തും സീറ്റൊക്കെ ഉണ്ടാവും. സീറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യാസീൻ ഓതണം. അപ്പൊ സ്ത്രീകളും ഇപ്പൊ അധികം യാസീൻ ഓതി അങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ട് നിൽക്കുന്ന ചുറ്റുപാടാണ് പല മറ്റ വീട്ടുകളിലും കാണുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ അവിടെ പോയി ദുന്നവിയായിരിക്കുന്ന ഒരു സംസാരത്തിലേക്ക് പ്രവേശിക്കണ്ട. അതുപോലെ മരിച്ച ആളുടെ അല്ലെങ്കിൽ മരിച്ച ആണായാലും പെണ്ണായാലും അയാളെ മതഹ് ഉള്ള നന്മ പറയുക. എന്തെങ്കിലും തിന്മയുണ്ടെങ്കിലും അതെടുത്ത് പറയാതിരിക്കുക. അതൊക്കെയാണ് വേണ്ടത്. ഉൾഖുറു മഹാസിന മൗത്താക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചവരുടെ നന്മകൾ നിങ്ങൾ പറയുക എന്ന. ഇപ്പോൾ കുഫുവും മസാവിയും അവരെ തിന്മകളെ തൊട്ട് നിങ്ങൾ തടഞ്ഞു വെക്കുക. അതിനിപ്പോൾ പറയണ്ട. അത് ഓരോ അള്ളാഹുമായിട്ട് പുറത്തു കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യാം. ഒരുപാട് നന്മ അയാളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതേ രാജ്യത്തിനുണ്ടാവും, നമുക്കുണ്ടാവും, ഒക്കെ ഉണ്ടാവും. തീരെ നന്മ അല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ നന്മകൾ എടുത്തു പറയാവൂ. കുറു മഹാസിന മൗത്താക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞു, മരിച്ചവരുടെ നന്മകൾ എടുത്തു പറയുക. ഇപ്പൊ കുഫുവും മസാബിഹിം അവരുടെ തിന്മകളെ എന്തായാലും വേണ്ടാത്തരങ്ങളുണ്ടെങ്കിൽ അത് തടഞ്ഞു വെക്കുക. അതിനിപ്പോ പറയണ്ട എന്നാണ്. അപ്പൊ ആ രീതിയിലായിരിക്കണം മരിച്ചോടത്തൊക്കെ ഒരുമിച്ച് കൂടല്. ദിക്റോ യാസീനോത്തോ മറ്റു ഖുർആൻ തുറന്ന് ഓതുക ഒക്കെ ഓതി ഹദിയ ചെയ്യുന്ന ചുറ്റുപാടാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പിന്നെ മയ്യത്ത് കഫൻ ചെയ്ത് കഴിഞ്ഞ് പൊളിപ്പിച്ച് കഫൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യാസീനൊക്കെ ഓതി ഉൽഹു അല്ലാഹും ഫലക്കും നാസൊക്കെ ഓതി നല്ലൊരു ദുആവൊക്കെ നടത്തും. പള്ളിക്കൽ ഉസ്താദോ അല്ലെങ്കിൽ മറ്റു ഉസ്താദുമാരൊക്കെ അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. വളരെ വിശാലമായ ദുആകളൊക്കെ നമുക്ക് നടത്താറുണ്ട്. നമ്മളൊക്കെ അതിൻ്റെ പരിപൂർണ രീതിയിലാണ് മയ്യത്ത് കൊണ്ടുപോകുന്നത്. ചില ഭാഗത്ത് നമ്മളെ ഏരിയയിൽ നിന്നൊക്കെ കുറെ വിട്ടുപോയാൽ ചിലപ്പോൾ അതൊന്നും കാണൂല. അപ്പോഴാണ് നമ്മളോട് നടത്തുന്ന കാര്യങ്ങളൊക്കെ അതിന് നമ്മളെ മഹല്ലത്തിലുള്ള ആളുകളൊക്കെ മുൻപന്തിയിൽ നിന്ന് വേണ്ടത് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അവർക്കൊക്കെ അർഹിക്കുന്ന പ്രതിഫലം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെ യാസീനൊക്കെ ഓതി കഴിഞ്ഞു. അതൊക്കെ സുന്നത്തായ നല്ല കാര്യങ്ങളാണ്. തോനതിനെ പറ്റി പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അത് ഓതി കഴിഞ്ഞാൽ മയ്യത്തിനെ കട്ടിലിലേക്ക് വെച്ച് കൊണ്ടുപോവുകയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് തലഭാഗം ആദ്യം എടുത്തുകൊണ്ട് കട്ടിലേക്ക് വെക്കുകയാണ്. അപ്പൊ കട്ടില് ഇന്ന് കൊണ്ടുപോകാൻ വേറെ ഉപകരണങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഫുഖഹാക്കള് ഇന്ന രീതിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ മയ്യത്ത് കട്ടിലുള്ളത് കൊണ്ട് നഴ്സ് മയ്യത്ത് കട്ടിലുള്ളത് കൊണ്ട് മറ്റുള്ളതായിരിക്കുന്ന ഉപകരണമൊന്നും നോക്കേണ്ടതില്ല. ആ കട്ടിലിൽ വെച്ച് കൊണ്ടുപോയാൽ മതി. അപ്പൊ ആ കട്ടിലേക്ക് എടുത്തു വെക്കുമ്പോൾ അവിടെ ചൊല്ലൊരു സുന്നത്തുണ്ട്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ടാണ് കട്ടിലേക്ക് വെക്കേണ്ടത്. സുന്നത്താണ്. ഇത് പ്രത്യേകമായി മനസ്സിലാക്കാനുള്ളത്. ആ വെക്കുന്ന ആളും അവിടെ കൂടിയ ആളുകൾക്കൊക്കെ ചെല്ലാം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിക്ർ ചൊല്ലേണ്ടത് ഒരു മരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം 3 സന്ദർഭങ്ങളിലാണ്. ഒന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒന്ന് മരിച്ചാൽ ഉടനെ കണ്ണ് അടപ്പിക്കണം, ചിമ്മിക്കണം എന്ന് പറഞ്ഞില്ലേ? ആ കണ്ണ് ചിമ്മിക്കുമ്പോഴും ഇത് ചൊല്ലണം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കട്ടിലേക്ക് വെക്കുമ്പോഴും ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് കൊണ്ടുപോയി ഇനി അവിടെ എത്തുമ്പോൾ പറയാതെന്ന് പറഞ്ഞിടുക. നിസ്കരിച്ചിട്ട് കബറിലേക്ക് ഇറക്കുന്നവൻ ചെല്ലുക എന്നാണ് അവിടെയുള്ള ആളുകൾക്കും ചൊല്ലാം. കബറിലേക്ക് അങ്ങോട്ട് ഇറക്കുമ്പോൾ എന്തെങ്കിലല്ല നല്ലൊരു വാക്ക് പറയാൻ എന്താ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹ് അല്ലാഹുവിന്റെ പേര് കൊണ്ട് അയാളെ അന്ത്യയാത്ര കബറിലേക്ക് ഇറക്കുകയാണ്. വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ മില്ലത്തിലായിട്ട് അവിടുത്തെ ചര്യയിലായി അവിടുത്തെ സുന്നത്തിലായി അവിടുത്തെ മാർഗത്തിലായിട്ടാണ് ഇറക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ എപ്പോഴും വിടാൻ നമുക്ക് പറ്റൂല. അപ്പൊ ഒക്കെ ആ ബിസ്മി ചൊല്ലിയിട്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞിട്ടാണ്. കാരണം നമ്മൾ ദുനിയാവക്ക് വന്നപ്പോൾ തന്നെ അത് കേട്ടിട്ടല്ലേ വന്നത്. ഞാൻ മുമ്പ് പറഞ്ഞോന്നറിയില്ല. ഒരു കുട്ടിയെ പ്രസവിച്ച് ആദ്യമായിട്ട് ആ കുട്ടിയെ ചെവി കേൾപ്പിക്കേണ്ടതെന്ന് എന്താ? ബാങ്ക. വലത് ചെവിയിൽ വാങ്ങ് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്തിന്റെ വചനങ്ങളാണ്. അപ്പൊ നമ്മളെന്നാ ചിന്തിച്ചു നോക്കാണ്. ആദ്യ കുട്ടി കേൾക്കുക അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ രണ്ടട്ടം പറയണം, ബാങ്കായിട്ട് പോകണം. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പൊ അള്ളാഹും മുഹമ്മദും ഒക്കെ കേട്ടതായ കുട്ടി അവിടെ ജീവിച്ചു വളർന്ന് അതിന്റെ പ്രായം വരെ നിന്ന് അതിന്റെ അജലെത്തി അതിന്റെ അവതെത്തി പോകുമ്പോ കട്ടിലേക്ക് വെക്കുമ്പോൾ യാത്ര പോവുക, വാഹനത്തിൽ കയറുകയാണ്. ആഖിറത്തിലേക്കുള്ള യാത്രയിലേക്ക് പോവുകയാണ്. ആ യാത്രാ വാഹനത്തിലേക്ക് വെക്കുമ്പോഴും ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. പിന്നെ കൊണ്ടുപോയി പള്ളിയൊക്കെ എത്തി എന്നേക്കുമായി ദുനിയാവെന്ന് പോവുകയാണ്. ഇവിടെ പറയുകയാണ് ഇതുവരെയൊക്കെ മയ്യിത്താണെങ്കിലും നിസ്കാരം കഴിയുന്നവരെ ദുനിയാവില്ല. ഇനി പറ്റേ അതിന്റെ ജഡവും
ആ ബോഡിപാടും ഒക്കെ ഇവിടുന്ന് പോവുകയാണ്. റൂഹ് നേരം തന്നെ പോയി. ഒക്കെ പോകുന്ന സമയത്തും ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിലേക്ക് വെക്കുന്നു. ആ 3 പ്രാവശ്യം അത് പറയുന്നുണ്ട് എന്നെല്ലാവരും മനസ്സിലാക്കി വെക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അങ്ങനെ വെച്ച് ആ കട്ടില തലഭാഗം ആണ് ഇറക്കി കൊണ്ടുപോകേണ്ടത് എന്ന് ഫുഖഹാക്കൾ പറയുന്നുണ്ട്. അപ്പൊ തലഭാഗമേറ്റ് അങ്ങനെ ചുമന്ന് കൊണ്ടുപോകുന്നു. കൊണ്ടുപോകാൻ പിന്നെ സൗകര്യം പോലെ 4 ആളുകളായാൽ 4 ഭാഗത്ത് പിടിച്ച് അങ്ങനെ 4 ആൾ കൊണ്ടുപോകാം. 3 ആൾ ഒറ്റയാക്കൽ സുന്നത്താണ് എന്ന് ഖബറിലൊക്കെ ഇറക്കുന്ന ആളുകളൊക്കെയാണ് പറയുന്നുണ്ട്. പിന്നെ സൗകര്യം പോലെ കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും നടന്ന് മയ്യത്തിൻ്റെ ഒപ്പം പോകാനാണ് ഏറ്റവും നല്ലത്. നടന്നുകൊണ്ട് മയ്യത്തിൻ്റെ ഒപ്പം പോകണമെന്ന. നീ നടക്കാൻ പ്രയാസമുള്ള ആൾക്ക് വാഹനം കയറി പോകാം, അതിന് പറയേണ്ടതില്ല. പിന്നെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ സാധാരണ നമുക്കൊരു സ്വഭാവമുണ്ട്, അതല്ല വേണ്ടത്. മയ്യത്താണ്ട് എടുക്കട്ടെ, അത് പോവട്ടെ, പിന്നിൽ പോവുക എന്നല്ല. അവിടെ ഫുഖഹാക്കൾ പറയുന്നുണ്ട്, പണ്ഡിതന്മാർ പറയുന്നു, കൂടുതൽ ആളുകളും മയ്യത്തിന്റെ മുന്നിലേക്കാണ് നടക്കേണ്ടത്. അത് ചില ഉസ്താദന്മാർ വിളിച്ചു പറയാറുണ്ട്, ആൾക്കാരൊക്കെ ഒന്ന് നടക്കി കുറച്ച് മുന്നിക്ക്, അത് നല്ല തത്വ, അതാണ് വേണ്ടത്. നമ്മൾ മയ്യത്ത് ഇറക്കട്ടെ എന്നിട്ട് പിന്നിലാവുക. പിന്നിലും കുറച്ചാൾ വേണം, കുറച്ചാൾ പിന്നിലും വേണമെന്നാ ഉസ്താദന്മാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പുതിയാപ്പിള പോണ മാതിരി. പുതിയാപ്പിള പോകുമ്പോൾ എന്താ, പുതിയാപ്പിള നടന്നൂടെ ഞങ്ങൾ നല്ല പിന്നാലെ പോരാ, അങ്ങനെയല്ലല്ലോ. പുതിയാപ്പിള ഇറങ്ങുമ്പോഴത്തേന് കുറച്ചാൾ ഇറങ്ങി ഓരിങ്ങനെ മൂപ്പര നടുക്കായിട്ടാണ് നിൽക്കുക, ഒരാൾ മുന്നിലും ഒരാൾ പിന്നിലൊക്കെ. അതേമാതിരി തന്നെയാണ് മയ്യത്ത് കൊണ്ടുപോകേണ്ടത്. ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ കൂടുതലും മുന്നിലേക്കാണ് നടക്കേണ്ടത്. അതായത് മയ്യത്തിൻ്റെ അതിൻ്റെ ഇടയിൽ പിടിക്കുക, കുറച്ചാൾ പിന്നിലും. പിന്നിലുള്ള ആളുകൾ കുറഞ്ഞു വരികയാണ് വേണ്ടത്. മുന്നേക്ക് കൂടുതലും ആളുകൾ നടക്കണം. നമ്മളൊക്കെ മരിച്ചോട്ട് കൂടുമ്പോൾ എല്ലാ ആളുകളെയും മയ്യത്തിൻ്റെ പിന്നിലാകാൻ അയക്കരുത്. കാരണന്മാരായ ആളുകളൊക്കെ പറയണം, കുറച്ചാളുകളൊക്കെ തന്നെ മുന്നേക്ക് നടത്തി, മുന്നേക്കാൾ കുറച്ചാൾ നടന്നുകൂടി, എന്നിട്ട് മയ്യത്തെടുക്കുക, എന്നിട്ട് പിന്നിലും കുറച്ചാളുകൾ. ആ രീതിയിലാണ് മയ്യത്ത് കൊണ്ടുപോകേണ്ടത് എന്ന് ഫുഖഹാക്കളായ മഹാന്മാർ പറയുന്നു. ഇതൊക്കെ ആണുങ്ങളാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. അവിടെ സ്ത്രീകൾ പിന്നെ മയ്യത്തിൻ്റെ ഒപ്പം പോരെയില്ലല്ലോ. പിന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മയ്യത്ത് വേഗം കൊണ്ടുപോകുക എന്നാണ്, ഇസ്രാ എന്നാണ്, ഉളരിപ്പിക്കുക എന്നാണ്. ഉളരിപ്പിക്കാൻ പറ്റുന്ന മയ്യത്ത്. ചിലപ്പോൾ വേഗം നടന്നു കൊണ്ടുപോകുമ്പോൾ മയ്യത്തിനുള്ള പൊട്ടലോ പൊളിവോ എന്തെങ്കിലും സംഭവിക്കും എന്നോർത്താൽ അങ്ങനെയൊക്കെ ഉണ്ടാവാമല്ലോ, ചില അസുഖങ്ങൾ കാരണോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം മറ്റിങ്ങനെയൊക്കെ കത്ത് രക്ഷിക്കട്ടെ, എൻ്റെ ഒന്നും അവതാക്കാതിരിക്കട്ടെ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ല പൊട്ടലോ മറ്റോ ഒക്കെ വരും എന്ന് കണ്ടാൽ അവിടെ ഉളരണ്ട. അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉളരിക്കൊണ്ടുപോകണമെന്നാണ് ഫുഖഹാക്കൾ പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് വെച്ചിട്ടാണ് അസ്രിഹു ബിൽ ജനാസത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്രിഹു ബിൽ ജനാസത്തി, നിങ്ങൾ ജനാസ കൊണ്ട് ഉളരുക, ജനാസയെ വേഗം കൊണ്ടുപോവുക. പൈന്തക്കു സ്വാലിഹത്തൻ, ആ ജനാസ സ്വാലിഹായ ജനാസയാണ്. ജനാസ എന്ന് പറയല് മയ്യത്തിനെ കട്ടിലിൽ വെച്ചാൽ പിന്നെ ഇതിന്റെ പേര് ജനാസ എന്നാണ്. കട്ടിലിൽ മയ്യത്ത് ഇരിക്കുമ്പോഴാണ് ജനാസ എന്ന് പറയേണ്ടത്. മയ്യത്ത് ജനാസ എന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെയാണ്. അസ്രിയൂബിൽ ജനാസത്തി, നിങ്ങൾ ജനാസയെ ഉളരിക്കൊണ്ടുപോവുക. പൈന്തക്കു സ്വാലിഹത്തൻ ഫഖൈറുൻ തുഖദ്ദിമൂനഹാ ഇലൈഹി, സുല്ല പറയാ, രണ്ടും പറയുന്നതാണ്. ജനാസ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഉളരിക്കൊണ്ടുപോവുക. ഈ ജനാസ സ്വാലിഹായ നല്ലൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ നല്ലൊരു മയ്യത്താണ്, നല്ലൊരാളുടെ മയ്യത്താണെങ്കിൽ ഫഖൈറുൻ തുഖദ്ദിമൂനഹാ ഇലൈഹി, അപ്പൊ അവിടെ ഖൈറാണ്, അതിലേക്ക് നിങ്ങൾ മുന്തിക്കുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് ഖബറിലേക്ക് എത്തിക്കല്ലേ നല്ലത്. നല്ല മനുഷ്യനാണ്, സ്വാലിഹാണെങ്കിൽ അയാളെ വേഗം ഖബറിലേക്ക് എത്തിക്കൽ എത്രയും ഖൈറാണ്. നല്ല നല്ല ആളുകൾക്ക് വേഗം ഖബറിലേക്ക് എത്തലാ ഖൈർ. കാരണം അവിടെ ഒരുക്കി വെച്ചതായ എല്ലാ സുഖങ്ങളും ഉണ്ടാവും. എന്നിട്ട് റസൂൽ പറയുന്നു, വൈന്തക്കു സിവാദാലിക, ഇനി അല്ല നല്ലതല്ല എന്ന് വെക്കുക, നമുക്കറിയില്ല, അങ്ങനെ അല്ലെങ്കിൽ പിന്നെ റസൂൽ പറയാ റിഖാബിക്കും, എന്നാൽ ഇതൊരു നാശം, ആ നാശത്തിനെ നിങ്ങളെ പരിധിയിൽ നിന്ന് വേഗം സലാമത്താക്കാലോ, വേഗം കൊണ്ടുപോയി വെച്ചാൽ അതിനേറ്റ് ഇങ്ങനെ നടക്കണ്ടല്ലോ, വേഗം അത് കൊണ്ടുപോയി വെക്കുകയും ചെയ്യാം. എന്നാ ഇത്തരമുള്ള മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും. നമ്മളിപ്പോൾ അവിടെ അതാണ് ഇതാണെന്നൊക്കെ നമ്മളെ നിയമം എന്താ, മരിച്ചു കഴിഞ്ഞാൽ വേഗം കൊണ്ടുപോയി വെച്ചോളി, ഇനി അവിടെ വേഗം നോക്കൊന്നും വേണ്ട, എന്തായാലും വേഗം കൊണ്ടുപോയിക്കോളീന. ഖൈറാണെങ്കിൽ ഇതാ ഖൈറിലേക്ക് വേഗം കൊണ്ടുപോകുന്നു. അല്ല ഷർറാണ്, കുറച്ച് നാശം പിടിച്ച സൈസാണെങ്കിലോ അത് നിങ്ങൾക്ക് നിങ്ങളെ പരിധിയിൽ നിന്ന് ഇറക്കിയേക്കാലോ, വേഗം കൊണ്ടുപോയി ഒഴിവാക്കാലോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫുഖഹാക്കൾ പറഞ്ഞു വേഗം കൊണ്ടുപോവുക, പിന്നെ ബാക്കിയുള്ള മറമാടാനുള്ള കാര്യങ്ങളൊക്കെ വേഗം ചിന്തിക്കുകയാണ് വേണ്ടത്. പിന്നെ ആ സമയത്തൊക്കെ പല നിലക്കാണ്.
നമ്മൾ ചുമന്നു കൊണ്ടുപോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇതാ ഉദയത്തിൽ ജനാസത്തു, ഒരു ജനാസൊക്കെ റെഡിയാക്കി വെച്ചു, കുളിപ്പിച്ചു കഫൻ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചാൽ അതിനെ ജനങ്ങൾ അവരുടെ പേടിയിലായി ഏറ്റിക്കൊണ്ടുപോകുമ്പോൾ, ചുമന്നു കൊണ്ടുപോകുമ്പോൾ ആ ജനാസ പറയുന്ന ജനാസകളുണ്ട്. അവിടെ രണ്ട് നിലക്ക് പറയുന്ന ജനാസകളുണ്ട്. ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളുണ്ട്. എന്നെ വേഗം കൊണ്ടുപോകുക, മുന്തിക്കുക മുന്തിക്കുക, വേഗം കൊണ്ടുപോവുക എന്ന് പറയുന്ന ജനാസ തന്നെ ഉണ്ട് എന്നാ റസൂലുള്ളാഹി പറഞ്ഞത്. ചില മയ്യത്ത് തന്നെ വിളിച്ചു പറയാ, ഖദ്ദിമൂനി ഖദ്ദിമൂനി, വേഗം കൊണ്ടുപോയി, എന്നെ വേഗം കൊണ്ടുപോയി. എന്തിനാ? എനിക്ക് കണക്കാക്കിയ കബറിലുള്ള സുഖാഡംബരങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി വേഗം കൊണ്ടുപോകണമെന്ന് പറയുന്നവരുണ്ട്. അല്ല, വേറെ ചില ജനാസ പറയുന്നുണ്ട്, ഹാ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? എന്നെ കൊണ്ടുപോകല്ലേ, അഖിറൂനി, എന്നെ പിന്തിക്കുക, എന്നെ പിന്തിക്കുക എന്ന് പറയുന്ന ജനാസുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ട് ജനാലുണ്ട്. ഏതായിരുന്നാലും നിങ്ങൾ വേഗം കൊണ്ടുപോകുക എന്നാ റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോ അവിടേക്ക് ആ സമയത്ത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറഞ്ഞ ജനാസ ആകണമെങ്കിൽ ജീവിതകാലത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളെല്ലാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മോട് പറഞ്ഞ ഫർള് സുന്നത്ത് കാര്യങ്ങളൊക്കെ ശരിക്ക് പാലിച്ച് ആരെയും ആക്രമിക്കാതെ ദ്രോഹിക്കാതെ നല്ലവരായി നമ്മൾ കഴിഞ്ഞുകൂടണം. ആ വയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ ജനാസ തന്നെ വിളിച്ചു പറയാ, ഖദ്ദിമൂനി ഖദ്ദിമൂനി, വേഗം കൊണ്ടുപോയി വേഗം കൊണ്ടുപോയി ജനാസ. എന്താ ഈ ജനാസ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളൊന്നും കേൾക്കാത്തത്? എത്രയോ ആളാ ജനാസന്റെ കൂടെ പോകുന്നില്ലേ, പിന്നെന്താ കേൾക്കാത്തതെന്നൊക്കെ സംശയം ഉണ്ടാവും. ഹദീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഈ ശബ്ദം, ഇതിന്റെ ഈ സൗണ്ട് മനുഷ്യനല്ലാത്ത ഇല്ലൽ ഇൻസാൻ എന്നാണ് പറഞ്ഞത്. മനുഷ്യനല്ലാത്ത എല്ലാ വസ്തുക്കളും ഇത് കേൾക്കുന്നുണ്ട് എന്നാ. ജനാസയെ വിളിച്ചു പറയുന്ന കാര്യം മനുഷ്യവർഗമല്ലാത്ത മറ്റെല്ലാവരും കേൾക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി പറയാ. അതായിരിക്കും ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ കാണാം, അല്ല ബോധം കുട്ടികളവിടെ കെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാണാൻ ചാടി കളിച്ച് കയറൊക്കെ പൊട്ടിച്ചാൽ നോക്കണം. വല്ല ആടുംകുട്ടികളും മുന്നിലുണ്ടായി കാണാൻ തുമ്പിനെടുത്ത് ഓടുന്ന. ചിലപ്പോൾ ഈ സൗണ്ടൊക്കെ ഇപ്പോൾ അവിടെ കേൾക്കുന്നുണ്ടാവേ. എന്ത് സൗണ്ട് കേട്ടാലും വയറ്റക്ക് സൗണ്ട് തന്നെയല്ലേ. ഖദ്ദിമൂനി എന്ന് പറഞ്ഞാലും അഖിറൂനി എന്ന് പറഞ്ഞാലും സൗണ്ടാ. അല്ലെങ്കിൽ ഇപ്പൊ പറവജാതികളൊക്കെ കാണാം, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഈ മരത്തുമ്മ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്നായിട്ടാണ് ഉയർന്നു പോണം. ഈ പോണില്ലെങ്കിൽ നമ്മൾ ആട്ടൊന്നും വേണ്ട, പോണെങ്കിൽ പോയാൽ മതി കേട്ടോ, സ്വയം വെറുതെ പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഈ സൗണ്ട് കേട്ടാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓരോ സമയം ഇൻസാൻ, മനുഷ്യനെങ്ങാനും ഈ സൗണ്ട് കേൾപ്പിക്കുകയാണെങ്കിൽ അവൻ ബോധം കെട്ടുപോകുമായിരുന്നു. ഇതിന് വയ്യത്തുണ്ടോന്ന് മനം കിട്ടൂല. ലസൈക്കാന്നാണ് റസൂൽ പറഞ്ഞത്. മനുഷ്യന് അല്ലാഹു തആല ഈ സൗണ്ട് കേൾപ്പിക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ സൈക്ക ബോധം കെട്ട് വീഴും. ആ മയ്യത്ത് അങ്ങോട്ട് കൊണ്ടുപോയി മറവ് ചെയ്യാൻ അവനെ കൊണ്ട് കഴിയൂല. ആ മയ്യത്ത് മറവാടി വന്നാൽ പിന്നെ അവൻ വരാറ്റുണ്ടാവൂല, പിറ്റേന്ന് ജോലിക്കും പോവില്ല, ആരെയും നോക്കൂല, ഒന്നുമില്ല. ആ നിലക്കുള്ള അവസ്ഥയാണ് പിന്നെ മനുഷ്യന് വരിക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭയാനകരമായ സൗണ്ടിനെ ആർക്ക് കേൾപ്പിക്കുന്നില്ല? മനുഷ്യനിക്ക് കേൾപ്പിക്കുന്നില്ല. ആ ജനാസ തോളിലേറ്റിയ ആളുകൾ പോലും അത് കേൾക്കുന്നില്ലല്ലോ. അത് അല്ലാഹു കേൾപ്പിച്ചില്ല. അതിനൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല കഴിവുണ്ട്. ഒരു സൗണ്ട് തന്നെ പല ആളുകൾ കേൾപ്പിക്കാനും കുറെ ആളുകൾ കേൾപ്പിക്കാതിരിക്കാനും ഒക്കെ കഴിയുന്നവനാണ് ആര്? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുവിനും കഴിവുള്ള ആളാണ് എന്നൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ ഇന്ന് ഒന്നും കൂടെ കഴിയും പ്രിയപ്പെട്ടവരെ. അപ്പൊ അങ്ങനെ ജനാസ കൊണ്ടുപോകണം. പിന്നെ ജനാസ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ദുന്യവിയായ സംസാരങ്ങളൊന്നും പാടില്ല, ലഗത്ത് പാടില്ല, സൗണ്ട് ഉണ്ടാക്കുക, ദുന്യവിയായ സംസാരങ്ങൾ, കളിച്ച ചീർച്ച, അതൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ചില ജനാസ പോകുമ്പോൾ കാണാം. മോനെ ചങ്ങായിമാരൊക്കെ അപ്പ കണ്ടതേക്കാരം അപ്പ രസം പറഞ്ഞുകാണ്ട് ചീർച്ച അല്ലെങ്കിൽ താളം പിടിച്ച അവിടെ നിന്നാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയ, അതൊന്നും പാടില്ല. അതോടുകൂടെ ആ നല്ല ബഹുമാനം വക്കാറോടുകൂടെ വക്കാര്യം സക്കീനത്തിന്ന നല്ല അച്ചടക്കത്തോടുകൂടെയും ആ ആദരവോടുകൂടെയുമാണ് ജനാസ കൊണ്ടുപോകേണ്ടത്. അതിനുവേണ്ടിയാണ് മഹാന്മാർ പറഞ്ഞത്, ജനാസ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും ആഖിറത്ത് ഓർത്തുകൊണ്ട് ഒരു ദിക്ർ ചൊല്ലല് നല്ലതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലിക്കൊണ്ട് പോവുക. എന്നാൽ പിന്നെ മറ്റൊരൊന്നും ജോലിയാവൂല. അതിനാണ് നമ്മൾ ദിക്ർ ചൊല്ലിക്കൊണ്ട് പോകണമെന്ന് ഫുഖഹാക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ദിക്ർ സുന്നത്താണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളതായിരിക്കുന്ന സംസാരങ്ങൾ കൊണ്ടോ ചെറിയോ അത്തരം കാര്യങ്ങൾ കൊണ്ട് സൗണ്ട് ഉയർത്തരുത് എന്നാണ്. ദിക്ർ
ഒരു മിതമായ സൗണ്ടില് എല്ലാവരും ദിക്റ്. അപ്പൊ ഏറ്റവും ചെല്ലാൻ പറ്റിയ ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചെല്ലിനോനും കാര്യം ആഖിറത്തെ ഓർക്കുകയും ചെയ്യുക. ആ മയ്യത്തിന്റെ മേലില് അത് സംഭാവന ചെയ്താല് ഹദിയ ചെയ്താല് അതും വലിയ കൂലിയുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചൊല്ലിപ്പോയാല് നല്ലൊരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ദിക്റ് ചൊല്ലിക്കൊണ്ട് ജനാസ കൊണ്ടുപോകേണ്ടത്. അതൊക്കെ മഹാന്മാരായ ആളുകൾ മുമ്പേ നടപ്പാക്കിയ കാര്യമാണ്. ഫുഖഹാക്കളായ പണ്ഡിതന്മാർ ഇതിനെപ്പറ്റിയൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ ചെയ്യല്ല അതൊക്കെ. അപ്പൊ അതൊരു തർത്തീപിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ ചൊല്ലിക്കൊടുക്കും, ഞാൻ എല്ലാവരും ശ്രദ്ധയായി കിട്ടും, മറ്റുള്ളവർ ചൊല്ലും. അങ്ങനെ ചെയ്യാം. അല്ല എല്ലാവരും പാടെ ചൊല്ലിയാലും കുഴപ്പമില്ല. ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റൊരു ചൊല്ലുന്നു. അതിന് നമ്മളെ കാര്യത്തിനൊക്കെ ഒരു തർത്തീപാണ്. ആ നിലക്കൊക്കെയാണ് നമ്മൾ ജനാസ കൊണ്ടുപോകല്. അപ്പൊ അങ്ങനെ ജനാസ കൊണ്ടുപോയി, ജനാസ കൊണ്ടുപോകലാണ് ഇപ്പൊ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ച് ആദരവോടുകൂടെ ആ ജനാസ കൊണ്ടുപോകണം. മാനപ്പെട്ട പണ്ഡിതന്മാർ ഒരു ബൈത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ബൈത്തിൽ പറഞ്ഞെന്താ, ഇദാ മാ ഹമൽത ഇലൽ ഖുബൂരി ജനാസതൻ ഫഅലം ബിഅന്നക ബഅദഹാ മഹ്മൂലു. ഏത് രീതിയിലാണ് ജനാസന്റെ കൂടെ പോവേണ്ടത്? ഇദാ മാ ഹമൽത ഇലൽ ഖുബൂരി ജനാസതൻ ഫഅലം ബിഅന്നക ബഅദഹാ മഹ്മൂലു. ഇദാ മാ ഹമൽത ഇലൽ ഖുബൂരി ജനാസതൻ, നീ ഖബറിലേക്ക് ഒരു ജനാസയെ വഹിച്ചു കൊണ്ടുപോയാൽ, നീ കൊണ്ടുപോവുകയാണെങ്കിൽ ഫഅലം, നീ അവിടെ അറിഞ്ഞോ, മനസ്സിലായിക്കോ, ആ രീതിയിൽ ആവണമെന്ന്. അന്നൊക്കെ ബഹദാ മഹ്മൂലു, അടുത്ത് ഇങ്ങനെ വഹിച്ചു കൊണ്ടുവരാൻ ചിലപ്പോൾ എന്നെ ആയിരിക്കുമോ എന്ന ചിന്തയിലായിരിക്കണം. അടുത്ത് ഇതേമാതിരി ഈ വാഹനത്തിൽ കൊണ്ടുവരുന്നത് എന്നെ ആയിരിക്കുമോ. ഫഅലം ബി അന്നക ബഅദഹാ മഹ്മൂലു, ഫഅലം നീ അറിഞ്ഞോ, അവിടെ മനസ്സിലാക്കിക്കോ, അന്നക ബഅദഹാ മഹ്മൂലു, ഈ ജനാസന്റെ ശേഷം നീ മഹ്മൂലു ചുമക്കപ്പെടുന്ന ആളാവും, നിന്നെയായിരിക്കും വഹിച്ചു കൊണ്ടുപോവുക എന്ന ചിന്തയോടുകൂടെയാണ് ജനാസന്റെ കൂടെ ആ ആദരവിലും ബഹുമാനത്തിലുമാണ് നീ പോവേണ്ടത് എന്ന് സൂഫിയന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. പിന്നെ ആ സമയം എന്ന് പറഞ്ഞാൽ മറ്റു ദുന്യാവോ മറ്റോ ചിന്തിക്കണ സമയമുണ്ടല്ലോ. ചിലപ്പോൾ കൊണ്ടുപോകുന്ന വാപ്പാനെയായിരിക്കും, പ്രിയപ്പെട്ട മോനെയായിരിക്കും, പ്രിയപ്പെട്ട ഭാര്യയായിരിക്കും, ഭർത്താവായിരിക്കും. പിന്നെന്താ അവിടെ ചിന്തിക്കാനുള്ളത്? ഒറ്റയും ഉടമയുമായ സ്വന്തം അടുത്ത ആളുകളായിരിക്കും. ഏതായാലും ആഖിറത്തെ പറ്റി ഓർമ്മയുണ്ടായിരിക്കും. ആ രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതൊക്കെ അവിടെ ചെയ്യാം. ഇനി പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഓർമ്മയിലെ പറയാണ്, പ്രധാനപ്പെട്ടതും പറയാം. പള്ളിയിൽ കൊണ്ടുപോയി, ഇപ്പൊ പള്ളിയിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ നിസ്കരിക്കാൻ. അപ്പൊ അവിടെ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിക്കുക. പിന്നെ സ്ത്രീകൾക്കുള്ള നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാരോട് പറയേണ്ടത്, ആണുങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ സ്വന്തം നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഫുഖഹാക്കൾ പറയുന്നത്. അപ്പൊ അങ്ങനെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ, ജനാസ്കരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ആണ് ഇമാം വെക്കണം. അവർക്ക് പറ്റിയവരാണ് എന്ന് പറഞ്ഞാൽ, പറ്റിയത് പറഞ്ഞാൽ തൊട്ടാവുന്ന മുറിയാത്ത കുടുംബത്തിൽപ്പെട്ടവരാണ് ഇമാമ് നിൽക്കണമെങ്കിൽ സ്ത്രീകൾക്ക് മൗമൂമികളായിട്ട് നിസ്കരിക്കാം. അല്ല, ഒരാണ് ഇതുവരെ നിസ്കരിച്ചിട്ടില്ല, ഒരാണും ഇതുവരെ നിസ്കരിച്ചിട്ടില്ല, ആദ്യമായിട്ട് സ്ത്രീകൾ നിസ്കരിക്കുക. എന്താ, ഫർദ് കിഫായ വിടണമെങ്കിൽ ഒരു പുരുഷൻ നിസ്കരിക്കാനുള്ള ഒരാൾ, ആ പുരുഷന്മാരുള്ളോടത്ത് പുരുഷനാണ് നിസ്കരിക്കേണ്ടത്, എന്നാലേ ഫർദ് കിഫായ വീടുള്ളൂ. അപ്പൊ അത് വീടുന്നതിന്റെ മുമ്പ് സ്ത്രീകൾ സ്വന്തമായി നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഞാൻ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കുക, ഒന്നുണ്ടാക്കി ജനാസ ഇറക്കാൻ നേരത്തെ തയ്യാറായി നിസ്കരിക്കുക. പക്ഷെ അവിടെ ഇമാമ് ഒരു പുരുഷനായിരിക്കണം. അപ്പൊ ഒരു പുരുഷൻ നിസ്കരിക്കൽ വരുന്നുണ്ട്, അതിനോടുകൂടെ സ്ത്രീകൾ നിസ്കരിക്കാം എന്നാണ് മുഴുത്തമതായിരിക്കുന്ന അഭിപ്രായം. അല്ല, സ്ത്രീകൾക്ക് സ്വന്തം അങ്ങനെ നിസ്കരിക്കാം എന്ന അഭിപ്രായങ്ങളും ഉണ്ട്. അപ്പൊ ആ നിലക്ക് നിസ്കരിച്ചാൽ അവർക്കും അതിന്റെ കൂലി കിട്ടാം. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പള്ളിയിൽ കൊണ്ടുപോയ നിസ്കാരമാണ്. പിന്നെ മൂന്നാമത്തെ ഫർദ് കിഫായ നിസ്കാരമാണ്. അസ്സലാത്തു അലൈഹി. നിസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പുരുഷന്മാരാണ് കാര്യമായിട്ട് നിസ്കാരത്തിന് ഉണ്ടാവുക. സ്ത്രീകളുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് നിസ്കരിച്ച് അവരവിടെ ഇരിക്കാൻ. ആ പുരുഷന്മാരായ ആളുകൾ നിസ്കരിക്കുമ്പോൾ ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ നിസ്കാരം ചിലപ്പോൾ അറിയും. നമ്മളെ വളർന്നു വരുന്ന ചെറുപ്പക്കാർ കുട്ടികൾക്കും അതുപോലെ നമ്മളെ വിദ്യാർത്ഥികളായ കുട്ടികൾക്കൊക്കെ നിസ്കാരം ശരിക്കും അറിയാം. അത് മദ്രസയിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ മറക്കാതിരിക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ നിസ്കരിക്കലോടുകൂടെ ഇത്തരം ക്ലാസ്സുകൾ കേൾക്കുമ്പോഴൊക്കെയാണ് നിസ്കാരം നമുക്ക് അറിയാം. നിസ്കാരം ഒരു പ്രധാനമായിട്ട് ഫർദ് കിഫായ. അത് ഒരാൾ നിസ്കരിച്ചാൽ ഫർദ് വീടും. വയസ്കുത്ത് ഫർദും ബി വാഹിദിൻ എന്നാണ് വിലപ്പെട്ട അഭിപ്രായം. ഫർദ് എന്ന് പറഞ്ഞാൽ ഒരു ഫർദ് കിഫായ ഇല്ലേ, ആ ഫർദ് കിഫായ ഒരാൾ നിസ്കരിച്ചാൽ വീടുന്നതാണ് ഫർദ് കിഫായ. ഒരു പുരുഷൻ
നിസ്കരിച്ചാൽ ആ മയ്യത്തിനെ നിസ്കരിക്കുക എന്നുള്ള ഫർള് വേണ്ടി പിന്നെ അത്രയും ആളുകൾക്ക് നിസ്കരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കാൻ ആളുകൾ കൂടുന്നത് നല്ലതാണ്. ഹദീസിൽ തന്നെ പറയുന്നുണ്ട് 100 ആളുകൾ കൂടി ഈ മയ്യത്തിന് ശഫായത്ത് ചെയ്താൽ, ശഫായത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, ഈ മയ്യത്തിനെ നല്ല ആളാക്കണേ, ഈ മയ്യത്തിനെ സ്വർഗത്തിന്റെ ആളാക്കണേ എന്നൊക്കെ കേൾക്കുക. ഇല്ല ശുഫിയലഹും, അവരെ ശഫായത്ത് സ്വീകരിക്കപ്പെട്ടിട്ടല്ലാതെ ഇല്ല എന്ന്. ആള് കൂടുന്നിടത്തോളം നല്ലതാ. വേറെ ഹദീസിലുണ്ട് 40 ആള് കൂടി ഒരു മയ്യത്തിന് ശഫായത്ത് ചെയ്താൽ ഇല്ല ശുഫിയലഹും, അതിന് ശഫായത്ത് സ്വീകരിക്കപ്പെട്ടിട്ടല്ലാതെ ഇല്ല. അപ്പൊ ഇങ്ങനെ ആള് കൂടുന്തോറും ഏറ്റവും നല്ലതാണ്. അതിനാണ് ആള് കൂടൽ വളരെ നല്ലതാണ്. കൂടുതൽ ആളുകൾ നിസ്കരിച്ചാൽ അത്രത്തോളം ദുആകളും അത്രത്തോളം കൂലികളൊക്കെ ആ മയ്യത്തിന് കൂടുതലായി കിട്ടും. അപ്പോൾ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി നമ്മൾ മയ്യത്തിനെ കൊണ്ടുപോയി വെക്കുന്നു. പള്ളിയുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് എല്ലാവരും ഒന്നു ചെയ്ത് കയറാൻ വേണ്ടി കാത്തിക്കുക. എല്ലാവർക്കും ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാത്തിക്കേണ്ടത്. കാരണം പെട്ടെന്ന് മയ്യത്ത് നിസ്കാരം കഴിയും. മയ്യത്ത് നിസ്കാരം എപ്പോഴാണ് തുടങ്ങിയെന്നറിയില്ല, അപ്പത്തിന് കാണാൻ സലാം വീട്ടലും ആവും. കാരണം തോനെ പണിയൊന്നുമില്ല. വളരെ സുഖമുള്ള നിസ്കാരമാണ്. ഇപ്പോൾ ഏത് നമ്മൾ നിസ്കാരങ്ങളെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും എളുപ്പവും സുഖമുള്ള നിസ്കാരം ഏതാ? മയ്യത്ത് നിസ്കാരല്ലേ. അതിൽ റക്കായത്തില്ല. 4 തക്ബീർ ഉണ്ടായിട്ട് 4 റക്കായത്ത് എന്ന് പറയുന്നത്. കിസ് മത്സരങ്ങളിലൊക്കെ ചോദിക്കലുണ്ട് മയ്യത്ത് നിസ്കാരത്തിലുള്ള റക്കായത്തുകളുടെ എണ്ണം എത്ര? അപ്പോൾ ചില ആൾക്കാർ പറയും 4 ഇല്ല, 4 റക്കായത്തില്ല. 4 റക്കായത്ത് ഒരു നിസ്കാരത്തിന് 4 റക്കായത്താ. അതുപോലെ മയ്യത്ത് നിസ്കരിക്കുന്നുണ്ടോ? അത് 4 തക്ബീറുണ്ട്. റക്കായത്താവണമെങ്കിൽ റുക്കൂഉം സുജൂദൊക്കെ ഉണ്ടാവണം. അത് തീരില്ലാത്തത് കൊണ്ട് റക്കായത്തില്ല. പിന്നെ 4 തക്ബീറ. അപ്പോൾ മയ്യത്ത് നിസ്കാരം നിർവഹിക്കൽ ഫർള് കിഫായിയാണ്. എല്ലാവരും നിസ്കരിക്കുമ്പോഴും ഫർള് കിഫായി എന്നൊക്കെ നിസ്കരിക്കേണ്ടത്. ഒരാൾ നിസ്കരിച്ചാൽ ആ ഫർള് കിഫായി വേടി. എനിക്ക് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒരാൾ മരിച്ചു, അയാളുടെ പേരിൽ ഒരു പുരുഷൻ നിസ്കരിച്ചു. 4 കുറ്റല്ല, ആ പ്രദേശത്തുള്ള എല്ലാവരും കുറ്റത്തുനിന്ന് ഒഴിവായി. പക്ഷെ എല്ലാവർക്കും കൂലിട്ടണമെങ്കിലും മയ്യത്തിനും അധികം കൂലിയും ദുആയൊക്കെ കിട്ടണമെങ്കിൽ കുറേ ആളുകൾ പെരുത്ത ആളുകൾ നിസ്കരിക്കണം. അതുകൊണ്ടാണ് അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആ മയ്യത്ത് നിസ്കാരത്തിന്റെ രൂപമായിട്ട് പറഞ്ഞാൽ പോരെ. അതിന്റെ ഫർളുകൾ പറഞ്ഞാൽ സബഅത്തു അർക്കാൻ എന്ന 7 റുക്നുകളുണ്ട്. 7 റുക്നുകൾ ഞാൻ ഒന്ന് എണ്ണിത്തരാം, പിന്നെ രൂപം നമുക്ക് പറയാം. എല്ലാവർക്കും അറിയേണ്ടതന്നെയാണ്, ഒന്ന് ഓർമ്മിപ്പിക്കാന്നുള്ളൂ. ഒന്ന് നിയ്യത്തന്നെ. നിസ്കാരത്തിനൊക്കെ നിയ്യത്ത് വേണം. ളുഹറിന് നിയ്യത്ത് വേണം, അസറിന് നിയ്യത്ത് വേണം, അമലുകൾക്കൊക്കെ നിയ്യത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകൾ നിയ്യത്തുകളെ കൊണ്ടാണ് സഹീഹാവുക എന്നാണ് ഇമാം ഷാഫി മദ്ഹബിൽ അതിനുള്ള മഅന. അപ്പം നിയ്യത്ത് വെക്കണം. നമ്മൾ മറ്റൊന്നും ചിന്തിക്കരുത്. ഇപ്പോൾ ലോറസ് കയറ്റാൻ വേണ്ടി ഒന്നുണ്ടാക്കി, ലോറസ് കയറ്റാൻ വേണ്ടി വസ്ത്രം മാറ്റി, ലോറസ് കയറ്റാൻ വേണ്ടി കിബിലാക്കി എറിഞ്ഞു. ഇനിയിപ്പോൾ എന്തിനാ നിയ്യത്ത്? അന്റെ കിബിലെട്ടിയ പോരെന്ന് അങ്ങനൊന്നും ന്യായീകരിക്കണ്ട. അത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എങ്ങനെയാ വെച്ചാൽ അങ്ങനെ ഇബാദത്ത് ചെയ്യണം. അത് റസൂൽ പറഞ്ഞ എന്താ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകൾ നിയ്യത്തുകളെ കൊണ്ടാ. നീ നല്ല നല്ല അമല് ചെയ്യുമ്പോൾ നിയ്യത്തുണ്ട്. അമല് നിയ്യത്ത് കൊണ്ടാണ് സഹീഹാവുക എന്നാണ് ഷാഫി മദ്ഹബിലെ അർത്ഥം. നമ്മൾ ഷാഫി മദ്ഹബുകാരാ. 4 മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധ. 4 മദ്ഹബും സ്വീകരിക്കാതെ ജീവിക്കാൻ പറ്റൂല. അത് വേറെ വിഷയം ഓർക്കട്ടെ. അപ്പൊ ഷാഫി മദ്ഹബില് നിയ്യത്ത് വെക്കേണ്ടടുത്ത് നിയ്യത്ത് വെക്കണം. ആ നിയ്യത്ത് വെച്ചില്ലെങ്കിൽ ആ അമല് സഹീഹ് അല്ല എന്നാണ് ഷാഫി മദ്ഹബ്. അത് നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കണം. അപ്പോ ഒന്ന് നിയ്യത്തൻ, 2 അത് ഫർള് തന്നെ. 2 അർബഅ് തക്ബീറാത്ത് 4 തക്ബീർ ചൊല്ലണം. അല്ലാഹു അക്ബർ, പിന്നെ ചൊല്ലി രണ്ടാമത് അല്ലാഹു അക്ബർ, പിന്നെ ഒരു ചൊല്ലേണ്ടതുണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. 4 തക്ബീറായി. പിന്നെ ചൊല്ലാനുള്ള സുന്നത്ത് ചൊല്ലി സലാം വീട്ടലാണ്. അപ്പൊ 4 തക്ബീറുകളാണ്. 3 പിന്നെ സലാം വീട്ടലാണ്. കഴിഞ്ഞിട്ട് സലാം വീട്ടലാണ്. 4 ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്ത് ഓതലാണ്. ആ ഫാത്തിഹ സൂറത്ത് 1-ാം തക്ബീറിന് ശേഷം തന്നെ ഓതേണ്ടി വരും. 1-ാം ചെല്ലണം എന്ന് ഫുഖാക്കൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1-ാം തക്ബീർ അല്ലാത്തതിന് ശേഷവും ചൊല്ലിയാൽ മതിയാകുമെന്നാണ്. പക്ഷേ 1-ാം തക്ബീർ അല്ലാത്തതിന് ശേഷം പിന്നെ വേറെ ദിക്റുകളുണ്ട്. 2-ാം തക്ബീറിന് ശേഷം നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലലാണ്. 3-ാം തക്ബീറിന്റെ ശേഷം മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യലാണ്. 4-ാം തക്ബീറിന്റെ ശേഷം ഫർള് അവിടെ സലാം വീട്ടലാണ്. പിന്നെ 7-ാമത്തെ ഫർളാണ് ഖിയാമ്, നിൽക്കുക എന്നുള്ളത്. ഇനി മയ്യത്ത് നിസ്കാരത്തിലെ രൂപമാണ് പറയാ. അപ്പൊ അതാണ് നമുക്ക് കൂടുതലായി ഉപകരിക്കുക. ആ മുന്നിൽ കൊണ്ടുവന്ന മയ്യത്താവുമ്പോൾ ഹാദിറായ മയ്യത്ത.
ഹാദറായ മയ്യത്താണ്, നമ്മളെ മുന്നിൽ മയ്യത്തുണ്ട്. അപ്പൊ എല്ലാവരും ശരിക്കും നിന്ന് നിസ്കാരത്തിന്റെ ഷർത്തുകളൊക്കെ ഇതിന് ഷർത്താട്ടോ. നിസ്കാരത്തിന് 5 ഷർത്തുകളുണ്ട്. അത് ഇവിടെയും അതിന് ഇവിടേക്ക് പറ്റേണ്ടതൊക്കെ ഇവിടെയുമാണ്. അവരൊത്തു മറക്കണം, അശുദ്ധികളിൽ ശുദ്ധിയായിരിക്കണം, തിബിലക്ക് മുന്നിടണം. ആ ഷർത്തുകളൊക്കെ ഇതിന്റെ മുമ്പ്. മയ്യത്ത് നിസ്കാരത്തിന് പ്രത്യേക 2 ഷർത്തുകളുണ്ട്. അതെന്താ? അത് ഒന്ന് തഖദ്ദുമു തുഹൂർ മുന്തണം, മയ്യത്തിനെ ശുദ്ധിയാക്കൽ മുന്തണം എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കപ്പെട്ട മയ്യത്തായിരിക്കണം, കുളിപ്പിച്ച മയ്യത്തായിരിക്കണം. കുളിപ്പിച്ചു എന്ന് ഉറപ്പ് വരണം. അപ്പോഴാണ് സ്കരിക്കേണ്ടത്. എവിടെയും മരിച്ചു നിർമ്മത്തിലൂടെ സ്കാരം തുടങ്ങരുത്. അതിനെ കുളിപ്പിച്ച് വെച്ചിക്കണോ എന്നുള്ള അന്വേഷിക്കണം. വിട്ടാവുമ്പോഴേ കുളിപ്പിച്ച് വെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ അവിടെ മസാലകളൊക്കെ വേറെ വരും. അതിനെപ്പറ്റി ഞാൻ ഫുഖഹാക്കൾ പറഞ്ഞതിനെപ്പറ്റി നോക്കി. ചില മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റാതെ വന്നു. ഇപ്പം സമുദ്രത്തിലൊക്കെ വെള്ളത്തിൽ പോയ മയ്യത്ത് കുളിക്കലൊക്കെ എല്ലാം കുളിച്ചിട്ടുണ്ടാവും, എന്നാലും കുളിപ്പിക്കാൻ പറ്റൂലല്ലോ. എങ്ങനെ കുളിച്ചാലും നമ്മൾ കുളിപ്പിക്കണം എന്നാ നിയമം. അപ്പോൾ കുളിപ്പിച്ച് അത് കുളിപ്പിക്കാൻ പറ്റൂല. ആ മയ്യത്ത് കിട്ടിയതുമില്ല. അങ്ങനെ ആകുമ്പോൾ കുളിപ്പിച്ചിട്ടില്ല. അപ്പോൾ കാക്കൾ പറയേണ്ടത് അപ്പോൾ അവിടെ നിസ്കരിക്കണ്ട എന്നാണ്. പിന്നെ വേറൊരു മസ്അലയിൽ നമുക്ക് നിസ്കരിക്കുക. എന്താണ് പ്രയാസപ്പെട്ടത്? പ്രയാസമായതില്ലെങ്കിലും എളുപ്പമായത് ചെയ്യുക എന്ന പ്രയാസം. അവിടെ കുളിപ്പിക്കൽ പ്രയാസമായി, നിസ്കരിക്കുക എന്നുള്ള ഇപ്പോൾ എളുപ്പമാണ്. അങ്ങനെ ഒരു മസ്അല ഉണ്ട് എന്ന് ഉസ്താദുമാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിസ്കരിക്കാൻ ഇപ്പോൾ ഇവിടെ പറ്റുമല്ലോ. അപ്പം നിസ്കരിക്കുക എന്നൊരു മസ്അല പ്രകാരം നിസ്കരിക്കാം എന്ന് മാത്രം. വിലപ്പെട്ട അഭിപ്രായം അവിടെ പറയുന്നത് കുളിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നിസ്കരിക്കലും ഇല്ല, പാടില്ല എന്ന 2 കാര്യമാണ് നിസ്കരിക്കും. ഒന്ന്, മയ്യത്തിന് കുളിപ്പിച്ച മയ്യത്തായിരിക്കണം, തുഹർ ശുദ്ധി മുന്തുക എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കപ്പെട്ട മയ്യത്തായിരിക്കണം. 2, മുന്നിലുള്ള മയ്യത്താണെങ്കിൽ മയ്യത്തിനേക്കാൾ മുന്തി നിൽക്കാൻ പാടില്ല, മയ്യത്തിനേക്കാൾ മുന്തി നിൽക്കാൻ പാടില്ല. 1-ാം സഫ് വരെ പോയി ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. 1-ാം സഫിൽ നിൽക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണം. ഔത്തപ്പള്ളിയിലുണ്ടാവും സഫ്, ചെരുവിലുണ്ടാവും, അതിൻ്റെ അപ്പുറത്തെ ചെരുവുണ്ടാവും. അപ്പോൾ എവിടെയും തന്നെ മയ്യത്തിനേക്കാൾ മുന്നിട്ട് സഫ് പോകരുത്. അതാണ് ഉസ്താദുമാരുടെ പറച്ചിലുണ്ട്. എല്ലാവരും മയ്യത്തിനെ തൊട്ടും ഇമാമിനെ തൊട്ടും പിന്തി നിൽക്കണമെന്ന് പറയാറുണ്ട്. അത് നേരെ പിന്നിലിക്കിനോടല്ല പറയേണ്ടത്. അപ്പുറത്തുണ്ടാവും, മുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലൊന്ന് ശ്രദ്ധിക്കണം. അപ്പം മുകൾ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ഈ മയ്യത്ത് ഇവിടെ ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് ഇമാം ഉണ്ടാവും. ഈ ഇമാമിന്റെ മുന്നിൽക്കും വരാൻ വരരുത്, മയ്യത്തിന്റെ മുന്നിൽക്കും നൃത്തത്തിൽ വരരുത്. അത് ശ്രദ്ധിക്കണം എന്നാണ്. വന്നാലെന്താ അവിടെ ആ തുടർച്ച ശരിയാവില്ല, സ്കാരം ശരിയാവില്ല. ഇതാണ്. അപ്പോൾ ആ സൈഡിലും മുന്നിലൊക്കെ മുകളിലൊക്കെ നിൽക്കുന്ന ആളുകളോട് അത് പ്രത്യേകം നമ്മൾ പിന്നിക്ക് നിൽക്കാൻ വേണ്ടി അവിടെ പറഞ്ഞു കൊടുത്ത് ഉണർത്തണം. എന്നാലേ സ്കാരമൊക്കെ ശരിയാകുള്ളൂ. ആൾ കൂടുമ്പോൾ പള്ളിൻ്റെ എല്ലാ ഭാഗത്തും ആളുകളുണ്ടാവും. ചില ജനാസ കൊണ്ടുള്ള നമ്മൾ കണ്ടിട്ടില്ലേ, പള്ളിയൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ടാവും. അവിടെയൊക്കെ നൃത്തമൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമല്ല. അത് ശ്രദ്ധിക്കണം എന്നുള്ളൂ, അതൊക്കെ ശ്രദ്ധിക്കപ്പെടും. അപ്പം മയ്യത്ത് മുന്നിൽ വെച്ച മയ്യത്താകുമ്പോൾ സ്കരിക്കാനൊരുങ്ങി അകത്തൊക്കെ മറക്കണം. അതൊക്കെ പിന്നെ പറയേണ്ടതില്ലല്ലോ. ആദ്യം നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെക്കണം. എന്താ നിയ്യത്ത് വെക്കേണ്ടത്? എല്ലാവർക്കും അറിയില്ലേ? ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യിത്തി. ഇത് നിർബന്ധമായ നിയ്യത്ത. ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യിത്തി. ഈ മയ്യത്തിന്റെ പേരിൽ ഫർളാക്കപ്പെട്ട നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന്. നീ ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യിത്തി അർബഅ തക്ബീറാത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. എന്നാൽ നിയ്യത്തില് 4 കാര്യങ്ങൾ സുന്നത്തും 3 കാര്യങ്ങൾ നിർബന്ധവുമാണ്. കരുതൽ 7 കാര്യങ്ങളാണ് നിയ്യത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. 3 കാര്യങ്ങൾ നിർബന്ധ. ഫർദ് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ 3 കാര്യമാണ്. മൊത്തം ഫർദ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ കരുതേണ്ട, നിയ്യത്തിൽ കരുതേണ്ടത് 3 കാര്യം. അത് 3 കരുതാനാ. ഇപ്പൊ ഉസല്ലി ഫർദ് ളുഹ്രി. ഇതൊരു ഉദാഹരണം പറയാട്ടോ. ളുഹർ എന്ന ഫർദിനെ ഞാൻ നിസ്കരിക്കുന്നു. അത് ശരിക്കും കരുതിയിരിക്കണം. ളുഹർ നിസ്കാരത്തെ പറ്റിയപ്പോൾ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നു, ഇന്ന നിസ്കാരമാണ്, ഫർദാണെങ്കിൽ ഫർദ്. ഇത് കരുതൽ നിർബന്ധമായ. ഇപ്പൊ ളുഹർ നിസ്കരിക്കാൻ നേരത്തെ ഒരാള് ഞാൻ ഫർദ് നിസ്കരിക്കുന്നു, അതുപോലെ ളുഹർ എന്ന ഫർദ് ഞാൻ നിസ്കരിക്കുന്നു എന്ന് തന്നെ കരുതണം. പിന്നെ 4 കാര്യങ്ങൾ സുന്നത്ത. ഒന്ന് റകഅത്തിന്റെ എണ്ണം, ഖിബ്ലക്ക് മുന്നിട്ട് എന്ന്, അദാ ആണെങ്കിൽ അദാ എന്ന്, അല്ലാഹു തആലാക്ക് എന്ന് 4. അപ്പൊ 4, 3, 7 കാര്യങ്ങൾ അടങ്ങിയതാണ് നിയ്യത്ത്. അത്രക്കും ഫുഖഹാക്കള് കണിശമായി പറഞ്ഞിട്ടുണ്ട്. 4 കാര്യങ്ങൾ സുന്നത്തും 3 കാര്യങ്ങൾ വാജിബും. ഇത് ഒതുങ്ങിയ നിയ്യത്താണ് നമ്മളെ ഫർദ് നിസ്കാരത്തിന്റെ നിയ്യത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഫർദ് നിന്ന് കയറണം. ഇപ്പൊ ഒരാൾ ളുഹർ നിസ്കരിക്കാൻ നേരത്ത് അല്ലാഹുവേ ഞാൻ ളുഹർ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, അപ്പോഴും പോയി അവിടെ ഫർദ് എന്ന് കരുതിയില്ല. ളുഹർ എന്ന ഫർദിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് തന്നെ കരുതണമെന്ന്
ഫുഖഹാക്കൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മറ്റു 4 കാര്യങ്ങൾ സുന്നത്താണ്, അതുകൂടി കരുതണം. ഇപ്പൊ സുന്നത്തുകളൊക്കെ നമ്മൾ ചെയ്യാനുള്ളതാ, വഹിക്കാനുള്ളതല്ല. സുന്നത്തൊക്കെ ചെയ്യാനുള്ളതാണ്, വഹിക്കാനുള്ളതല്ല. സുന്നത്ത് എന്ന് പറയുമ്പോൾ ചിലവർ അത് പോട്ടെ, അതല്ല, സുന്നത്ത് വരട്ടെ എന്നാ കരുതേണ്ടത്. സുന്നത്ത് എത്ര കണ്ട് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം സുന്നത്ത് ചെയ്യണം. അതും വേണം നമ്മൾ വിചാരിക്കുക. പറളിപ്പോ ഏതായാലും ആവശ്യം തന്നെയല്ലേ. 100 റുപ്യ ഒരാളിന്ന് കടം വാങ്ങിക്കണമെങ്കിൽ ആ 100 റുപ്യ തിരിച്ചു കൊടുക്കണം എന്ന് പറയണ്ടോ? അത് നിർബന്ധമല്ലേ. അത് കൊടുത്തതിന്റെ പുറമെ ഒരു 10 റുപ്യ അയാൾക്ക് വല്ല സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ അതിന് വലിയ സ്ഥാനമാണ്. അത് സുന്നത്താ, ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ മയ്യത്ത് നിസ്കാരത്തിന്റെ നിയ്യത്തില് ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യത്തി, ഈ മയ്യത്തിന്റെ പേരുള്ള ഫർള് നിസ്കാരത്തെ ഞാൻ നിസ്കരിക്കുന്നു. പിന്നെ ഇമാമുണ്ടെങ്കിൽ മഅൽ ഇമാമി, ഇമാമിനോട് കൂടെ, അല്ല ഇമാമാണെങ്കിൽ ഇമാമൻ, ഞാൻ ഇമാമായി കൊണ്ട്, അതൊക്കെ പ്രത്യേകം കരുതിയാലേ തുടർച്ചക്കുള്ള കൂലിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കിട്ടൂല. ഇമാമിനോട് കൂടെ നിങ്ങൾ എപ്പോൾ ഇമാമിൻ്റെ കൂടെ ആണെങ്കിൽ മഅ്മൂമ് ഇമാമിനെ മഅൽ ഇമാമിയിൽ അറബി, ഇമാമിനോട് കൂടെ അല്ലെങ്കിൽ ഇമാമിനോട് തുടർന്നുകൊണ്ട് എന്ന് കരുതണം കേട്ടോ. ഇമാമ് പിന്നെ ഇമാമൻ എന്ന് കരുതണം. മറ്റേ സ്കാരങ്ങളിൽ ഇമാമ് കരുതിയില്ലെങ്കിൽ ഇമാമിന് കൂലി പോകും. ജുമാ സ്കാരത്തിൽ ഇമാമും തന്നെ ഇമാമെന്ന് കരുതിയില്ലെങ്കിൽ സ്കാരാകേടും. എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിയ്യത്ത് നല്ല ശ്രദ്ധിക്കണം. അയച്ചിട്ട് വിശ്വാസമായി അവശിപ്പാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ശരിക്കൊന്ന് നിയ്യത്ത് വെച്ചാൽ മതി കേട്ടോ. ശരിക്കൊന്നാണ് മനസ്സിൽ ശരിക്കൊന്നും ഉണ്ടായാൽ മതി. മനസ്സിലുള്ളതോടെ ഒന്നാണ് പറയാം. നിയ്യത്തിന്റെ സ്ഥലം കൽബ. നിയ്യത്ത് എവിടെയെന്ന് വെച്ചാൽ അത് ഹൃദയമാണ്, അതിന്റെ സ്ഥാനം ഹൃദയത്തിലാണ്, കരുത്ത്. പക്ഷെ ആ കരുത്തിനും മുടുക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പറയേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ ആ കരുതിയത് ഒന്ന് പറയുകയും ചെയ്യാം. അത്തലഫുദ് നിയ്യത്ത് സുന്നത്തുന്ന, നിയ്യത്ത് കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്താ, നിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്താ. നിയ്യത്തിനൊന്നും മനസ്സിൽ കരുതാ വേണ്ടത്. പക്ഷെ ആ മനസ്സിൽ കരുതി എന്നുള്ളൊരു ഉറപ്പ് കിട്ടാനൊന്നും പറയുകയും ചെയ്യാം. എന്നാൽ സുന്നത്തുമായി വാജിബുമായി ഒക്കെ നല്ല റാഹത്തായി. അപ്പൊ മയ്യത്ത് നിസ്കാരത്തേക്ക് വരപ്പോ മയ്യത്ത് നിസ്കാരത്തിന്റെ പിന്നെ പറയാം. അപ്പോ ഈ നിയ്യത്ത് ശരിക്ക് വെക്കുക. എന്നിട്ട് ഒന്നാമത്തെ തക്ബീറാണ് അല്ലാഹു അക്ബർ. ഒന്നാമത്തെ തക്ബീർ, ഒന്നാം തക്ബീർ എട്ടി. ഒന്നാം തക്ബീറിന്റെ ശേഷം നമ്മൾ ചൊല്ലേണ്ടത് ശരിക്ക് പറഞ്ഞാൽ ഫാത്തിഹ സൂറത്ത് തന്നെയാണ് അവിടെ വേണ്ടത്. അതന്നെ അവിടെ ഓതാം. അത് ഞാൻ അടുത്തിലൊക്കെ എന്ത് വേറെ പ്രത്യേകം പറഞ്ഞപ്പോൾ അത് ഓതണം, അത് ഓതാം. അപ്പോൾ അത് ഫാത്തിഹ തന്നെ. വജ്ജത്തും അവിടെ വേണ്ട. മയ്യത്ത് നിസ്കാരത്തിൽ ഹാദറായ മയ്യത്താണെങ്കിലും ഗായിബായ മയ്യത്താണെങ്കിലും വജ്ജത്ത് വേണ്ട എന്നാണ്. കാരണം ഇവിടെ വജ്ജത്ത് ഓതിക്കൊടുക്കല്ല, മറവ് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പൊ അതാണ് അത് നമ്മളെ സ്വന്തം നിസ്കാരത്തിൽ വജ്ജത്തൊക്കെ ഓതി ഉഷാറാക്കണം. അഴുതു ഓതാം, അഴുതോതൊരു സുന്നത്താ. അപ്പൊ അഴുതും ബിസ്മി ഓതിങ്ങാണ്ട്, ഇനി അഴുതോതിനെങ്കിൽ സുന്നത്ത് പോയെന്നുള്ളൂ. ബിസ്മി ഓതിങ്ങാണ്ട് ഫാത്തിഹ ശരിക്കും ഓതി ആമീൻ പറയുകയും ചെയ്യാം. ആമീൻ സുന്നത്താ. ആമീൻ ഫാത്തിഹയിൽ പെട്ടതല്ല, സാന്ദർഭികമായി പറയാണ്. ആമീൻ എന്ന് ഫാത്തിഹയിൽ പെട്ടതല്ല. ഫാത്തിഹ ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹയിൽ ഒന്നാമത്തെ ആയത്താ. അത് ശ്രദ്ധിക്കണം. ചില ആളുകളാണ് ഫാത്തിഹ അൽഹംദുലില്ലാഹ് തുടങ്ങാനാണ്. എന്ത് ഫാത്തിഹയാണതെന്ന് അറിയില്ല. ഷാഫി മദ്ഹബിൽ അങ്ങനെ ഉണ്ട്. അങ്ങനെ മദ്ഹബ് പറ്റിക്കൊണ്ടാണ് ഈ തിരക്കടില്ല. മദ്ഹബിൽ അങ്ങനെ ബിസ്മി ഓതൽ സുന്നത്തുള്ളൂ. ഷാഫി മദ്ഹബിൽ, അനഫി മദ്ഹബിൽ ഫാത്തിഹയിൽ ബിസ്മി ഓതൽ സുന്നത്താ. എന്നാലും ഒരു ഓതും. നമ്മളെ മദ്ഹബിൽ എന്താണ്? ഫാത്തിഹ എന്നുള്ളത് ആയത്തും, അല്ല ബിസ്മി എന്നുള്ളത് ആയത്തും മിനൽ ഫാത്തിഹ, ഫാത്തിഹയിൽപ്പെട്ട ഒരു ആയത്താണ്. ഫാത്തിഹ 7 ആയത്താ. ഫാത്തിഹ സൂറത്ത് എത്ര ആയത്താ? 7. ഒന്നാമത്തെ ആയത്ത് ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2 ഏതാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെയാണ്. അപ്പൊ ബിസ്മി ഓതാതെ പിന്നെ ഫാത്തിഹ ആവില്ലല്ലോ. സാന്ദർഭികമായി പറഞ്ഞതാണ്. അപ്പോ ബിസ്മി ഓതുകാണ്ട് ഫാത്തിഹ ശരിക്കും ഓതുക. എത്തിയാൽ ആമീൻ പറയുക. എന്നിട്ട് രണ്ടാമത്തെ തക്ബീർ അല്ലാഹു അക്ബർ. അപ്പൊ ഓരോ തക്ബീർ ചെല്ലുമ്പോഴും കൈ ഇങ്ങനെ സാധാരണ നമ്മൾ ഉയർത്തി നെഞ്ചിന്റെയും പുക്കളുടെയും ഇടയിലായിട്ട് പക്കലും പിടിക്കലൊക്കെ സുന്നത്തുണ്ട്. അന്ന് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പൊ അതൊക്കെ ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ തക്ബീർ, രണ്ടാം തക്ബീർ എട്ടി എന്താ ചൊല്ലേണ്ടത് അറിയില്ലേ? എല്ലാവർക്കും അറിയില്ലേ? രണ്ടാം തക്ബീറിന് ശേഷം തന്നെ ചൊല്ലണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത. അപ്പൊ വലിയ സ്വലാത്ത് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഒരാള് കുറഞ്ഞ വിവരമുള്ള ആള് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് എന്ന് ചൊല്ലിയാൽ നമസ്കാരം ശരിയാവും. ഇത്രയും ചൊല്ലിയാൽ പിന്നെ അവിടെ പറയുന്നുണ്ട് പരിപൂർണമായി ചൊല്ലേണ്ടത് സ്വലാത്തുൽ ഇബ്രാഹിമിയ. ഇബ്രാഹിമിയ സ്വലാത്താണ് നല്ലത്. ഇബ്രാഹിമിയ സ്വലാത്ത് ഏതാ? നമ്മൾ നിസ്കാരത്തിൽ അത്തഹിയാത്ത് കഴിഞ്ഞാൽ അവസാനത്തെ അത്തഹിയാത്ത് കഴിഞ്ഞാൽ ഒരു സ്വലാത്തില്ലേ, ആ സ്വലാത്താണ് ചൊല്ലുക. വളരെ നല്ലതാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദനാ മുഹമ്മദ്
വഅലാ ആലി സയ്യിദനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇതാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. ഇന്നക ഹമീദും മജീദ് വരെ ഇതാണ് ചൊല്ലേണ്ടത്. ഇത് ചൊല്ലിയ പരിപൂർണമായി. ഇനിയിപ്പോൾ ഒരാൾക്ക് ഇത് ഫുള്ള് അറിയില്ല എന്ന് കൂട്ടിയാൽ അയാൾ രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയതിന് ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദും വഅലാ ആലി സയ്യിദനാ മുഹമ്മദ് എന്ന് ചൊല്ലാനേ കഴിഞ്ഞുള്ളൂ വെച്ചാൽ അത് ചൊല്ലിയാൽ മതി. നാല് നിസ്കാരം ശരിയാവും. പക്ഷെ പരിപൂർണമായി ചൊല്ലാൻ നമ്മൾ ശ്രമിക്കണമെന്ന് പ്രത്യേകമായി എല്ലാവരും ഉണർത്തുകയാണ്. ഈ സ്വലാത്ത് അധികം എല്ലാവർക്കും അറിയാലോ. കാരണം നിസ്കാരത്തിലത് വേണം. ആർക്കെങ്കിലും ഒരാൾക്ക് അറിയില്ലെങ്കിൽ അതൊന്നും പഠിച്ചാൽ മതി. 5 മിനിറ്റ് കൊണ്ട് പഠിക്കും. നമ്മൾ പഠിച്ചേ പറ്റൂ. അതൊക്കെ നമ്മൾ ഓതണമല്ലോ. അപ്പോൾ 2 തക്ബീറായി. അതും കഴിഞ്ഞാൽ മൂന്നാമത്തെ തക്ബീറാ അല്ലാഹു അക്ബർ. അപ്പോൾ ഒക്കെ വേണം കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ നിസ്കാരത്തിൽ വെക്കണ മാതിരി കൊടുന്ന് വെക്കുകയും വേണം. അപ്പം 3 തക്ബീറ. മൂന്നാം തക്ബീറിന് ശേഷം എന്താ ചൊല്ലേണ്ടത്? മൂന്നാം തക്ബീറിന് ശേഷം അദ്ദുആഉൽ മയ്യിത്തി, മയ്യത്തിന് വേണ്ടി ദുആയാണ് വേണ്ടത്. ഈ മയ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടി ദുആർന്നു കൊടുക്കാം. അപ്പോൾ ഐഹികമായ ദുആകളെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച ആളുകളാണ്. മദ്രസ പുസ്തകത്തിലൊരു ദുആ പറഞ്ഞിട്ടുണ്ട്, ഫുള്ള് ദുആ. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എല്ലാവർക്കും. നമുക്കിപ്പോൾ അത് ചെല്ലാം. ചുരുങ്ങിയത് എത്ര പറഞ്ഞാലും നിസ്കാരം ചെയ്യാവും. ദുആ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അല്ലാഹുമ്മ ഗുഫിർ ലഹു വർഹംഹു എന്ന് 2 വാക്ക് പറഞ്ഞാലും നിസ്കാരം ചെയ്യായി. അല്ലാഹുമ്മ ഗുഫിർ ലഹു, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ. വർഹംഹു, ഈ മയ്യത്തിന് നീ കാരുണ്യം ചെയ്യണേ. അപ്പോൾ ഈ 2 വാക്ക് ഒരാൾക്കോ അറിവുള്ളൂ. അത്ര വിദ്യാഭ്യാസം കുറഞ്ഞ ആളാ, ദീനി വിദ്യാഭ്യാസം കുറച്ച് കുറവാണ്, അങ്ങനെയൊക്കെ വരാം. പഴയ ആൾക്കാർക്കൊന്നും വല്ലതും പഠിക്കാൻ ചാൻസ് ഇട്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ അല്ലാഹുമ്മ ഗുഫിർ ലഹു വർഹംഹു എന്ന് പറഞ്ഞു. ഒരട്ടം പറഞ്ഞാൽ 2-3 വട്ടം പറഞ്ഞാൽ ഇനി ഇല്ലെങ്കിലും ഇമാമ് 4ാം തക്ബീർ കെട്ടുന്നവരെ ഓനത് പറഞ്ഞുകൊടുക്കുക. അല്ലാഹുമ്മ ഗുഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ഗുഫിർ ലഹു വർഹംഹു എന്ന് പറയാം. എന്നാൽ പരിപൂർണമായൊരു ദുആ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളെല്ലാവരും ദ്വാരക്കേണ്ടത്. നമുക്കെല്ലാവർക്കും പഠിച്ചാൻ ചാൻസ് കിട്ടിയ ആളുകളല്ലേ. ഇതിന് മദ്രസയിലൊക്കെ പോകാത്ത ആളുകളുണ്ടോ? 4-5 വരെയെങ്കിലും പോകാത്തവരില്ലല്ലോ. ഒരു 5ാം ക്ലാസ് 7ാം ക്ലാസ് വരെയും പോകാത്തവരുണ്ടോ? ഉണ്ടാവും, ചിലപ്പോൾ കുറച്ചൊക്കെ പോയിട്ട് ഏതാവട്ടെ. എന്നാൽ അതിൽ പറഞ്ഞിട്ടുണ്ട് 4ാം ക്ലാസ് മുതൽക്കൊക്കെ ഈ ദുആ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഗുഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വസ്സി മദ്ഖലഹു വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദി വനഖ്ഹിഹി മിനൽ ഖതായാ കമാ യുനഖ്ഖ ثوബുൽ അബീദ് മിനദ് ദനസി വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദുഹു മിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നതിഹി വമിൻ അദാബിൻ നാർ. ഈ ദുആ കാണാതറിയില്ലേ? ഇത് കേട്ടപ്പോൾ കുറച്ച് ആൾക്കാർ ഉറങ്ങിയ അറിയില്ല, ഞങ്ങൾ ഉറങ്ങട്ടെ വെച്ചിട്ട്. ഉറങ്ങിയോണ്ടൊന്നും കാര്യമില്ല, പഠിച്ചെന്നെ വേണം. ഉറക്കൊക്കെ ഉണരേണ്ടി വരും. നീ മയ്യത്തും കെട്ട് നീച്ച് വന്നാണ്ടല്ലോ, പായാൻ സ്ഥലം മതിയാവില്ല ശരിക്കും സ്കെച്ചില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ചെല്ലി പഠിച്ചെന്നെ വേണ്ടേ. എന്താണ് എന്നെ കൊണ്ടുവച്ചിട്ട് കാട്ടിന് വെച്ചാണ്ടല്ലോ, തിരിച്ചില്ലാന്ന് പറയാനൊന്നും പറ്റൂല. നമ്മളെ കാട്ടിക്കൂട്ടിലുണ്ടാ ചിലപ്പോൾ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് വയസ്സ് എത്രയുണ്ട്? 40 വയസ്സ് 45. എന്നുവെച്ചാൽ മയ്യത്തസ്കാരത്തിലെ 3ാമത്തെ ദ്വായർന്ന അതറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? അപ്പോൾ എന്താ ഈ സമയത്തിന് എന്നാൽ പഠിച്ചുകൂടെ? എപ്പോഴും ഇരുന്നിട്ട് ചിലരെ കൊണ്ട് ആർക്കൊന്നും വായിച്ചാൻ കഴിയൂല. ഉണ്ടാവട്ടോ, കുറ്റം പോലെയല്ല. അവർക്കൊക്കെ വൈണ്ടേ ഒരു ദ്വാരം നടന്നാറാവണ്ട. ഓരോ അല്ലാഹുമ്മ ഗുഫിർ ലഹു വർഹംഹു അതറിയത്തില്ലല്ലോ. അല്ലാഹുമ്മ ഗുഫിർ ലഹു വർഹംഹു അതാണ് കുറച്ച് തോനം പേർന്നോട്ട് അല്ലാഹുമ്മ ഗുഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ഗുഫിർ ലഹു വർഹംഹു എന്ന് പേർന്നാലും മതി. ഇതൊരു ദ്വായാണ്. ഇപ്പം ഞാൻ ചൊല്ലിയാലോ, അതൊരു പരിപൂർണമായ ദ്വായാണ്. ഇനി വേറെയും ദ്വാ ഫിഖിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ദ്വാ ഫുള്ള് ദ്വാരക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ഹൈറായി. ഇനി മറ്റു ദ്വാകളൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അപ്പം അത് പ്രത്യേകമായി നമ്മൾ ദ്വാരക്കാം. പിന്നെ കുട്ടിയുടെ മയ്യത്താണ്, പ്രായപൂർത്തി എത്താത്ത ആളുകളുടെ മയ്യത്താണ്. പ്രായപൂർത്തി എത്താത്തവരാണ് ഇപ്പോൾ കുട്ടികളെ കഴിഞ്ഞത്. ഓല മയ്യത്താണെങ്കിൽ ഈ ദ്വാനോടൊപ്പം വേറെ ദ്വൈകളും കൊണ്ടുവരേണ്ടത് നല്ലതാണ്. അല്ലാഹുമ്മ ജഅൽഹു ഫറദൻ ലിഅബവൈഹി വസലഫൻ വദുഖറൻ വഇദത്തൻ വഇത്തിബാറൻ വശഫിയൻ വസഖിൽ ബിഹി മവാസിനഹുമാ വഅഫ്രി സബ്റ അലാ ഖുലൂബിഹിമാ. അറിവുള്ളവർക്ക് കാണാതെ അറിവുള്ളവർക്ക് ആക്കത് അരക്കണം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഒരുപാട് അർത്ഥങ്ങളൊക്കെ അതിലുണ്ട്. ഈ മയ്യത്തസ്കാരത്തിലപ്പോൾ ഞാൻ ചെല്ലിയ ദ്വയുണ്ടല്ലോ, അത് വലിയ അർത്ഥമുള്ള ദ്വയ. കുറച്ച് ഞാൻ വെച്ചുതരാം, സമയം കുറവാണ്. അന്ന് മനസ്സിലാക്കുമ്പോൾ കുറേ നിങ്ങൾക്ക് തന്നെ അറിയും, അർത്ഥം വായിച്ചാലും ഉണ്ടാവും. ആ അർത്ഥം കേട്ടാൽ നമുക്ക് ആ ദ്വ പഠിക്കാൻ തോന്നും.
അന്ന് പഠിച്ച് ദൈർഘ്യം വേണമല്ലോ പഠിച്ചവനെ. കാരണം വാപ്പേക്കാരോടെ മയ്യത്തെ അല്ലെങ്കിൽ മകനേക്കാരും മയ്യത്തെ വാപ്പാക്കാപ്പി അവനിക്കാരോ വാപ്പാക്കാനാ, അല്ലെങ്കിൽ ഭാര്യക്കാരും അല്ലെങ്കിൽ ഭർത്താവേക്കാരും അല്ലെങ്കിൽ അളാപ്പേക്കാരും മൂത്താപ്പേക്കാരും പിന്നെ പോറ്റി വളർത്തിയ ഉപ്പാപ്പേക്കാരും ഉപ്പപ്പ ഒക്കെക്കാരും. അപ്പൊ ആ കൃപയോടങ്ങനെ വേർന്നാല് റഹ്മു പഠിച്ചോനെ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, പോയി മയ്യത്തിന് കരുണ ചെയ്യണേ, വാഫിഹി മയ്യത്തിന് സുഖം നൽകണേ, വാക്കിനുജലഹോ ഈ മയ്യത്ത് എത്തിയതായിരിക്കുന്ന ആ സ്ഥലനെ ആദരിക്കണേ. ഖബറിനെ പറ്റിയ മുൻവിരുന്നിനെ നീ ആദരിക്കണേന്നാ. ഈ ഖബറിൽ ഈ മയ്യത്തിനൊരു ആദരവും സൽക്കാരമൊക്കെ നൽകണേ. പിന്നെ വാക്കിനുജലഹോ മതഹലഹോ ഈ മയ്യത്തിന്റെ ഖബറിനെ നീ വിശാലമാക്കണേ. വസ്സേ മതഹലഹോ വാഹസിൽഹോ ഈ മയ്യത്തിനെ നീ കഴുകണേ, കുളിപ്പിക്കണേ. ബിൽ മായി വസ്സൽജി വൽ ബറദി നല്ല തണുത്ത വെള്ളം കൊണ്ടും അലിയും പഴം കൊണ്ടും തണുത്ത വെള്ളം കൊണ്ടും ഒക്കെ കുളിപ്പിക്കണേ എന്നൊക്കെ പിന്നെ പറഞ്ഞിട്ട് വെള്ള വസ്ത്രത്തിനെ അഴുക്കുന്ന ശുദ്ധിയാക്കും പോലെ ഈ മയ്യത്തിനെ ദോഷങ്ങൾ ഇന്ന് ശുദ്ധിയാക്കണേ. നല്ലൊരു വെള്ള വസ്ത്രം കൊണ്ടുപോയിട്ട് എന്നാണ് എടുത്താൽ വല്ല അഴുക്കുവരുണ്ടോ? ഇതുപോലെ ഈ മയ്യത്തിനെ ദോഷങ്ങളെ തൊട്ട് നീ ശുദ്ധിയാക്കണേ. മയ്യത്ത് പറഞ്ഞാരാ? പാപ്പ, അല്ലെ ഉസ്താദ്, അഞ്ചം, ജ്യേഷ്ഠം, വല്യപ്പ, വല്യമ്മ. എന്തോ ഒരു പ്രിയമുള്ള ആളായിരുന്നു, എന്തോ ഒരു പ്രിയായിരുന്നു നമ്മോടാ വല്യമ്മക്ക്. നിലത്ത് നമ്മളെ വെക്കൂല, എപ്പോഴും എടുത്ത് നടക്കുകയായിരുന്നു നമ്മള്. ഇപ്പൊ നമ്മള് വലുതായിക്കുന്ന വേറെ വിഷയം. ആ വല്യപ്പാക്ക് നമ്മളെ താങ്ങി നടക്കുകയായിരുന്നു. വല്യപ്പാക്കാവി പറയണ്ടേ, പഠിച്ചോനെ എന്റെ വല്യപ്പാനെ നല്ല നിലക്ക് ദോഷങ്ങൾ തൊട്ട് ശുദ്ധിയാക്കണേ അല്ലാ. പറയാൻ കഴിയണ്ടേ? പേരക്കുട്ടി ഇത് പറഞ്ഞാൽ അതെങ്ങനെ വിടുവോ? പഠിച്ചോനെ ആ കുട്ടിയാണ് പറഞ്ഞത് എന്നുള്ള അവിടെ ചിന്തിച്ച് ശുദ്ധിയാക്കൂലേ? പടച്ചോനെ ഈ മയ്യത്തിന്റെ വീടിനേക്കാൾ ഉത്തമമായ വീട് കൊടുക്കണേ. വാഹുരൻ ഖൈറൻ മിൻ അഹ്ലിഹി ഈ മയ്യത്തിന്റെ കുടുംബത്തെക്കാൾ നല്ലതായ കുടുംബത്തെ കൊടുക്കണേ. വസൗജൻ ഖൈറൻ മിൻ സൗജിഹി ഈ മയ്യത്തിന്റെ ഇണയേക്കാൾ നല്ലൊരു ഇണയെ കൊടുക്കണേ. ഇണാന്ന് അർത്ഥം വെച്ചാൽ മതി. ആണാണെങ്കിൽ നല്ല ഭാര്യനായി, പെണ്ണാണെങ്കിൽ നല്ല ഭർത്താവനായി അർത്ഥം ഇണ. നല്ല ഇണയെ കൊടുക്കണേ. വജിറാനൻ ഖൈറൻ മിൻ ജിറാനിഹി ഈ മയ്യത്തിന്റെ അയൽവാസിയേക്കാൾ ഉത്തമമായ അയൽവാസിയെ കൊടുക്കണേ. വാദഖിൽഹുൽ ജന്ന ഈ മയ്യത്തിനെ ഉപ്പേക്കാർ ചിലപ്പോ എൻ്റെ ഉപ്പാനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. വഅഇദുഹു മിൻ അദാബിൽ ഖബരി എൻ്റെ ഉപ്പാനെ ഖബറത്ത് അദാബിനെ തൊട്ട് കാക്കണേ. വൻ ഫിത്നത്തിഹി ഖബറിന്റെ ഫിത്നയെ തൊട്ട് കാക്കണേ. വമിൻ അദാബിന്നാർ പടച്ചോനെ എൻ്റെ ഉമ്മയാണ് ഈ മയ്യത്തോട്ടോ ഈ അദാബിനെ തൊട്ട് കാക്കണേ, നരകശിക്ഷയെ തൊട്ട് കാക്കണേ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്തോ ഒരു നല്ല അർത്ഥം. അൽഹംദുലില്ലാ. 100 ആള് മയ്യത്ത് നിസ്കരിച്ചാൽ കൂടി 100 ആള് ഇത് തുറന്ന് നിസ്കരിച്ചാല് ഒരാളെ ദുആ സ്വീകരിച്ചാൽ പോരെ? ചിലപ്പോ മയ്യത്തിന്റെ ഒപ്പം എത്ര ആളുകളുണ്ടാവും? 300 ആള്, 600 ആള്, 1000 വരെയൊക്കെ ഉണ്ടാവില്ല. ചിലപ്പോ വലിയ കേളികാട്ട ആളും കുറച്ച് ദീനിയായ സേവനമുള്ള ആളും നാട്ടിലൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ച് നാളൊക്കെ ആകുമ്പോൾ അതിൽ വലിയ കുടുംബങ്ങളുണ്ടാവും. നല്ല കുടുംബമുള്ള ആളുകളുണ്ടാവും. നല്ല ആൾ കൂടിയിട്ടേ ഒരു 500 ആളുകൾ നിസ്കരിച്ചാണ്ടായി. അവർക്കൊക്കെ ഈ ദുആ ദയർക്കാൻ വെച്ചു. അവരൊക്കെ താൻ ദയർന്നു. ആരിപ്പോൾ മയ്യത്ത് സ്കേച്ചുമ്പോൾ തമാശക്ക് വേണ്ടി ദയർക്കൂലല്ലോ. ഒക്കെ ആത്മാർത്ഥമായിട്ട് ദയർക്കുള്ളൂ. ഇതാണ് ദയർന്നു. ദയർക്കുന്ന ആൾക്കാർക്ക് അർത്ഥമൊന്നും കിട്ടൂല, വെട്ടിക്കോണമെന്നില്ല. അള്ളാഹ് അതിന്റെ അർത്ഥം അറിയും. അപ്പൊ അള്ളാഹു തആല ഉത്തരം ചെയ്യും. 500 ആള് ചോദിച്ചിട്ട് ഒരാളെ അള്ളാഹ് സ്വീകരിക്കില്ലേ? ഒരാളെ സ്വീകരിക്കാതെ വരുമോ? ഇല്ല, തീർച്ചയായിട്ടും കുറച്ചാൾക്ക് സ്വീകരിക്കും. അള്ളാന്റെ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് 40 ആള് കൂടി ദുആ ചെയ്താൽ അവിടെ ഇജാബത്തുണ്ട്. 40 ആള് കൂടി ദുആ ചെയ്താൽ ഇജാബത്തുണ്ട്. ഇവിടെ 40 അല്ല, 240 അല്ല, 340 അല്ല, 540 അല്ല. എത്ര 40? 500 ആള് പറഞ്ഞാല് എത്രയോ 40 ആള് കൂടി. അതിൽ തന്നെ ആലിമീങ്ങളുണ്ട്, സാദാത്തുക്കളുണ്ട്, നല്ല പ്രായമുള്ള ആളുകളുണ്ട്, അള്ളാഹുവിനെ മാത്രം ചിന്തിക്കുന്ന മുത്തഖീങ്ങളുണ്ട്. അതില് നല്ല നല്ല ചെറുപ്പക്കാരുണ്ട്, ഈമാനുള്ള ചെറുപ്പക്കാരുണ്ട്. അവരൊക്കെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ചെറുപ്പക്കാർ നല്ല ഈമാനുള്ള ചെറുപ്പക്കാർ, നിസ്കാരത്തെ നിലനിർത്തുന്ന ചെറുപ്പക്കാരെ എല്ലാം പഠിച്ചോടി. ഓരോ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അവർ പറഞ്ഞാൽ അള്ളാഹു പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി കൊടുക്കും. അതൊക്കെ വലിയ ചരിത്രങ്ങളാണ്, പറയാൻ സമയമില്ല. അപ്പൊ ഇത്രയും ആളുകൾ. പക്ഷെ ഇതിപ്പോ ഒരു കാര്യമുണ്ട്, ഈ ദുആക്ക് നമുക്ക് ഹിഫ്ള് വേണം. അപ്പൊ ഏട് കഴിച്ചു കുടിച്ചാനൊന്നും കഴിയില്ല. ഈ ദുആക്ക് പഠിക്കണം. അതിനൊക്കെ നമ്മളെ ജീവിതത്തിന്റെ കുറച്ച് സമയങ്ങളൊക്കെ ഇനി ചെലവഴിക്കണേ.
സദാ സമയത്ത് മൊബൈൽ കുത്തിപ്പൊളിച്ചാൻ വേണ്ടി കുത്തിരിക്കുക, അല്ലെങ്കിൽ ടി വി വെക്ക്, മൊബൈൽ വെക്കുമ്പോഴത്തേനും മറ്റേ റിമോട്ട് എടുത്തു, അത് വെക്കുമ്പോഴത്തേനും ഇതെടുത്തു, ഇങ്ങനെ പോയാൽ പിന്നെ ദ്വായല്ല ഒക്കെ പടി ഞമ്മക്ക് നല്ല ദ്വായതാർക്കാൻ വയ്ക്കുന്നു. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് പഠിക്കണം. മാത്രമല്ല നിസ്കാരത്തിന് ഇമാമത്തിക്കേണ്ടതാരാ? ഇമാമക്കേണ്ട ഉസ്താദ് കഴിഞ്ഞവർ കുളിപ്പിക്കേണ്ട ആളെ പറഞ്ഞില്ലേ, ആ ആളുകൾ തന്നെ ഇമാമക്കേണ്ടത്. വാപ്പ മകൻ മരിച്ചാൽ ഇമാമത്തിക്കേണ്ട, മരിച്ചാളോ വാപ്പുണ്ടെങ്കിൽ അയാൾ ഇമാമക്കണം വയ്ക്കുമെങ്കിലും അവിടെ പള്ളിക്കത്തെ മൂലർക്ക് ചാൻസ് ഇല്ല. അയാൾക്ക് സമ്മതം കിട്ടിയാലേ വെക്കാൻ പറ്റുള്ളൂ. അയാൾക്ക് അതിലങ്ങനെ നടക്കുക, കാര്യങ്ങളൊക്കെ പറയാം, എല്ലാവരും കാര്യക്കോളി എന്നൊക്കെ പറയാം. അങ്ങോട്ടേക്കാണെങ്കിൽ പറയണം. നേരത്തെ ഓറിസ്കാത്തിന് ഇക്കാമത്ത് കൊടുത്താൽ അയാൾ ആര് തടഞ്ഞാലും അയാൾ വേറാക്കാണ്ട് കയറും. അവിടെ അധികാരമുണ്ട്, അയാൾ അധികാരത്തിലാണ്. അസറിനെ ഇക്കാമത്ത് കൊടുത്താൽ അയാൾ മേറാബ് കാണണം, അല്ലെങ്കിൽ അയാൾ വേറെ ആളെ ഏൽപ്പിക്കണം. റാത്തിബായ ഇമാം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ആർക്കും അയാളെ സമ്മതമല്ലാതെ കയറാൻ പറ്റൂല. അവിടെ നിന്ന് ഏതാൾ വന്നാലും അയാളെ സമ്മതത്തോടെ കയറാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇവിടെ അങ്ങനെയല്ലല്ലോ. നോക്കി നിങ്ങൾ, ഇവിടെ ആരാ കുളിപ്പിക്കേണ്ട ആളെന്നെ ഇമാമത്ത് നിൽക്കണ്ടേ? കുറച്ച് നേരമുള്ളൂ, ഞാൻ നിർത്താം. മറവാടും ചെയ്താൽ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ നിസ്കരിക്കേണ്ടത് ആരാ? എനിക്ക് ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ആരാണ് നിസ്കരിക്കേണ്ടത്? വാപ്പ, ഒരാൾ മരിച്ചാൽ വാപ്പ ഉണ്ടെങ്കിൽ അയാൾ, മകൻ ഉണ്ടെങ്കിൽ അയാൾ, പാപ്പാൻ്റെ പപ്പാപ്പ ഉണ്ടെങ്കിൽ അയാൾ, മകൻ, മകൻ്റെ മകൻ, സഹോദരൻ, സഹോദരൻ്റെ മകൻ, അവരെ മക്കള്, ഇങ്ങനെയൊക്കെയുള്ള അഷബാക്കാരായിരിക്കുന്ന പുരുഷന്മാരുണ്ട്. അനന്തരം കിട്ടുന്ന ആളുകളെ അവകാശികളില്ലേ, അവരിന്ന് ഏറ്റവും അടുത്ത ആൾ, ഏറ്റവും അയാളില്ലെങ്കിൽ രണ്ടാൾ, അല്ലെങ്കിൽ അയാളുണ്ടാവും. ആൾക്ക് കഴിയില്ലെങ്കിൽ അടുത്ത സ്ഥാനത്തുള്ള ആൾക്ക് കഴിയുമെങ്കിൽ അയാൾ കേട്ടോ. ഇപ്പം മയ്യത്ത് ഒരാൾ മരിച്ചപ്പോൾ മകനുണ്ട്, മകൻ അങ്ങനത്തെ ഒന്നും കഴിയുന്ന ആളല്ല. പക്ഷെ മകൻ്റെ മകൻ്റെ കിതാബതി പഠിച്ചാൽ കുറച്ചൊക്കെ ബോധമുള്ള ആളാണ്, ആ കുട്ടി അയാൾക്കട്ടെ. ഇങ്ങനെ അപ്പം അവിടെ അല്ല ആർക്കും കഴിയില്ലെങ്കിൽ പിന്നെ അവർ വേറെ ആളെ ഏൽപ്പിക്കണം. അതാരെ ഏൽപ്പിക്കുക? ഉസ്താദാണെങ്കിൽ ഉസ്താദോട് പറയണം, ഉസ്താദ് ഞങ്ങൾ നിസ്കരിക്കണില്ല, ഞങ്ങൾ ഇയാളെ പേരിൽ മയ്യത്ത് നിസ്കാരത്തിന് നിങ്ങൾ നേതൃത്വം കൊടുക്കണം എന്ന് പറഞ്ഞ് ഉസ്താദിനെ ദാനം പറയട്ടോ, ഏൽപ്പിക്കണം, കാലത്താക്കണം, പറയണം. അപ്പോഴാണ് അയാൾ അത് പറയാനോളം അയാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. മയ്യത്തിൻ്റെ അവകാശം മുന്നോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാ? സ്കെച്ചാൻ ആരാന്ന് അറിയണത്. ഓലെ കാണാൻ പുതിയായിട്ടല്ല, ഓലെ കാണാൻ പുതിയായിട്ട് വിളിച്ചല്ല. ഇവിടെ നിസ്കരിച്ചു വേണം, ഇതിൻ്റെ പേരുള്ള കടബാധ്യത ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ചാനാ. അല്ലെങ്കിൽ നേരത്തെ ഉസ്താദിനെ കണ്ടിട്ടാക്കെന്ന് പറയണം. ഉസ്താദിനെ എന്ന് പറയുന്നത് ഉസ്താദായിരിക്കുമ്പോൾ നേതൃത്വം കൊടുക്കേണ്ടത്, അതുകൊണ്ട് പറയാം. അല്ല ഓരോ കുടുംബത്തിൽപ്പെട്ടവരാണ് പറയുകയാണെങ്കിൽ അതും കുഴപ്പമില്ല. എന്നാൽ ഉസ്താദ് കഴിച്ചില്ലായതൊന്നും കള്ളുംകുരൊന്നും വിളിച്ചു വരണ്ട, അത്രേ ഉള്ളൂ. പോയിലൊക്കെ വേറെ ഒന്നുമില്ല. അപ്പൊ അതാണ് പിന്നെ പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ കാര്യം ശരിക്കും പറയണം. നമ്മളിൽ ഇല്ലെങ്കിൽ, അല്ല നമ്മളെ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാൾ നിസ്കരിക്കണം കേട്ടോ. കാരണം അയാൾ അല്ലാഹു ഗഫുർലഹു വർഹംഹു എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ മകൻ മരിച്ചപ്പോൾ വാപ്പയാണ് ഇമാമ്, വാപ്പ പറയാം അല്ലാഹു ഗഫുർലഹു എന്ന് എൻ്റെ പഠിച്ചവൻ എൻ്റെ പൊന്നും കുട്ടിക്ക് പുറത്തു കൊടുക്കണേ നല്ല വാപ്പ. അപ്പത്തിനും വാപ്പ കണ്ണീര് പൊട്ടും. മോരേര് പറഞ്ഞാൽ അത്ര പൊട്ടൂല. അത് അയാളെ കുറച്ച് സ്വീപ്പാക്കിയ ആളും കൂടിയാണെങ്കിൽ അയാൾ ഇങ്ങനെ പറയുണ്ടാവുന്നു മാത്രം. ചിന്ത എവിടെയെങ്കിലൊക്കെ ഗഫുർലഹു വർഹംഹു എന്നൊക്കെ പറയുന്നുണ്ടാവും അയാൾക്ക്. അല്ല അയാളെ കുറച്ച് അടുത്ത ആളൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ നന്നാക്കി പറയും. ഉദാഹരണം പറയാം അതൊക്കെ കേട്ടോ. അന്ന് മസാലല്ല കേട്ടോ, അന്ന് മസാലല്ല. നമ്മളെ ആഡംബരത്താണ് ഉറക്ക് പോകാൻ വേണ്ടി പറയാം, ഉറക്ക് പോകാൻ വേണ്ടി പറയാണ്. ചില ആളുകളൊക്കെ തലാട്ടി സമ്മതിക്കുന്നുണ്ട്, അത്രയും സമ്മതിക്കണ്ടെന്നില്ലേക്ക് പറയാം. മനസ്സോട്ടൊക്കെ സമ്മതിച്ചാൽ മതി. ചിലവ് നല്ല ആട്ടി സമ്മതിക്കുന്നുണ്ട്. അതന്നെ ശരി തന്നെ, നിങ്ങൾ വരണ്ടതന്നെ ശരി, നിങ്ങളിപ്പോൾ എന്ത് വന്നാലും എൻ്റെ അടുത്ത് ശരിയാ, കാരണം എനിക്ക് ഹാല് മാറിക്കണു. നിങ്ങളിപ്പോൾ മഴ ചെയ്യാന്ന് പറഞ്ഞാലും കാട്ടുകാരും ഇങ്ങനെ എന്താ, ഇപ്പൊ രാത്രിയാണെന്ന് പറഞ്ഞാലും ആ തരായിക്കാരൻ സമ്മതിച്ചു. ശരി തന്നെ, അത് ഹാല് മാറിയതാ, സമ്മതിച്ചല്ല. ഹാലും നൗമ, ഹാലിൽ യക്കവത്തുനിന്ന് ഹാലും നൗമിലേക്ക് മാറി. നമ്മൾ രണ്ടാളിങ്ങനെ വർത്താനം പറയക്കാരെ രാത്രി, അതിൽ കുറേ മറ്റോ എന്നല്ല, പിന്നെ അവൻ്റെ മുളം കേൾക്കണില്ല. എൻ്റെ അടുത്തൊക്കെ മൂളാത്ത് അവൻ്റെ ഹാലും മാറിക്കുന്നു. ആ യക്കവത്തുനിന്ന് നൗമക്ക് അയക്കണം കേട്ടോ. ആയിക്കോട്ടെ, അത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ പെട്ടേനാണല്ലോ, നമുക്കൊക്കെ ഹൈറും പറക്കത്തും നൽകുമാറാവട്ടെ, ആമീൻ. അപ്പം അതുകൊണ്ട് നിസ്കാരം എന്താ പറഞ്ഞു? മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിൻ്റെ മേലിൽ ദുആ ചെയ്യണം. ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? അങ്ങനെ തന്നെയാണ്. ഇരിക്കുന്ന ആളുകൾക്ക് പോയി മനസ്സിലാക്കിയ ആളുകൾ തന്നെയാണ്. പിന്നെ നാലാമത്തെ തക്ബീർ ദുആ കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ. പിന്നെ നിർബന്ധമായിട്ടൊന്നും ചെല്ലാനല്ല, അവിടുത്തെ ഫർദ് സലാം വീട്ടല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട് ഒരു ദിക്ർ ചെല്ലണം. എന്താണത്? സുന്നത്തായിട്ട് ചെല്ലാൻ കഴിയുകൊണ്ട് ചെല്ലണം. അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു
വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു. പടച്ചോനെ, ഈ മയ്യത്ത് നിസ്കരിച്ച കൂലിയൊന്നും ഞങ്ങൾക്ക് നീ തടയരുത് റബ്ബേ, അത് ഞങ്ങൾക്ക് നൽകണേ. വലാ തഫ്തിന്നാ ബഅദഹു, ഈ മയ്യത്തിന് ശേഷം ഞങ്ങളെ ഫിത്നയിലാക്കരുത്. ഇയാൾ മരിച്ചുപോയി, അതിന് ശേഷം ഞങ്ങളൊക്കെ ജീവിക്കുന്നു, ഞങ്ങളൊരു ഫിത്നയിലും പെടരുത് റബ്ബേ. ദീനിയായ ഫിത്നയാണ് ഏറ്റവും വലിയ പേടി. അങ്ങനത്തെ ഫിത്നയിലും ഞങ്ങളാക്കരുത്. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണേ. വലഹു, അയാൾക്കും പുറത്തു കൊടുക്കണേ. മയ്യത്ത് നിസ്കാരത്തിന്റെ ഉടനീളം, മയ്യത്തിന്റെ കാര്യത്തെ ഉടനീളം ചിന്തിച്ചാൽ രണ്ട് കാര്യം, അതായത് മഗ്ഫിറത്തും മർഹമത്തും ചോദിക്കലാണ് വേണ്ടി. കാരണം അതാണ് ഇവിടെ ആവശ്യം. അള്ളാഹ് ഇങ്ങോട്ട് പുറത്തിറങ്ങിയതിന്റെ അവസ്ഥ എന്താ? പടച്ചോനെ, അള്ളാഹു കാരുണ്യം നൽകാഞ്ഞാൽ എന്താ കബറുടെയൊക്കെ അവസ്ഥ നമുക്കറിയില്ലേ? അപ്പൊ 4 പറഞ്ഞില്ലേ, മയ്യത്ത് നിസ്കാര രൂപം കഴിഞ്ഞു. അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു എന്ന് ചൊല്ലാം. പിന്നെ സലാം വീട്ടൽ. സലാം വീട്ടല് സാധാരണത്തെ മാറി അസ്സലാമു അലൈക്കും എന്ന് നിർബന്ധമാണ്. റഹ്മത്തുള്ള എന്ന് കൂട്ടൽ എല്ലാ നിസ്കാരത്തിലും സുന്നത്തുണ്ട്. ഇവിടെ ഒന്നും കൂടി കൂട്ടണം, വബറകാതുഹു. അപ്പൊ മയ്യത്ത് നിസ്കാരത്തിന് സലാം വീട്ടൽ പരിപൂർണമാകണമെങ്കിൽ ഏതുവരെ വിട്ടണം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെയാണ്. ഇനി അല്ല ഒരു ഇമാമ് മറന്നുകാണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അയാളെ പിന്നാലെ കൂടെ ഒന്നും വേണ്ട കേട്ടോ, നിർബന്ധം പേടിക്കണം. 2 സുന്നത്ത് ഒഴിവായില്ല. അപ്പൊ തന്നെ പ്രശ്നം ഇതാക്കൊന്നും വേണ്ട, മറന്നതേക്കാരം ഉസ്താദ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ മറക്കാനും പറ്റൂല, കുറച്ചൊക്കെ ഓർമ്മ വേണേനും. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വബറകാതുഹു എന്നുള്ളത് ഈ മയ്യത്ത് നിസ്കാരത്തിന്റെ സലാം വീട്ടലിലാണ് സുന്നത്ത്. മറ്റുള്ള ഓരോ അസർ പറഞ്ഞു മറ്റൊന്നിലൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അതുവരെയല്ലേ സുന്നത്ത്. അസ്സലാമു അലൈക്കും എന്ന് ആദ്യത്തെ സലാം വീട്ടൽ ഫർളാ, അത് ശരിക്ക് പറയണം. ഏത് ആദ്യത്തെ സലാം വീട്ടലില്ലേ, അതിൽ അസ്സലാമു അലൈക്കും ഇതുവരെ ശരിക്ക് പറയണത് ഫർളാ. രണ്ടാമത്തേലാകുമ്പോൾ സുന്നത്ത. വറഹ്മത്തുള്ള സുന്നത്താണ് ആദ്യത്തിലും രണ്ടാമത്തിലും കേട്ടോ. ആ മയ്യത്ത് നിസ്കാരത്തിൽ എടുക്കപ്പോൾ നമ്മള് നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ആവശ്യമാണെങ്കിൽ ഇങ്ങനെ ക്ലാസ് എടുത്തിട്ടൊക്കെ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ മയ്യത്ത് നിസ്കാരത്തിൽ സലാം കിട്ടുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പൊ സലാം നിസ്കാരത്തെ പൂർത്തിയായി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? നിസ്കാരം പ്രയാസമൊന്നുമില്ല. 1ാം തക്ബീർ ശേഷം ഫാത്തിഹ ഓതുക, നിയ്യത്ത് വെക്കുക, തക്ബീർ 1ാം ഫാത്തിഹ ഓതുക, 2ാമത്തെ തക്ബീറിന് ശേഷം സുബ്ഹാനല്ലാഹി സ്വലാത്ത്. ഞാൻ പറഞ്ഞ ഇബ്രാഹിമിയ സ്വലാത്ത് എല്ലാം കഴിയുന്നവരാണ് അധികം അങ്ങനെ തന്നെ ചെല്ലുക. ഇല്ലെങ്കിൽ അല്ലാഹു സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മുഹമ്മദിൻ ചെല്ലലും പറള് വേടി. 3ാമത്തെ തക്ബീറിന് ശേഷം ദ്വാരക്കലാണ്. അത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു എന്ന ദുആ. അല്ലെങ്കിൽ വേറെ ദുആ ഉണ്ട്, അതൊക്കെ ധാരണാലും കിട്ടും. തോന അറിയാത്തവരോട് പിന്നെ തോന ദുആ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു അല്ല കഴിയുന്നവരെ ഞാൻ പറഞ്ഞു അതുവരെ ശരിക്ക് ദ്വാരക്കുക, എല്ലാ അർത്ഥമത്തായത് വേണം, അത് ദ്വാരക്കുക. 4ാം തക്ബീർ ചൊല്ലിയിട്ട് ഞാൻ പറഞ്ഞ സുന്നത്തായ ദിക്ർ ചൊല്ല, സലാം വീട്ടും ചെയ്യുക, നിസ്കാരം കഴിയും കേട്ടോ. പിന്നെ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ കൊടുത്തുവെച്ചങ്ങാണ്ട് ഇടപാടുകളൊക്കെ പറയാറുണ്ട്. അതൊക്കെ നമ്മൾ മാമൂലായിട്ട് ചെയ്യണമെന്ന് മാത്രം. അത് പറയണമെങ്കിൽ പറയാം, പറഞ്ഞില്ലെങ്കിൽ പറയണ്ട. പറഞ്ഞാൽ പിന്നെ അതിന് പൊരുത്തപ്പെട്ടെങ്കിൽ ആയി. കടബാധ്യതകളുണ്ടെങ്കിൽ വീട്ടുകാരോട് അയാളെ മോനോട് ചോദിച്ച് മേടിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മൾ പറഞ്ഞതുകൊണ്ട് കടമ കൂടൂല. അല്ലെങ്കിൽ ഈ മയ്യത്തിൻ്റെ ഒക്കെ ഒന്ന് അനിഷ്ട കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം എന്നൊക്കെ ഉസ്താദ് വിളിച്ചു പറയും. അത് ഉസ്താദ് പറഞ്ഞതുകൊണ്ട് കൂടൂല. പൊരുത്തപ്പെട്ടു എന്ന് ആരൊക്കെ കരുതിയെങ്കിൽ അതുകൊണ്ട് കൂട്ടും. അല്ലെങ്കിൽ കടമുള്ള ഒരാള് കടണ്ടായിരുന്നു, അയാള് ചോദിച്ച് തീർക്കണമെന്ന് ഉസ്താദ് പറഞ്ഞുകൊണ്ടേ കൂടൂല. അയാള് മയ്യത്തിന്റെ അവകാശത്ത് പോയി ചോദിച്ച് അതിൻ്റെ പൈസ കൊണ്ട് മടക്കി വാങ്ങണം അപ്പോഴും. അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞു ഞാൻ എന്തായാലും ശരി അയാളെ കടങ്ങളൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു, എന്നാലും കൂടും. അല്ലാതെ ഉസ്താദ്മാരെ നിശ്ചിത് പറഞ്ഞുകൊണ്ട് മാത്രം പോകില്ല. അതിൻ്റെ കാര്യം പണ്ടൊരു ഉസ്താദ് പറഞ്ഞു, പ്രായം പറഞ്ഞപ്പോൾ പറഞ്ഞു, പണ്ടൊരു മയ്യത്തോട് വെച്ചുകൊണ്ട് പറഞ്ഞു എന്താ കുറച്ച് പ്രായമുള്ള ആളാ. ഈ മയ്യത്തിൻ്റെ 4 ആളുടെ മയ്യത്താണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇയാൾക്ക് കടങ്ങളുണ്ടെങ്കിൽ അയാളുടെ വലിയ മകൻ മമ്മൂട്ടിൻ്റെ അടുത്തുനിന്ന് വാങ്ങണം എന്ന്. മമ്മൂട്ടിന്ന് മകൻ ഉണ്ടാവാം, അയാളോട് ചോദിച്ചു വാങ്ങണം എന്ന്. അപ്പൊ പിന്നീട് ചൂടങ്കാക്കുണ്ടായിരുന്നു. അയാൾ വിളിച്ചു പറഞ്ഞു മമ്മൂട്ടിൻ്റെ ധാരാളം തന്നിട്ടല്ല, എന്നിട്ടല്ല പല തരുന്നത്, വേറെ എന്തെങ്കിലും വർത്താനം പറഞ്ഞാണ്. ചൂടങ്കാക്കാർ പഠിച്ച പോലെ അപ്പം പറഞ്ഞപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. മമ്മൂട്ടിൻ്റെ ധാരാളം തന്നിട്ടില്ല, എന്നിട്ടാണ് പപ്പാനെ കടം പൊട്ടുന്നു പറഞ്ഞു. നിസ്കാരം തുടങ്ങിക്കാണി പോലെ വേണ്ടാത്തവർ ഇതൊക്കെ ഇപ്പം അത്രയുള്ള ആ കുറച്ചിലൊക്കെ അവനാണ്ട് കടങ്ങളൊക്കെ സമയത്ത് അവനാണ് വീട്ടിക്കോളി.
അവിടുന്ന് ഇവിടുന്ന് വാങ്ങിയിട്ട് വീട്ടണമെന്നും ഓർമ്മല്ല, വീട്ടിയാലും വേണ്ടില്ല, വീട്ടിയാലും വേണ്ട, ആ പരിപാടി പറ്റില്ല. അത് വീട്ടാൻ പറ്റുന്നതേ വാങ്ങാൻ പറ്റുള്ളൂ. അത് കയ്യിൽ പൈസ വരുമ്പോൾ എനിക്ക് കടണ്ടെന്ന് ഓർമ്മ വേണം, എപ്പോഴാണ് മരിച്ചാന്ന് അറിയില്ല. പിന്നെ അത് പള്ളിൻ്റെ മേറാബുക്ക് മാറ്റി വെച്ചിട്ടൊന്നും കാര്യമല്ല, അത് ഈ സൈസും ആൺകുട്ടികളെന്നെ കാര്യമല്ല. അപ്പോൾ പിന്നെ ആരാ കൊടുക്കുക? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ തന്നെ കടത്തിന് ഭയങ്കര വിഷയാക്കുന്നവർ ഒരു ഹദീസ് പറയുന്നുണ്ട്, കേട്ടാൽ നമ്മൾ കുടിച്ചു പോകും. ഒരു മയ്യത്ത് കൊടുന്നു എന്നാ പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളാണ് അവിടെ ഇമാമ നിസ്കരിക്കാൻ. അല്ലാഹുവിൻ്റെ റസൂല് ചോദിച്ചു, ഈ മയ്യത്തിന് കടമുണ്ടോ എന്ന് ചോദിച്ചു. ഈ മയ്യത്തിന് വല്ല കടബാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആ ഉണ്ട്, അയാളെ ഇങ്ങനെ കുറേ കടങ്ങൾ കൊടുക്കാണ്ട്. അപ്പോൾ കടണ്ടെന്നാ റസൂല് പറഞ്ഞു, ഞാൻ നിസ്കരിച്ചില്ല. ആരെയും നിസ്കരിച്ചില്ല, നിസ്കരിച്ചില്ല എന്നാ ഇമാമുക്കൂല. പക്ഷെ ഇതിന് മസാലയൊന്നും പിടിക്കാൻ പറ്റൂല. കടള്ളാളെ പേരിൽ ഇമാമുക്കണ്ടാന്നോ, കടള്ളാളെ പേരിൽ നിസ്കരിക്കണ്ടെന്നൊന്നുമില്ല. പിന്നെ എന്ത് റസൂല് പറഞ്ഞ എന്തിനാണോ? കടം കുറച്ച് വലുതാന്ന് അറിയിക്കാനാ. അന്നത്തെ കാലത്ത് അവന് കടണ്ടായതിൻ്റെ പേരിൽ റസൂലുള്ള ഇമാമത്ത് നിർത്തില്ല എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണത്. അത് കടത്തിൻ്റെ ആ ഭയാനകരം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു എന്നാ മാന്മാരാണ്. അപ്പോൾ റസൂല മാറിയിരുന്നു. എന്നാൽ കടണ്ടെങ്കിൽ ഞാൻ നിസ്കരിച്ചില്ല, ആരാച്ചാൽ നിസ്കരിച്ചോളിയോ. അങ്ങനെ ഒന്നിങ്ങനെ സ്തംഭിച്ച സദസ്സ്. അള്ളാഹിൻ്റെ റസൂൽ മാറിക്കലും ഞങ്ങൾക്ക് കടണ്ടെന്നും പഠിച്ചവനെ ഒക്കെപ്പാടെ ഒന്നും കണ്ട്. അതിന് പെട്ടെന്ന് ഒരാൾ പിന്നെന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ആ മനുഷ്യരുള്ള കടങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കുടുംബത്തിൽപ്പെട്ട ആളേക്കാരും റസൂൽ വായിച്ച് ഏറ്റവും എല്ലാം ഞാൻ ഏറ്റിട്ടുണ്ട്. എന്നാൽ കുഴപ്പമില്ല, ഞാൻ നിസ്കരിക്കാം, കുഴപ്പമില്ല. അയാളെ പേടിയിൽ നിന്ന് ഒഴിവായി. ഇനി അയാളെ പേടിയിലാണ്, ആരും വിട്ടില്ലെങ്കിൽ അയാൾക്ക് ഇയാളെ ഒഴിവായി കിട്ടി. അപ്പോൾ റസൂൽ പറഞ്ഞു, നിസ്കരിച്ച എല്ലാവരും ശരിക്ക് നിസ്കരിക്കാതെ നിസ്കരിച്ചു. ഇതിപ്പോൾ എന്തിനാണ്? കടം ഭയാനകരമാണ്, ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്ന് അറിയിക്കാനാണ്. ചില ആൾക്കാർക്ക് കടം എന്നുള്ളൊരു വിഷയമാവില്ല, വാങ്ങിമേല വാങ്ങിക്കൂട്ടും. ഈ ആദ്യം വാങ്ങിയത് വീട്ടണമെന്നും ആ വീട്ടുകാരുടെ കൈവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും, എന്നിട്ട് അതൊന്ന് വീട്ടണമെന്നോ ഇല്ല. എവിടുന്നൊക്കെ കിട്ടുക ഒക്കെ കടം വാങ്ങണ്ടെന്ന് പറയാൻ പറ്റൂല. കടം ചോദിച്ചാൽ കൊടുക്കൽ സുന്നത്തുണ്ട്, അതൊക്കെ മസാലയൊക്കെ ഉണ്ട്. വേണ്ടാന്ന് ധൈര്യത്തിൽ പറയാൻ പറ്റൂലല്ലോ. അള്ളാഹു കടത്തൊക്കൊന്നും നമ്മൾ എത്തിക്കാതിരിക്കട്ടെ. ഉള്ള കടങ്ങളൊക്കെ വീട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കടങ്ങളെ തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. കടങ്ങളെ ഈ കടം വാങ്ങാന്ന് പറഞ്ഞാൽ മഹാന്മാരൊക്കെ വലിയ വിഷയമായി കണ്ടതാണ്. എത്രത്തോളം ഒരു കിതാബിൽ കമനുണ്ട്, ഓതുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. അവിടെ പറയുന്നുണ്ട്, ചെറിയ ചെറിയ കടങ്ങളാണ് ഏറ്റവും വലുത്, ചെറിയ സംഖ്യയൊക്കെ കടം വാങ്ങിയതാണ് ഏറ്റവും വലുത്. അത് നിനക്ക് ശരി തന്നെ. 10 റുപ്യകളത് കടം വാങ്ങിയാൽ അത് വാങ്ങിയ എനിക്കും മെയിൻ്റില്ല, തന്ന മോനൊക്കെ മെയിൻ്റ് ഉണ്ടാവും. എന്നാലും ഇപ്പോൾ അതെങ്ങനെ ചോദിച്ചാക്കിട്ടിരിക്കാം. ഞാനത് നിസ്സാരം വെച്ചിട്ട് കൊടുക്കൂല. പക്ഷെ ആഖിറത്തേക്ക് എന്നാൽ ആ 10 മട്ട് പിടിച്ചവനെ ഉണ്ടാവും. അപ്പോൾ മീസാൻ അതെ സിറാത്തുൽ മുസ്തഖീം കടക്കുമ്പോൾ അവിടെ പിടിച്ച അവിടെയൊക്കെ കടം കൊണ്ടോ 10 റുപ്യ വെക്കുക എന്ന് പറയാം. ഓരോ സ്വർഗത്തേക്ക് പോയി തടസ്സാക്കിയിടാ, അവിടെയൊക്കെ പൈസ അടക്കേ പൈസ അവിടെ പിന്നെ 10 റുപ്യ അല്ല കൊടുക്കേണ്ടത്, അതിനനുസരിച്ച് അവനെ അമലെന്നും കിട്ടി വെച്ച് കൊടുക്കുക. അതാണ് മഹാന്മാർ പറഞ്ഞത്, ഹഫിയായ കടങ്ങളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അത് നമുക്കൊക്കെ എങ്ങനെ സ്വഭാവം, ഒരാളെന്ന് പെട്ടെന്ന് ചില്ലറിലായിട്ട് അടിക്കൽ 5 റുപ്യ അടിക്കാം, പിന്നെ 5 റുപ്യ കാലാകാലം തിരിച്ചു കൊടുക്കൂല. അത് ഓനെ കാണുമ്പോൾ എന്നാ എൻ്റെ നിന്ന് വാങ്ങി 5 റുപ്യ അതാപ്പറ്റി തരുമെന്നൊക്കെ അവൻ വെറുതെ ചോദിക്കും. അത് മാന്യതൊക്കെ ചോദിച്ചാൽ അവൻ്റെ മനസ്സിലുണ്ടാവും, ആ 5 ചങ്ങായി തന്നിട്ടില്ലല്ലോ കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവും. പക്ഷെ എങ്ങനെ ഒന്ന് ചോദിച്ചാൽ 5 റുപ്യ കൊണ്ടടാന്നിങ്ങനെ പറയാം. ഇതിന് മാനസേതം വെച്ച് നിൽക്കാം. ഇപ്പം മറ്റവനാണെങ്കിലോ അടുത്ത പറ കൊടുക്കാൻ 5 റുപ്യ അല്ലേ, 5 റുപ്യ 5000 വലുതാ. ഞാൻ വെച്ചാൽ 5000 റുപ്യ വാങ്ങിക്കണമെങ്കിൽ അവനെ കാണുമ്പോൾ നമുക്ക് പേടിയാ കൊടുക്കാനില്ലെങ്കിൽ. അപ്പോൾ അതിൽ വരുന്നുണ്ട് കാരണം നമ്മൾ അപ്പുറത്ത് കൂടി പോകും. എന്താ ഇത് കൊടുക്കാനായിട്ട്. ഞാൻ അഥവാ 1000 റുപ്യ കഴിച്ച് കിട്ടിയാൽ വേഗം കൊണ്ടേ കൊടുക്കും. ഇനി 4 ഉള്ളോട്ടോ, ഇനി 4 ഉള്ളോട്ടോ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും കണക്ക് പറയും അല്ലേ. അതാണ് മഹാന്മാർ പറഞ്ഞത്, ചെറിയ കടങ്ങളാണ്. സഹോദരിമാരുമാണ് അത് മനസ്സിലാക്കുക. അതിനൊക്കത്തുനിന്നൊക്കെ പെട്ടെന്ന് ചില്ലറുണ്ടെങ്കിൽ 2 റുപ്യ ആകും, 3 റുപ്യ ആകും, 5 റുപ്യ ആകും, 10 റുപ്യ ആകും. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു വെക്കൂല. നിങ്ങളല്ലോ വേറെ ആളാന്ന് കരുതിക്കോളി. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു വെക്കാതിരിക്കരുത്. അല്ലെങ്കിൽ അവിടെ എടുത്ത് ചിലപ്പോൾ ഒരു തക്കാളി വാങ്ങി 2 തക്കാളി വാങ്ങി കടം തന്നെയാണ് ഒക്കെ. പൊരുത്തപ്പെട്ടു പിന്നെ തിരക്കടില്ല, പൊരുത്താൻ പറഞ്ഞോ തിരക്കടില്ല. അല്ലെങ്കിൽ ഉള്ളില്ല, 2 ഉള്ളി വാങ്ങി അത് വേഗം ഇവിടെ ഉള്ളി കൊടുത്തിട്ടാണ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ പറയുകയാണെങ്കിൽ അത് വേണ്ട, എനിക്ക് പൊരുത്തപ്പെട്ടു വന്നാൽ അൽഹംദുലില്ലാ ഉള്ളിയേറ്റും കടന്ന് പോയില്ല, കൊടുക്കണ്ട. പൊരുത്തപ്പെട്ടില്ലേ? അല്ലെങ്കിൽ തന്നപ്പോൾ തന്നെ അവള് പറഞ്ഞു, എന്താ ഉള്ളില്ല എന്നാൽ 2 ഉള്ളിന്ന് എനിക്ക് പൊരുത്തപ്പെട്ട് തന്നു കേട്ടോ, എനിക്ക് അത് തിരിച്ചല്ല, നന്ദി കൊടുക്കണ്ട കേട്ടോ, ഇത്രയൊക്കെ ഉള്ളു, എത്ര മതി, പറഞ്ഞിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ അങ്ങനെ കടങ്ങളൊക്കെ ക്ലിയറാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാർ.
അള്ളാഹു കടങ്ങളെ തൊട്ട് നമ്മളെ ബന്ധപ്പെട്ടവരൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പല ആളുകളും പല ആൾക്കുള്ള കറുത്ത് കുടുങ്ങിയിട്ടുണ്ട്. അള്ളാഹു അവരൊക്കെ സലാമത്താക്കട്ടെ. പരിശുദ്ധ റജബിൻ്റെ വറക്കത്ത് കൊണ്ട് കടങ്ങളൊന്നും പഠിക്കാതെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇസ്സത്തോടെ ജീവിക്കാനുള്ള ഒരു ഐശ്വര്യതയും അഭിവൃദ്ധിയും ബറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലും കുടുംബത്തിലും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ലോണം തയ്യാറോളി സഹോദരിമാരെ, നിങ്ങളെ കുടിക്കാർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ നല്ലോണം തയ്യാറിക്കണം. അപ്പം നിങ്ങൾ ചോദിച്ചു നിങ്ങൾ തയ്യാറിക്കണ്ടേ? ഞങ്ങളും തയ്യാറിക്കണം, പക്ഷേ പുരുഷന്മാരും തയ്യാറിക്കണം. അപ്പോൾ എല്ലാവരും തയ്യാറുന്നോളി. റജബാണ്, ബറക്കത്തിൻ്റെ മാസമാണ്. നല്ലോണം തയ്യാറുന്ന നല്ലോണം ബറക്കത്തിട്ടു തയ്യാറിനൊരു കിട്ടും. നല്ലോണം ഒന്നും പേടിക്കല്ലാരും. കമാ തദീന് തുതാനും എന്നല്ല ഉസ്താദ് പ്രസംഗിച്ച് പറഞ്ഞില്ലേ? നീ ചെയ്യും പോലെയാണ് എനിക്ക് അങ്ങോട്ടും ചെയ്യപ്പെടുക. നീ അമല് ചെയ്യും പോലെയാണ് പ്രതിഫലം അങ്ങോട്ടും കിട്ടുക. പക്ഷെ നമ്മൾ മെനക്കെടണല്ലോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സമയം കഴിയാണ്. ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. മയ്യത്ത് എടുത്തോളി. ഇനി മറവ് ചെയ്യലാണ് കേട്ടോ. മറവ് ചെയ്യൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. മറവ് ചെയ്യലാണ്. കബറ് വേണം. കബർ അവിടെ തയ്യാറാക്കിയിട്ടുണ്ടാവും. കബറ് പറഞ്ഞാൽ എന്താണ്? കബറ് പറഞ്ഞാൽ എന്താ? അതിനെപ്പറ്റി ബുക്കാകൾ പറഞ്ഞത് ഹുഫറത്ത്, അതൊരു കുഴിയാണ്. അടിക്ക് കുഴിക്കണം. എങ്ങോട്ട് മേപ്പെട്ട് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റൂല. ഭൂമിയിൽ നിന്ന് കല്ലക്കപ്പാട് വെച്ച് ഇങ്ങനെ കബറിന്റെ മാതിരി മേപ്പെട്ട് പറ്റൂല. ഹുഫറത്ത് കുഴി തന്നെ ആയിരിക്കണം. തമ്നൂർ റാഹിയത്താവ സഭ, പിടിമൃഗത്തെയും വാസനയെയും തടയുന്ന രീതിയിലുള്ള കുഴി. മേക്കുഴിയും വേണം, കീക്കുഴിയും വേണം. ഈ മണ്ണ് വെത്തൊക്കെ ചാടിച്ചാൻ പറ്റൂല, കറിയാലെല്ലായിരിക്കും. അപ്പോൾ എത്ര വേണം? ഒരാളും കഴിയുന്ന ഒരു മേഡിയൻ വലിപ്പം അയച്ചുള്ള ഒരാൾ, വലിയ അയച്ചുള്ള ആളല്ല, പറ്റ അയച്ച് കുറഞ്ഞ ആളുമല്ല, ഒരു മേഡിയൻ നിലക്കുള്ളതായ അയച്ചുള്ള ആൾ കബറിൽ ഇറങ്ങി നിന്ന് കൈ ഉയർത്തിയാൽ പുറത്തേക്ക് ഇങ്ങനെ വല്ലാതെ കാണരുത്. ആ കബറിനോട് ഇങ്ങനെ ഒത്തു നിൽക്കണം. അത്ര കുഴിയുന്ന അല്ലേ? ഒരാളും കാമത്തും വസ്തുത്തുന്നു. ആളും കഴിയും എന്നൊക്കെ. എത്ര അടിയാണ്? 6 അടിയോ? 6 അടിയല്ല ഇപ്പോൾ സാധാരണ കബറുണ്ടായ 6 അടിയാണ്. കോവിഡിന് 10 അടിയാണ്. 6 അടിയാണ് സാധാ കബർ. കോവിഡിൻ്റെ സ്പെഷ്യലായിട്ട് വെച്ചിരുന്നത് JCB കൂടെ ഒരു 10 അടി എന്നതുണ്ട് അല്ലേ? 10 അടി. അപ്പോൾ 4 അടി കൂട്ടാൻ പറഞ്ഞു ഗവൺമെൻറ് അന്ന്. അങ്ങനെ കൂട്ടിയിട്ട് കുറേ ആളുകൾ അങ്ങനെ മറമാടിയിട്ടുണ്ട്. 10 അടിയിലൊക്കെ മറമാടി, ആരും കൂടാൻ പറ്റാതൊക്കെ മറമാടി. അങ്ങനെ നമ്മളെ ബന്ധപ്പെട്ട ആളുകളൊക്കെ അങ്ങനെ മറമാടി. അയൽവാസി മോഫറത്തും റഹമത്തും നൽകട്ടെ, സുഖം നൽകട്ടെ. ഒക്കെ മരണം ആരും കൂടാൻ പറ്റാതെ, ഒരു യാസി പോയി അവിടെ പോയി ഓതാൻ പറ്റാതെ, ഒരു കാര്യമായ കൂട്ടുപ്രാർത്ഥന നടത്താൻ പറ്റാതെയൊക്കെ കുറേ മുസ്ലിമീങ്ങളെ മറമാടിയിട്ടുണ്ട്. നമ്മളെ മാലിലുണ്ടായിട്ടുണ്ട്, അതുപോലെ വയക്കാട്ടി മാലിലുണ്ടായി. അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ സാധാ കബറാണ് ഇപ്പോൾ ഒരു 6 അടി ആയിട്ട് ഒരാളും കഴിയുമെന്നുള്ള നിലക്ക് അടിക്ക് പോകാം. വാസന മനുഷ്യൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ദ്രവിക്കുമല്ലോ എന്നാണ്. ദ്രവിക്കാത്തവരുണ്ടാവും, ആകെ തലയൂറാകുമല്ലോ. അപ്പോൾ ഇന്ന് ഭയങ്കരമായിരിക്കുന്ന സ്മെല്ല് ഉണ്ടാവും, അത് തടയണം. പിന്നെ സഭയുണ്ടാവും, പിടിമൃഗങ്ങൾ, ശവന്തീനികളായിരിക്കുന്ന മൃഗങ്ങളുണ്ടാവും. അവർക്ക് മാന്തി എടുക്കാനും കഴിയാത്ത രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനത്തെ കബറിലാണ് മറമാടേണ്ടത്. കബറ് മറമാടുമ്പോൾ അവിടെ നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കാനുള്ള എന്താ? കബർക്ക് ഇറക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് ചെല്ലണം. അതിന് മറമാടാൻ പറ്റുന്ന ആളുകളൊക്കെ ഇറങ്ങിന്ന് സജ്ജരാകണം. അന്നിപ്പോൾ അദ്ദേഹം പറയാനില്ല. എത്ര ആളെ വണ്ടുവച്ചതിനനുസരിച്ചൊക്കെ നമ്മളപ്പോൾ നിൽക്കണം. പിന്നെ കബറിൽ പ്രത്യേകം ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നീ സുന്നത്ത് ചെല്ലണം. ബിസ്മില്ലാഹി വഅലാമില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഇറക്കുമ്പോഴാണ്. കട്ടിയിൽ നിന്ന് എടുത്ത് ഇറക്കാൻ തുടങ്ങുമ്പോൾ ചെല്ലണമല്ലോ. ഇറക്കുന്ന ആൾ ചെല്ലാന്ന് എല്ലാവരും പാടും ചെല്ലിയാലും കുഴപ്പമില്ല. ഇറക്കിയിട്ട് വെക്കണോടത്ത് എല്ലാം ശ്രദ്ധിക്കണം. അവിടെ നിർബന്ധമായ ഒരു രീതിയുണ്ട്. എന്താണ്? കബറിൻ്റെ നിർബന്ധമായിരിക്കുന്നത് ഖിബലയിലേക്ക് തിരിച്ചു വെക്കണം. സുന്നത്തും ഫർളും പാടാണ് നോക്കുമ്പോൾ ഏറ്റവും നിനക്ക് കബറിൽ വെക്കേണ്ടത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? വലതുഭാഗത്തിൻ്റെ മേൽ വലതുഭാഗത്തേക്ക് തലയാക്കുക. എന്നിട്ട് വലതുഭാഗത്തിൻ്റെ മേലായിട്ട് ചരിച്ച് കടത്തണം. ഖിബലയിലേക്ക് മുഖമാക്കണം. അത് നിർബന്ധം. ഖിബലയിലേക്ക് മുഖമാക്കി കിടത്തൽ നിർബന്ധമാണ്. അത് നിർബന്ധമായ കടത്തൽ വേണം. ഖിബലയിലേക്ക് മുഖം. അത് വലതുഭാഗത്തിൻ്റെ മേൽ ചരിച്ച് കടത്തലാണ് ഏറ്റവും അഫ്ദൽ. അങ്ങനെയാണ് ഇപ്പം നമ്മളൊക്കെ കബറിൽ, നമ്മളെ ഖബർസ്ഥാനിലും എല്ലായിടത്തും അറിയുന്നത്. ഇനി അല്ല, ഇടതുഭാഗത്തിൻ്റെ മേലിലും ഖിബലയിലേക്ക് ചരിച്ച ഇങ്ങോട്ട് തലയച്ചിട്ട്. പക്ഷെ അത് ചെയ്യലില്ല. രൂപം പറഞ്ഞു എന്ന് മാത്രം. ആ മയ്യത്തിനെ കടത്തലിൻ്റെ ആദ്യത്തെ രൂപം നമ്മൾ പറഞ്ഞില്ലേ? മയ്യത്ത് മരിച്ചാൽ കടത്തേണ്ട ആദ്യത്തെ അഫ്ദലായ നമ്മൾ പറഞ്ഞില്ലേ? അതേ രീതിയിൽ തന്നെയാണ് എവിടെയും കടത്തേണ്ടത്? ഖബറിൽ കടത്തേണ്ടത്. ഒക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം തന്നെ അല്ലേ? വലതുഭാഗത്തിൻ്റെ മേൽ ചരിച്ച് ഇറക്കി വലതുഭാഗത്തേക്ക് തലവെച്ച് നേരെ മുഖം ഖിബലയിലേക്കാവുന്ന രീതിയിൽ കടത്തണം. അത് നിർബന്ധം. ഖിബലയിലേക്ക് തിരിച്ചാതെ ശ്രദ്ധ അല്ലാതെ മറമാടിയാൽ മറമാടി കഴിഞ്ഞിട്ട്
ഓർമ്മ വെച്ചാൽ കബർ മാന്തിങ്ങാണ്ട് തുവയിലേക്ക് തിരിക്കൽ നിർബന്ധമാണ്. അത്രത്തോളം കബർ മാന്താനും കൂടി നിർബന്ധമാകുന്ന രൂപമാണ് തുവയിലേക്ക് തിരിച്ചിട്ടില്ലെങ്കിൽ. കുറച്ച് ആൾക്കാർ മറമാടിയത് നേരെ കിഴക്കോട്ട് തുവയിലേക്ക് തിരിച്ചാതെയാണെങ്കിൽ അത് പിന്നെ മറമാടി കഴിഞ്ഞ് മൂടിൻ്റെ ശേഷം ഓർമ്മ വെച്ചാൽ കബർ മാന്തിയിട്ട് തുവയിലേക്ക് ആക്കണം എന്ന് നിർബന്ധം. അത്ര നമ്മളെ അതാണ് മരിച്ചിട്ട് കടത്തലും ഒന്നാമത്തെ രൂപ അതല്ലേ പറഞ്ഞത്. അതേമാതിരിയാണ് അവിടെ നിർബന്ധം തുവയിലേക്ക് മുഖം തിരിക്കലാണ്. വലതു ഭാഗത്തിൻ്റെ മേലെ ആ ഒരു സുന്നത്താണ്. പിന്നെ വലത് കവളിന്ന് കഫം കൂടെ നീക്കിയിട്ട് അത് ആ മണ്ണിൽ ഒന്ന് ചേർത്തി വെക്കൽ സുന്നത്തുണ്ട്. മുഖം മണ്ണ് കുത്തി എന്നുള്ള രീതി ഒന്ന് കഫം കൂടെ നീക്കിയിട്ട് വലത് കവളൊന്ന് ഉജയത്തുൽ ഖബറിലുള്ള കടത്തം. ആ കടത്തം ഓർക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു സുന്നത്തുണ്ടല്ലോ. നമ്മളെ സുബൈൻ്റെ മുമ്പുള്ള സുന്നത്തസ്കാരല്ലേ, 2 റക്അത്ത് സുന്നത്തസ്കാരം റവാത്തിബ് അല്ലേ, എസ്കേജയില്ലേ, സുബൈൻ്റെ മുമ്പേ സുബൈ സ്കേജിന് മുമ്പ് 2 റക്അത്ത് റവാത്തിബ് സുന്നത്തുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് ഈ ഖബർ കടത്തനമായ ഒരു കടത്തം ഒന്ന് കടക്കൽ സുന്നത്തുണ്ട്. കുറച്ചേരം ഒന്ന് കിടക്കുക സുന്നത്ത്. അത് ഖബറിലുള്ള കടത്തം വജയത്തുൽ ഖബറിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അത് സുന്നത്താട്ടാ കടത്തം. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായില വ ഇസ്രാഫീല വ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബിക മിന്നാർ എന്നൊരു 3 വട്ടം ചെല്ലലും സുന്നത്തുണ്ട്. അത് സുന്നത്താണ്. സുബൈൻ്റെ സുന്നത്ത് കഴിഞ്ഞ ഉടനെ ഒന്ന് കിടക്കൽ. അത് ഖബറിൽ കിടത്തൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചോനെ എന്നെ അങ്ങനെ ഖബർ കിടത്തുമല്ലോ എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഖബറിൽ മറമാടുമ്പോൾ ഇങ്ങനെ ആ പാലിക്കൽ നല്ലതാണ്. വലതു വേഗത്തിൻ്റെ കടത്തൽ സുന്നത്താണ്. വേലേക്ക് മുൻതിരിച്ച് കിടത്തണം, അത് നല്ലതാണ്. തലൻ്റെ അവിടെ തല ഉയരാൻ വേണ്ടിയിട്ട് ആ ഖബറിലുള്ളതായിരിക്കുന്ന മണ്ണെന്നോ അല്ലെങ്കിൽ അതിൽ വെട്ടുമ്പോൾ അവിടെയെങ്കിലും തലം ഉയർന്നിക്കാൻ വേണ്ടിയില്ല സംവിധാനം ഉണ്ടാക്കുന്നത് നല്ലതാണ്. അല്ലാതെ വീട്ടിൽ നിന്ന് തലക്കണി കൊണ്ടുപോയി വെക്കാൻ പറ്റൂല. പിന്നെ ഖബറിൽ വീട്ടിൽ ഒരുപാട് വിരിപ്പുണ്ട്, നല്ലൊരു വിരിപ്പ് കൊണ്ടുപോയി വിരിച്ചിട്ടയച്ചാൽ അതൊന്നും പറ്റൂല എന്ന് ഫുഖഹാക്കൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിരിപ്പൊന്നും വേണ്ട, ഞാൻ അവിടെ നല്ല മണ്ണിൻ്റെ വിരിപ്പുണ്ട്, അതിലങ്ങനെ കിടക്കട്ടെ. നമ്മൾ മൂടിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ മണ്ണൊന്നും ആവില്ല. പിന്നെ നമ്മൾ വിരിച്ചിനക്കായൊക്കെ മുന്തിയ വിരിപ്പുണ്ടാവും. സ്വന്തം ഇസ്തപറക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല മുന്തിയ വിരിപ്പുണ്ടാവും. അത്ര നല്ല വിഷയം നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇതിനൊക്കെ വേണ്ടി പരിശ്രമിക്കണം. പരിശ്രമം മുഴുവൻ അതിനായിരിക്കണം. ഖബർ തെളിയാൻ പറ്റൂലേ. ഖബർ എന്ന് ഓർക്കുമ്പോൾ തന്നെ പേടി വരില്ല നമുക്ക്. മൈസറിൻ്റെ ഘട്ടങ്ങളിലേക്ക് ഇങ്ങനെ ഓർത്തോക്കാണ് ഏറ്റവും പേടി ഖബറാണ്. മൈസറിലെത്തുമ്പോൾ കുട്ടികൾ പറഞ്ഞ മാതിരി 4 ആൾക്കാരേലും ഉണ്ടാവും. ഈ ഖബറിൽ ആരുണ്ടാവുക, ഇതാണ് വലിയ പ്രശ്നം. ഖബറ് ഓർത്താൽ വലിയ പേടിയാണ്. ചിലപ്പോൾ നമ്മൾ രാത്രി ഉണർമ്പോൾ കാണാം, എനിക്കുണ്ടാകുന്നുണ്ട്. രാത്രി അട്ടപ്പാരാക്ക് ഓർന്നാൽ കാണാം ഖബറ് കടത്തുമ്പോൾ ഒക്കെ പാടെ ഓർമ്മയായിരുന്നു. പിന്നെ ഉറക്കൊന്നും വരാതില്ല. പഠിച്ചോനെ ആകെ പേടിച്ച് വരികയും അപ്പോൾ പിന്നെ വേഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിച്ചു കൊടുക്കല്ല പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം അടിച്ചു കൊടുത്തുകൊണ്ടപ്പോൾ ഉണ്ടോ. അപ്പോൾ അങ്ങനെ നല്ല ചെല്ലുന്നത്. അല്ലെങ്കിൽ ഉറക്കലും ഉണർവിലും ഒക്കെ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിടരുത്. രാത്രിയൊക്കെ ഉണരുമ്പോൾ വേഗം ഉറക്കം പേരോളം ചെല്ലണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ചെല്ലിയാൽ വേഗം ഉറങ്ങും ചുറ്റും. അപ്പോൾ മറ്റേ ചങ്ങായി വേഗം ഉറക്കം ഉണ്ടാക്കി തരും. നമ്മൾ ഉറക്കം വരാനല്ലേ ചില ആൾക്കാരെ ഉറക്കം വരില്ലേ വായിച്ചാൽ കുത്തിരിക്കും. എന്നാൽ വേഗം ഉറങ്ങും. അല്ല മുസാഫേറ്റ് എടുത്തു, പിന്നെ മുസാഫ് ഓതാൻ നോക്കിയാലോ പെട്ടെന്ന് ഉറക്കുളിയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഉറക്ക് വരാത്തവർ എന്ത് ചെയ്താൽ മതി, മുസാഫ് എടുത്തിട്ട് കുറച്ച് ഓതട്ടെ എന്ന് കരുതി ചെല്ലിയാൽ മതി. 4 ആയത്ത് ഓതുമ്പോഴത്തേനും മുസാഫ് ഒരു ഭാഗത്തേക്കും മൂപ്പര് ഭാഗത്തേക്കും, അല്ലെങ്കിൽ മൂപ്പത്തരാണെങ്കിൽ മൂപ്പത്തര ഭാഗത്തേക്കും ഉറങ്ങി. ഒരു കുളിക്കുകയും വേണ്ട. അതൊക്കെ മറ്റവൻ്റെ ചില പരിപാടിയാണ്. ഏതായാലും അള്ളാഹു ഖൈറാക്കട്ടെ. അപ്പോൾ ഖബറിൽ ആ കിടത്തം പിന്നെ ഖബർ കിടക്കുമ്പോൾ ചെല്ലണം. അങ്ങനെ ഖബറിൽ കിടത്തി ഞാൻ പറഞ്ഞ മാതിരി കഫനൊക്കെ നീക്കി ശരിക്ക് റെഡിയാക്കി വെക്കും. അതിന് കഴിക്കുന്ന ആളുകളാണ് ചെയ്യൽ. അപ്പോൾ ഖബർക്ക് ഇറങ്ങുമ്പോൾ ഒന്നും പിടിച്ച് ഒന്നുണ്ട് ഇറങ്ങിക്കുന്നൊക്കെ പറഞ്ഞാൽ വിട്ട് മണ്ടരുത്, പേടിച്ച് പോയൊന്നും വേണ്ട. നമ്മളൊക്കെ കൈവെങ്കിലൊക്കെ ഒന്ന് ഒരുങ്ങി കൊടുക്കുക. അതൊക്കെ നല്ലതാണ്. ഒരാളെ ഖബർക്ക് ഇറക്കാൻ സഹായിച്ചാലൊക്കെ വലിയ കൂലിട്ടുന്ന കാര്യമാണ്. അതൊക്കെ അല്ലാഹുവിൻ്റെ വലിയ കൂലിയാണ്. അതിനൊക്കെ നമ്മൾ ചില ആളുകൾക്ക് വലിയ മനോധൈര്യം ഉണ്ടാവില്ല. പറ്റ മനോധൈര്യം ഇല്ലാത്തവർ കൂടിയിട്ടും കാര്യമില്ല. ചിലപ്പോൾ ഇതിനെ ഇറക്കുമ്പോഴത്തേന് ഓനും ചിലപ്പോൾ ഖബർക്ക് പോകും. പിന്നെ 2 ആളും പാടായി പറ്റില്ല. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സുഖം മനോധൈര്യമുള്ള ആളുകളാണെങ്കിൽ മുന്നിട്ട് ഇറങ്ങുള്ളൂ. അല്ലാത്തവർ നിൽക്കുമ്പോൾ തന്നെ തോന്നും, അവനെ കണ്ടാൽ തന്നെ മനസ്സിലാവും ധൈര്യമില്ല, അവിടേക്കാരും നിൽക്കുക, മറ്റൊരു കണ്ടെത്തിയിട്ടുണ്ടാവും. അള്ളാഹുത്താല കൊടുക്കുന്ന ഓരോ ധൈര്യങ്ങളാട്ടോ. അള്ളാഹു നല്ല കാര്യത്തിനൊക്കെ നല്ല മനോധൈര്യം തന്ന് അനുഗ്രഹിക്കട്ടെ. ഒക്കെ മനസ്സിൻ്റെ ശക്തിയാണ്. മനഃശക്തി വേണം, മനസ്സിൻ്റെ ശക്തി വേണം. ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്ത്
വയസ്സ് 60 ആണെങ്കിലും മനസ്സ് 16 ആവണം. നല്ല തത്വ. വയസ്സ് ചിലപ്പോൾ ഇവർക്ക് 60 മനസ്സോ 16ന്റെ ശക്തിയാണ്. മറ്റവർക്കെല്ലാം കുതിപ്പുണ്ടാവും. അതൊക്കെ വേണം, ആവശ്യമാണ്. പക്ഷെ എല്ലാവർക്കും ഉണ്ടാവില്ല. അതൊക്കെ മുൻഗാമികൾക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല. ചിലർക്കില്ല, ചിലർക്കുണ്ട്. മനുഷ്യന് പറഞ്ഞതല്ലേ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഖബറിലൊക്കെ ഖബറിൽ കടത്തിയാൽ അപ്പം നമ്മൾ സാധാരണ സുന്നത്തായ കാര്യമാണ്. നമ്മളെ മഹല്ലത്തിലൊക്കെ ചെയ്യാറുണ്ട്. തബാറക സൂറത്തൊന്ന് വേഗം ഓതലുണ്ട്. തബാറക സൂറത്ത് എല്ലാവരും ഓതിയാൽ മതി. ആ ഖബറിൽ അയാൾക്ക് ഒരു റാഹത്ത് കിട്ടാനാണ്. മയ്യത്തിന് ഒരു റാഹത്തും സുഖം കിട്ടാനാണ്. തബാറക്ക് നമ്മൾ ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജീവിതകാലത്ത് തന്നെ ഓതണം. ആ മസല എല്ലാവർക്കും അറിയാലോ. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും കുറച്ചിട്ടുണ്ട്. തബാറക സൂറത്ത് എന്നും എല്ലാവരും പതിവാക്കണം. 30 ആയത്തുള്ളൂ, എന്നും പതിവാക്കണം. അൻവാർ റസൂൽ ആ സൂറത്തിനെ പറ്റി പറഞ്ഞ നാജിയത്തുൽ മുൻജിയത്തൂന. ആ സൂറത്ത് രക്ഷപ്പെടുത്തുന്നതാണ്. അത് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് തുഞ്ചീഹിമിൻ അദാബിൽ ഖബർ. ഖബറിലുള്ള അദാബിനെ തൊട്ട് രക്ഷപ്പെടുത്തുന്ന. അപ്പൊ നമ്മുടെ ജീവിതകാലത്ത് എന്നും തബാറക സൂറത്ത് ഒരു പ്രാവശ്യം ഓതണം കേട്ടോ. അപ്പൊ ആ മഹത്വം ഓർത്തുകൊണ്ട് തന്നെയാണ് ഒരാളെ ഖബറിലേക്ക് ഇറക്കുമ്പോൾ അവിടെ എല്ലാ ആളുകളൊക്കെ തബാറക തുടങ്ങുന്നു. നല്ലതാ. ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ തബാറക സൂറത്ത് ഓതും. അപ്പോഴേക്കും ആ മേൽക്കുഴിയൊക്കെ പാക്കൊക്കെ വെച്ച് മൂടി മണ്ണൊന്നും അയാളുടെ ശരീരത്തിൽ മയ്യത്തിൻ്റെ ശരീരത്തേക്ക് ആകാൻ പാടില്ല. നേരെ ശരീരത്തേക്ക് മണ്ണിടാൻ പാടില്ല. അതിനാണ് അവിടെ കല്ല് വെക്കേണ്ടത്. ഇപ്പോൾ ആദ്യം കല്ലായിരുന്നു, ഇപ്പോൾ സ്ലാബ് അനുസരിച്ച് വെക്കുകയാണ്. എന്തോ വെച്ച് അതിൻ്റെ കോട്ടകളൊക്കെ അടച്ച് റെഡിയാക്കി പിന്നെയാണ് മണ്ണ്. ആ മണ്ണിടുമ്പോഴാണ് നമ്മൾ 3 പിടി മണ്ണ് 2 കൈയും കൂട്ടിയിട്ട് വരെ പിടി. ഇതൊരു പിടിയാണ്. 2 കൈ കൂട്ടി ഒരു പിടി മണ്ണ് വരെയൊക്കെ അയക്കും. ഇങ്ങനെ കല്ലിട എല്ലാവരും 3. ആ ഒന്നിലെല്ലാവരും ചെല്ലേണ്ടതൊക്കെ അറിയാം. കഴിഞ്ഞവരൊക്കെ മണ്ണിടാം. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. വാസ്തവത്തിൽ ഖുർആനിലെ 3 ആയത്താ. അത് 3 ആയത്താ ഖുർആനിലുണ്ടത്. ഖുർആൻ സൂറത്ത് ആയത്താണത്. 3 ആയത്താ. മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുകും, ഈ മണ്ണിലേക്ക് നാം നിങ്ങളെ മടക്കും. മടക്കിയില്ലേ. ഇനി വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, വേറൊരു പ്രാവശ്യം ഈ മണ്ണിൽ തന്നെ നമ്മളെ പുറപ്പെടുവിക്കും. അതെന്നാ അന്ത്യനാളിൽ പുനർജീവിതത്തിൻ്റെ അന്ന് കേട്ടോ. മണ്ണെന്ന് നമ്മളെ സൃഷ്ടിച്ചു. ഒരു മസ്തല പറയാറുണ്ട്. നമ്മളെ എവിടെ നിന്നാണ് നമ്മളെ സൃഷ്ടിക്കാൻ വേണ്ടി മണ്ണെടുത്തു വെച്ചാൽ അവിടെയാണ് ഖബറ് വരിക എന്നൊക്കെ ഒരു പറച്ചിലുണ്ട് കേട്ടോ. തെളിവൊന്നും കണ്ടിട്ടില്ല, എന്നിരുന്നാലും അതൊക്കെ ശരി തന്നെയാവും. അവിടെ നിന്നാണ്. അപ്പോൾ ആ മണ്ണ് ഈ മണ്ണിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ മണ്ണ് അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് മണ്ണെടുത്തിട്ടുണ്ട്. നമ്മളെ സൃഷ്ടിച്ചിട്ട് മണ്ണ് കൂട്ടിക്കോണല്ലോ. അതാണ് നമ്മൾ പഴയ മണ്ണിൻ്റെ കളറ്. വെളുത്ത ആൾക്കാരുണ്ട്, കറുത്തോലുണ്ട്, ഇറണ്ടോലുണ്ട്, ഒക്കെ മണ്ണുണ്ടല്ലോ. അങ്ങനെയൊക്കെ മണ്ണുണ്ടല്ലോ. അപ്പോൾ ഈ മണ്ണ് നമ്മളെ സൃഷ്ടിച്ച മണ്ണെടുത്തിട്ടുണ്ട്. അവിടെ എത്ര ഖബറ് വരിക, ആ പോയിന്റിലാ ഖബറ് വരിക ഒക്കെ വരും. അതൊക്കെ കഴിയും. ആ പോയിന്റിലേക്ക് എത്തും. നമ്മൾ ആ പോയിന്റിലേക്ക് എത്തും. എനിക്ക് ഒരാളെ ഒരു സദസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ വന്നു. അപ്പോൾ ഇയാളെങ്ങനെ നോക്കുക. ഈ വന്നിട്ടുണ്ട് അസ്രായേൽ അലൈഹിസ്സലാമാണ്. അപ്പോൾ അയാളെങ്ങനെ നോക്കണ്ടപ്പോൾ അയാൾ നീച്ചാണ് ഓടിയിത്തരാം. വെറും ഓട്ടം ഓടിയിട്ട് ഏതോ നാട്ടിലെത്തിത്തരായത്. അപ്പോൾ അസ്രായേൽ ഇസ്ലാം പറയാത്ത അവിടെയുള്ള ആൾക്കാരോട് ഞാൻ ഇപ്പോൾ രക്ഷപ്പെട്ടു, കാരണം ആ ആൾ ഇവിടെയാണ്. ഇയാൾ എന്നോടത്ത് വെച്ച് റോഹ് പിടിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ ഇന്നിപ്പോൾ അയാളോടക്ക് പോകാമെന്ന് എത്തിച്ചാൽ ഞാൻ കരുതിയിരുന്നു. അപ്പോൾ അയാളെന്നെ നീച്ച് ഓടി അവിടെ. അപ്പോൾ അവിടെ പോയി പിടിച്ചതാണ്. അവിടെ നിന്ന് പിടിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. ആളവിടെ കിട്ടായിട്ടല്ല, പക്ഷെ ഓർഡറില്ല. അസ്രായേൽ ഇസ്ലാമിനാണല്ലോ പറഞ്ഞ കറക്റ്റിനെ ചെയ്യുള്ളൂ. എവിടെ വെച്ചാൽ എത്ര ദിവസം പോയിട്ട് വൈകി പഠിക്കൊക്കെ എത്തിയിട്ടുള്ളൂ. ഇവിടെ കാര്യമായിട്ടില്ല. കുടിക്ക് അവിട്ട് പിടിച്ചാൽ പറഞ്ഞാൽ അവിട്ട് പിടിച്ചു. ഇത്ര ഒരു കറക്റ്റ് പറഞ്ഞു. കുടിയിലൊക്കെ നിന്ന് കളിച്ച് ചെറിച്ചെന്ന് പോകുമെന്ന് പോയിട്ട് റോട്ടിൽ കണ്ടെത്തി അടി പറയാൻ തെറ്റി പിടിക്കെത്തി അങ്ങാടിക്കണ്ടെത്തി അവിടുന്ന് കറക്റ്റല്ലേ. ആ മൂപ്പരക്കത്തിനോട് പിടിച്ചാൽ പറഞ്ഞിട്ടുണ്ട് ആ നാട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ നാട്ടിൽ നിന്ന് ഇയാളെങ്ങനെ കൊണ്ടുപോകാമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. മൂപ്പരെന്നെ പേടിച്ചാൽ മണ്ടിയതുകൊണ്ട് എന്തായി? അതേസമയം പറഞ്ഞു എനിക്ക് എളുപ്പമായി കിട്ടി. അത്രയും കറക്റ്റാ. ബാബു അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ കാര്യങ്ങളാണ് നമ്മളിങ്ങനെ പറയാന്ന് മാത്രം. എന്നൊക്കെ പറഞ്ഞ അർത്ഥേ മുങ്കറും മനക്കീറെന്ന പേരല്ലാണ്ട് മലക്കുകൾ വന്നു. ഫായിക്കളാക്ക അന്നവർ ഉണർത്തുന്നു. വാജിലസാക്ക അന്നവർ ഇരുത്തുന്നു. സാലാക്ക അവരുണ്ടാവിനോട് ചോദിക്കുന്നു. മൻ റബ്ബുക, ആരാന്റെ റബ്ബട. അമൻ നബിയുക, ആരാന്റെ നബി. അമാ കബീലത്തുക, ഏതാന്റെ കബില. അമാ ഇമാമുക, ഏതായിരുന്നു എൻ്റെ ഇമാമ്. അമ്മ യഹ്വാനുക്ക, ആരെയും എൻ്റെ സഹോദരന്മാർ. അമ്മൻ അഹവാത്തുക്ക, ആരെയും എൻ്റെ സഹോദരിമാര് എന്നൊക്കെ ചോദിച്ചുമ്പോൾ നല്ല വ്യക്തമായ ഭാഷയോടുകൂടെ നീ പറഞ്ഞോ എന്നൊക്കെയാണ് അർത്ഥം. പറയാൻ സമയമില്ല. കൊടുക്കാനായി
നീ പറഞ്ഞോ അല്ലാഹു റബ്ബി, എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞോളൂ കേട്ടോ. എൻ്റെ നബി റസൂലുള്ളാഹി തങ്ങളാണ് എന്ന് പറഞ്ഞോ. എൻ്റെ ദീൻ ഇസ്ലാമാണെന്ന് പറഞ്ഞോ. എൻ്റെ സഹോദരന്മാർ മുസ്ലിമീങ്ങളാണ്. എൻ്റെ സഹോദരന്മാർ മുസ്ലിമീങ്ങളായ സ്ത്രീകളായിരുന്നു. എൻ്റെ ഖിബല കഅബയായിരുന്നു. എൻ്റെ ഇമാമ് ഖുർആനായിരുന്നു എന്നൊക്കെ പറഞ്ഞോന്നാണ് ആക്കവിടെ ചോദ്യം വരുന്നുണ്ടെന്നാ പിന്നെ കേട്ടോ. അപ്പോൾ തലത്തേന് ചൊല്ലിക്കൊടുക്കുമ്പോൾ എല്ലാവരോടും കൂടെ ഒരാളാണ് ചൊല്ലിക്കൊടുക്കൽ. അതൊക്കെ കഴിഞ്ഞ് ഗ്യാസിന് വയ്ക്കുക. പിന്നെ കവറ് പൂർത്തിയാക്കുമ്പോൾ 3 കോരൽ വെള്ളം ഒഴിക്കണം. തലഭാഗത്തുനിന്ന് കാല് വരെ ഒന്ന്, തലഭാഗത്തുനിന്ന് കാല് വരെ ഒന്ന് കേട്ടോ. ഒരു കുടം ഒരു ബക്കറ്റോട് 3 വട്ടം ഒഴിക്കണം. അപ്പോൾ തലഭാഗത്തുനിന്ന് കാല് വരെ എങ്ങനെ കെട്ടും? ഇവിടുന്ന് കെട്ട് പോരരുത്. ഇനി തലഭാഗത്തുനിന്ന് കാല് വരെ കെട്ടാൻ, പിന്നെ തലഭാഗത്തുനിന്ന് കാല് വരെ 3 എന്തായാലും പറയാം വെള്ളം പോലെ എന്തൊക്കെ പറയും. ഏതായാലും 3 വട്ടം വെള്ളം പാ. പിന്നെ ഒരു ചെടി കുത്തലും സുന്നത്തുണ്ട്. പച്ചയായിരിക്കുന്ന ഒന്ന്, കള്ളിച്ചെടി ആവണമെന്നില്ല, ചെമ്പരത്തിയോ എന്തും ആകാന്നാണ് പറഞ്ഞിട്ടുണ്ടത്. എന്തും ആകാൻ പ്രത്യേകിച്ച് ഇല്ല, അത് കുത്താം. അതിനൊക്കെ തെളിവുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ ഖബർസ്ഥാനിൽ കൂടി നടന്നു പോയിന്ന. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തരേ റസൂലുള്ളാഹിയുടെ കഴിവുണ്ട്. ഇന്നവുമാലയോ അഴുതബാനി എന്ന് പറഞ്ഞു ഉറപ്പുള്ളവർ. ഈ 2 ഖബറിൻ്റെ അയലുകാർക്ക് ചില ശിക്ഷ ഉണ്ട്. ആ ഉള്ളത്തെ കാര്യം റസൂലുള്ളാഹി അറിഞ്ഞതാ. അവരെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറയാ, ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണവും പറഞ്ഞു കൊടുത്തത്. ഒരാൾക്കുള്ള പ്രശ്നം കുറഞ്ഞൊരു നമീമത്തിൻ്റെ സ്വഭാവമുണ്ട്, ഏഷ്യനി മൂട്ടുന്ന സ്വഭാവം. അതുകൊണ്ടാണ് ആ പാവത്തിന് ശിക്ഷിക്കുന്നത്. മറ്റവനുള്ള കുഴപ്പം എന്താ വെച്ചപ്പോൾ അയാൾ മൂത്രമൊഴിച്ചാൽ ശരിക്കും ശുദ്ധിയാക്കൂല. മൂത്രം വെച്ചാൽ മൂത്രമൊഴിച്ചേക്ക് തന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് കുറച്ച് വെള്ളം പറഞ്ഞ് എഴുന്നേൽക്കരുത്. പിന്നെ ബാക്കിയുള്ളത് പോരാണ്ടാവും. അതിനാണ് ഇസ്തിബ്ര ചെയ്യാറ്. ഇസ്തിബ്ര എന്ന് അറബി പറയും. ആ മൂത്രമൊഴിച്ചാലൊന്ന് ഒച്ചരക്കിയിട്ടും ഒഴിഞ്ഞിട്ടും തടകിയിട്ടൊക്കെ ബാക്കിയുള്ളതൊക്കെ പുറപ്പെട്ടിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയേണ്ടത്. അപ്പോൾ പുരുഷന്മാർക്ക് പുരുഷന്മാരായ രീതി ഇസ്തിബ്ര, സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ രീതി ഇസ്തിബ്ര. അത് കഴിഞ്ഞിട്ടേ അല്ല നമ്മൾ മൂത്രമൊഴിക്കൽ നിന്ന് വേഗം വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂത്രം ബാക്കി പോകൽ നമ്മുടെ അടിവസ്ത്രത്തിൽ കൂടിയോ കാലിൻ്റെ തുറമ കൂടിയൊക്കെ കാണും. അതുണ്ടാക്കിയിട്ട് സൂപ്പറായി നിസ്കരിക്കും നമ്മൾ. എന്ത് കുറേ കോലം കാട്ടിന്നല്ലാതെ നജസിൻ്റെ ആയോട് നിസ്കരിച്ചാൽ ശരിയാകും. അപ്പോൾ അറിയാതായതുകൊണ്ട് പടച്ചിറപ്പോൾ പുറത്തെങ്കിലായി കേട്ടോ. അപ്പോൾ അതിന് ഇസ്തിബ്രയാണ്. അയാൾ ഇസ്തിബ്ര ചെയ്തിരുന്നില്ല, മൂത്രം വേണ്ടമാര് ശുദ്ധീകരിച്ചിരുന്നില്ല എന്ന് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് റസൂൽ അവിടെ പോയെന്തായിരുന്നു. എന്നിട്ട് അവിടെ ഒരു ഈത്തപ്പന പോലെ എടുത്തിട്ട്, പച്ചയായ ഈത്തപ്പന പോലെ എടുത്തിട്ട് അവരെ കബറിനൊക്കെ കുത്തി. അപ്പോൾ ഒപ്പമുള്ള ഒരാൾ ചോദിച്ചു, എന്താ റസൂലുള്ളാഹി തങ്ങൾ അതുകൊണ്ടുള്ള കാര്യം ചോദിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു, ഇതൊക്കെ കാര്യമുണ്ട്. മാലം ജൈബസ, അത് ഉണങ്ങിപ്പോകാത്ത കാലത്തോളം കാര്യമുണ്ട്. അതിൻ്റെ ഇലകൾ പൊറുക്കലിനത്തേടും, അത് പൊറുക്കലിനത്തേടും ഉണങ്ങാതെ തെളിത്ത് നിൽക്കുകയാണെങ്കിൽ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെടികളൊക്കെ കുത്തൊരു സുന്നത്താണ്. ഫുഖഹാക്കൾ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ തെളിവിൻ്റെ സാന്നിധ്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ, കമ്മട്ടായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതൊക്കെ കുത്തണം. പിന്നെ ദ്വാനെ പറ്റി പറയേണ്ടതില്ലല്ലോ. നമ്മളെ കൂട്ടുകുടുംബങ്ങൾ ദ്വാരിപ്പിച്ച വീട്ടിൽ പോയി ദ്വാരക്കുക, കബറിൻ്റെ അടുത്ത് ദ്വാരക്കുക, സിയാർത്ത് ചെയ്യുക. അതൊക്കെ നീണ്ട വിഷയങ്ങളാണ്. പറയുന്ന സമയമല്ല, നമ്മളെ സമയം കഴിഞ്ഞു. ഞാൻ കുറച്ച് നേരത്തെ നിർത്തി ദ്വാരണം തീരണമെന്ന് കരുതിയതായിരുന്നു. 4:04 വാങ്ങുക, 4:04 ആയിട്ടുണ്ട്. ഏറെക്കുറെ 5 മിനിറ്റ് പിന്നിലാണ്. അപ്പോൾ ഏതായാലും ഇതൊക്കെ ചെയ്യാം. പിന്നെ കബറൊക്കെ മറമാടിപ്പോൾ റെഡിയായി. സുന്നത്തൊക്കെ ഉപയോഗിച്ച് കബറൊക്കെ മറമാടിപ്പോൾ ദ്വായം ചെയ്ത് നമ്മൾ പോന്നാൽ പിന്നെ അവിടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല. നമ്മളെ വിശ്വാസ കാര്യങ്ങളാണ്. മുങ്കർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം മലക്ക് വരും, ചോദ്യങ്ങൾ ചോദിക്കും. സാധാരണ കബർ മൂടുന്നത് പോലെ ഇറക്കിയിട്ട് കബർ ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കേണ്ടത് ഷിബുറൻ എന്ന ഷിബുറൻ എന്ന ഒരു ഷിബുർ ഒരു ചാണ് ഉയരാണ് കബർ ഭൂമിയിൽ നിന്ന് വേണ്ടത്. അതിലേറെ കൂടുതലാക്കണ്ട, കുറക്കും വേണ്ട. അവിടെ കുറേ അങ്ങനെ തന്നെ ഉണ്ടാകല് കേട്ടോ. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ കൂർപ്പിക്കും ചെയ്യുക, പരത്തും ചെയ്യാന്നാ. ഒന്നുകൂടി പറഞ്ഞാൽ പരത്തലാണ് അഫ്ദലെന്ന് പറയണ്ടേ. നമ്മളിപ്പോൾ ഇങ്ങനെ ലേശം കൂർപ്പിച്ചതായിട്ടാണ് വെക്കൽ. പിന്നെ അവിടെ പരക്കും ഇങ്ങനെയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ ശരിക്കും ചെയ്യേണ്ടതാണ്. പിന്നെ ആ കബറൊക്കെ പൂർത്തിയായി അതിൻ്റെ ഇടക്കായിട്ട് നമ്മൾ തസ്ബീത്തിലാണ്. അത് പറയാൻ മറന്നു, അറിയാലോ. തസ്ബീത്തിയല്ലാണ് അതിൻ്റെ ഇടക്കായിട്ട്. തസ്ബീത്ത് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറാൻ ജംബൈഹാ, അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഖബർ പൂർത്തിയാകോളെ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുവേ സബ്ബിത്ഹു ഇൻദ സുആൽ. ഇയാളെ ഈ ഖബറാളിയെ നീ ചോദ്യ സമയത്ത് സ്ഥിരത നൽകണേ, ഉത്തരം പറയാനൊക്കെ ഉള്ള കഴിവ് നൽകണേ. ഈ ചോദ്യം വരുന്നുണ്ട് അയാൾക്ക്. 2 മലക്ക് വന്ന് ചോദ്യം ചെയ്യുമ്പോൾ അയാൾക്ക് നല്ലൊരു സ്ഥിരത നൽകണേ എന്ന് പറഞ്ഞാൽ ചോദ്യം പറയാനുള്ള
കൈകാലാണ്. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ ഇയാൾക്ക് ആ ചോദ്യത്തിന് ഉത്തരങ്ങളൊക്കെ തോന്നിപ്പിച്ചു കൊടുക്കണേ, ഉത്തരം പറയാൻ തോന്നിപ്പിച്ചു കൊടുക്കണേ, അറിയിച്ചു കൊടുക്കണേ. അല്ലാഹുമ്മ ജാഫിൽ ഖബറാൻ ജംബയ്യ, പടച്ചോനെ അയാളെ രണ്ട് ഭാഗത്തിനെ ഖബറിനെ തൊട്ട് അകറ്റണേ, ഇടിക്കരുത്. ഖബർ രണ്ട് നിലക്ക് എടുക്കുന്ന പറഞ്ഞത്. ഒന്ന് ഞാൻ ഈ പറഞ്ഞതാ ഈ പോയിന്റ് എന്ത്, ഇവിടുന്നാണ് നമ്മളെ മണ്ണെടുത്തിക്കേണ്ടത്. അപ്പൊ ഈ മണ്ണ് അവിടുന്ന് പോന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് ഈ മണ്ണ് എൻ്റെ കുടുംബക്കാർക്ക് അങ്ങോട്ട് തന്നെ ചെല്ലാം. അപ്പൊ നമ്മളിന്ന് ഒരാൾ പോയി കുറേ കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളയാളെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് എന്തൊക്കെ ചെയ്യും, അണച്ചുവിട്ടലും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അതേമാതിരി കബർക്ക് വെച്ച ഉടനെ കബറൊന്നും എടുക്കൂല. ആ ഇടുക്കൽ പ്രശ്നമല്ല, നല്ലവരാണെങ്കിൽ ആ ഇടുക്കൽ അല്ല, എല്ലാവരും ആ ഇടുക്കൽ വിടും. അത് കൃപയുടെ എടുക്കലാണ് കബറെടുക്കലേ, അത് കൃപയാണ്. നമ്മളൊക്കെ നമ്മളിപ്പോൾ കൃപയോടുകൂടെ ഒരാളങ്ങോട്ട് പിടിച്ച് അണച്ചു കൂട്ടിയാൽ ഒരു വിഷമം അയാൾക്ക് തോന്നൂല അല്ലേ. നമ്മൾ തല്ലിവിടുമ്പോൾ അയാളങ്ങോട്ട് പിടിച്ച് അടച്ചു കൂട്ടിയാൽ എന്തേക്കാർ അയാൾക്ക് ഇടങ്ങാറായി. ഇതേമാതിരി ആ ഇണക്കത്തോടു കൂടെയാവുമ്പോൾ ആദ്യത്തെ അത് റൗഫത്താണ്, അതെല്ലാവരും ഉണ്ടാവും, നല്ലോണം ചീറ്റാനും. അപ്പൊ നല്ല ആൾക്കാരൊക്കെ ഒന്നിങ്ങനെ പിടിച്ച് അണച്ചു കൂട്ടിയാവും, എൻ്റെ പൊന്നു മോനെ ചെന്ന് പോയതാന്നുണ്ട്, അത് കിട്ടും. പിന്നെ ദോഷികളെ രണ്ടാമതും പിടിച്ചു തരും. അത് അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവന്റെ ഭാര്യല്ലുകളൊക്കെ ഇറുക്കിയിട്ട് കോർക്കുന്ന പറഞ്ഞത് ആ നിലക്ക് കബറടുക്കി പോകുമ്പോൾ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. കബറിൽ എടുക്കനെ തൊട്ട് എന്നോട് കാവലിനെ ചോദിക്കുന്നു. അതിനാണൊക്കെ നമ്മൾ വസ്സേ മതകലഹു പഠിച്ചോനെ ഇയാളെ കബർ സ്ഥലം വിശാലാക്കണേ എന്നൊക്കെ തോർക്കേണ്ടത് ഇടുക്കലിനെ പറ്റി പഠിച്ചിട്ടാട്ടോ. അപ്പൊ അതാണ് അല്ലാഹുമ്മ ജാഫിൽ ഖബറാൻ ജംബയ്യ, പടച്ചോനെ അയാളെ എൻ്റെ ഭാഗത്തെ തൊട്ട് ഖബറിനെ നീ അകറ്റണേ, ഇടുക്കരുത് റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർലഹു വറഹ്മഹു, അല്ലാഹുവേ അയാൾക്ക് പുറത്തു കൊടുക്കണേ, കാരുണ്യം ചെയ്യണേ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ, വരാനുള്ള എല്ലാ പേടികളെ തൊട്ടും ഇയാൾക്ക് നിർഭയം കൊടുക്കണേ. പല പേടികളും വരാണ്ട്, മുൻകർ നക്കീർ വരാണ്ട്, അതുപോലെ പല പ്രശ്നങ്ങളോടുണ്ട്. അതിലൊക്കെ നിർഭയം കിട്ടിയാൽ ഒക്കെ ഇയാൾക്ക് നിർഭയം, സന്തോഷം, അൽഹംദുലില്ലാ. അപ്പൊ അതിനാണ് ഈ തസ്ബീഹ്. അത് മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലണം. ചിലപ്പോൾ ഒരാൾ ചൊല്ലിക്കൊടുക്കും, എല്ലാവരും ചൊല്ലും. ഇനി അല്ല ഒറ്റക്ക് ചൊല്ലിയാലും കുഴപ്പമില്ല, ഏതായാലും സംഗതി നടക്കണം, നല്ലോണം ചൊല്ലണം. അതൊക്കെ കബറാളിക്ക് വലിയ കിട്ടല. കബറാളിക്ക് എല്ലാവരും ഒരുപാട് ചെല്ലുമ്പോൾ ആ ദുആ ഇജാബത്ത് ചെയ്താൽ അത് വലിയ കിട്ടലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യണം. അതുപോലെ സാധുക്കളായ നമ്മളെയൊക്കെ മറമാടുമ്പോൾ മറ്റു നല്ല നല്ല ആളുകൾ വന്നിട്ട് നല്ലോണം തസ്ബീഹ് ചൊല്ലിയാൽ അത് വലിയ നേട്ടങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ. അപ്പം അതൊക്കെ നമ്മൾ നല്ലോണം ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ ഫറാമിൻ ദഫനിൽ മയ്യിത്തി, റസൂലുള്ളാഹി തങ്ങൾ ആയിരുന്നു ഒരു മയ്യത്ത് മറമാടുന്ന റസൂൽ വിരമിച്ചാൽ വഖഫ അലൈഹി, കബറിങ്ങ നിൽക്കുന്ന മറമാട് തുടങ്ങി അവിടെ നിൽക്കും. എന്നിട്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്തഗ്ഫിറൂ ലി അഖീക്കും, നിങ്ങളെ സഹോദരനക്ക് എല്ലാവരും പൊറുക്കലിനെ തേടിക്കോളി. വസ്അലൂ ലഹു തസ്ബീഹ്, തസ്ബീത്ത് ചോദിച്ചോളി, തസ്ബീത്ത് ചൊല്ലിക്കോളി, എല്ലാവരും തസ്ബീത്ത് ചൊല്ലിക്കോളി. എന്തിനാ? ഫഇന്നഹുൽ ആന യുസ്അലു, അയാളെ ഇപ്പൊ ചോദ്യം ചെയ്യപ്പെടും, അയാൾക്ക് ചോദ്യം വരുന്നുണ്ട്. മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദ്യം ചെയ്യും. അപ്പൊ തസ്ബീത്ത് ചോദിച്ചോളി, എൻ്റെ ചോദ്യത്തിൻ്റെ തസ്ബീത്ത് ചോദിക്കുക, സ്ഥിരത ചോദിക്കുക, ആ ജവാബ് തോന്നിപ്പിക്കാൻ ചോദിക്കുക. അതാണ് ഇപ്പോൾ തസ്ബീത്തിന്റെ വചനം. എല്ലാവർക്കും ഒരാൾക്കാരെ കാണാതെ അറിയും, ഇല്ലെങ്കിൽ അവിടുന്ന് ആരെയും ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ചൊല്ലുക. നമുക്കൊക്കെ അറിയണം. ആരുമില്ലെങ്കിൽ അവിടെയൊക്കെ നോക്കി നമ്മൾ പഠിക്കണം. ഇവിടെ നല്ലോണം നമ്മളെ ആൾക്കാർ, നമ്മളെ സഹോദരന്മാർ, നാട്ടുകാർ, അല്ലെങ്കിൽ നമ്മളെവിടെയും പോകുമ്പോൾ ബന്ധത്തിലൊക്കെ ഉള്ള ആളുകൾ മറമാടുമ്പോൾ തസ്ബീത്ത് നല്ലോണം ചൊല്ലിക്കൊടുക്കണം. അവിടെ നിന്ന് പുസ്തകത്തരം കാട്ടരുതായിരുന്നു. എല്ലാവരും ചൊല്ലി കബർമക്കൊക്കെ പോകണം. കബറിനെ കൂടി പോയി വരുമ്പോഴാ തര 2 ഖിറാത്ത് കിട്ടുക. അതറിയാം, റസൂല പറഞ്ഞിട്ടുണ്ട്. മറ്റോടത്ത് കൂടിയാൽ റസൂല പറഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞവരെന്നാൽ 1 ഖിറാത്തുള്ളൂ, മറമാടുന്നത് വരെ ഖിറാത്താനി, അറബി പദ ഖിറാത്ത. ഓന് 2 ഖിറാത്ത് കിട്ടിപ്പോയി. അപ്പോൾ സാഹിബ് ചോദിച്ചു, വൽ ഖിറാത്തു, എന്താ ഈ ഖിറാത്ത് പറഞ്ഞാൽ? 2 ഖിറാത്ത് കിട്ടിയാൽ എന്താ ഖിറാത്ത് പറഞ്ഞാല്? അപ്പൊ റസൂൽ പറഞ്ഞു, അത് ഒരു നിലക്ക് പറഞ്ഞ എങ്ങനെയാണ്, ജബലൈനി അളീമൈനി, 2 വലിയ പർവ്വതത്തെ സങ്കല്പിച്ചോ, അതുപോലുള്ള 2 കൂലി, അതുപോലുള്ള 2 കൂലി. അല്ല, ഓരോരുത്തോട് പറഞ്ഞിട്ടുണ്ട്, 1 ഖിറാത്ത് എന്ന് പറഞ്ഞാല് ജബൽ ഉഹദ്, ഉഹദ് മല പോലത്തെ 1 കൂലി. അപ്പൊ 2 ഖിറാത്ത് പറഞ്ഞാൽ ഉഹദ് പർവ്വതം പോലത്തെ വണ്ണമായ ഭയങ്കരമായ കൂലി കിട്ടും. എന്തിന്? നിസ്കാരം കഴിഞ്ഞിട്ട് കബറിങ്ങക്കും കൂടി പോയി മറമാട് കഴിഞ്ഞ് തിരിച്ചു പോരുന്ന ആളുകൾക്ക് നമ്മൾ ഇടയ്ക്കൊക്കെ 1 ഖിറാത്ത് നഷ്ടപ്പെടുത്തും. 1 ഖിറാത്തേറ്റ് പോലും നമ്മൾ പോരാ, 2 ഖിറാത്തും വാങ്ങിയിട്ട് ചാക്ക് കെട്ടി പോരണം കേട്ടോ.
അതിന് മറമാടി തൽക്കീനൊക്കെ ചൊല്ലിക്കൊടുത്ത് ദ്വാരിക്കുന്നത് വരെ അവിടെ നിൽക്കണം. അപ്പത്തിന് ബിസി കൊസീനൊന്നും പറഞ്ഞ് മണ്ടരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ പോകാം, അത് വേറെ വിഷയം കേട്ടോ. ശ്രദ്ധിക്കേണ്ടതാണെന്നാ പറഞ്ഞതിനർത്ഥം. അപ്പോൾ തസ്ബീത്ത് ചൊല്ലി പിന്നെ തൽക്കീനുണ്ടാവും, തൽക്കീൻ ചൊല്ലി കൊടുക്കണം. അതും വളരെ ആവശ്യപ്പെട്ടതാണ്. തൽക്കീൻ ചോദ്യം ചെയ്യപ്പോൾ അപ്പം അതിൻ്റെ മറുപടിയൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. തൽക്കീന് അതിൻ്റെ മറുപടിയൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ചാൻസ് ഉണ്ടാകാനൊക്കെ ഇപ്പോൾ തസ്ബീത്തോടെ കയറുന്നു അല്ലേ. ഇനി തൽക്കീൻ ചൊല്ലി കൊടുക്കണം. സുന്നത്താണ്. ഫുഖാക്കൾ പറയുന്നത് സുന്നത്താണ്. ചില ആൾക്കാർ പറയും അതൊന്നും വേണ്ട, അതൊക്കെ ഒരിക്കൽ അറിയില്ലേ, അതൊന്നും കൂടെ പഠിച്ചാൽ എന്താ പറഞ്ഞു കൊടുക്കുന്നു, അതൊക്കെ വെറുതെ പറയാം. അപ്പം ഞൊണ്ടി ന്യായങ്ങളാണ്. ഫുഖാക്കളും മഹാന്മാരും എന്താ പറഞ്ഞത്? സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ കിതാബിൽ എഴുതിയൊക്കെ അതൊക്കെ സുന്നത്താണ്. ഒരു തെളിവുമില്ലാതെ ഒരാവശ്യമില്ലാതെ ഓലെങ്ങനെ സുന്നത്താന്ന് എഴുതിയൊക്കോ? ഓല് കിതാബിൽ എഴുതിയാൽ തന്നെ നമുക്ക് തെളിവാ. അപ്പൊ തൽക്കീൻ ചൊല്ലിക്കൊടുക്കണം. ഒരാളിരുന്ന് സലാമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ തൽക്കീനുണ്ട്. ഇദാ ജാഅകൽ മലക്കാനിൽ കരീമാനിൽ അദീമാനിൽ ഹൈലാനിൽ അസ്സായിലാനി ബിക മുൻകറും വനകീറുൻ അലൈഹിമാ മിനല്ലാഹി സലാം ഫൈകലാക വഅജ്ലസാക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു, മൻ റബ്ബുക വമൻ നബിയുക മാ ദീനുക മാ ഖിബ്ലതുക മാ ഇമാമുക ഫഖുൽ അല്ലാഹു റബ്ബി വമുഹമ്മദുൻ നബിയ്യി വൽ ഖിബ്ലത്തു കഅബതി വൽ ഖുർആനു ഇമാമി എന്നൊക്കെ നീ പറഞ്ഞോളൂ കേട്ടോ. ആ തൽക്കീനാണ് ചൊല്ലിക്കൊടുക്കുക. ഇതാ ജാഅക്കൽ മലക്കാനിൽ കരീമാൻ, ബഹുമാനികളായ രണ്ട് മലക്കിന്റെ അടുക്കൽ വന്നാൽ അസ്സായിലാനി ചോദിക്കുന്ന രണ്ട് മലക്കുകൾ വന്നാൽ എല്ലാ സമയം കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ആ നിലക്ക് കബറൊക്കെ മറമാടി സുന്നത്ത് പറയൊക്കെ ഉപയോഗിച്ച് മറമാടമാറി. നമുക്ക് സിയാറത്തുകളൊക്കെ എല്ലാവരും നടത്തണം. കബർ സിയാറത്തിൻ്റെ നിയമം എന്താ? സുന്നത്താണ്. പക്ഷേ അവിടെ സുന്നത്താന്ന് പറഞ്ഞാൽ അവിടെ പുരുഷന്മാർക്ക് ഏതും സുന്നത്താണ്. സ്ത്രീകൾക്ക് നമ്മൾ സാധാരണക്കാര ആളുകൾ കബർ സിയാറത്തിയിൽ സുന്നത്തില്ല. നമ്മൾ സാധാരണക്കാർ അമ്പിയാക്കൾ ഔലിയാക്കൾ വലിയ അറിയപ്പെട്ട ആലിമികൾ അങ്ങനെ പുണ്യ ആളുകളുടെ കബർ സിയാറത്തികൾക്ക് സുന്നത്തുണ്ട്. മറ്റ് സാധാരണക്കാരായ ആളുടെ കബർ സിയാറത്തികൾക്ക് സുന്നത്തില്ല. അപ്പം നമുക്ക് തോന്നും എന്തിപ്പോൾ അതിട്ടല്ലേ ചെയ്യേണ്ടത് പോലും അല്ല. അവിടെ പറയുന്നുണ്ട്, ഫുഖഹാക്കളെല്ലാം പറയുന്നുണ്ട്, ഒരു വിടൂല. ഒരു പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു സ്ത്രീ ഓളപ്പാൻ്റെ കബറിനൊക്കെ സിയാറത്തിന് വന്നാൽ ചിലപ്പോൾ സിയാറത്തല്ല നടക്കുക, ഓള് വരുമ്പോഴത്തേനും നിലവിളിച്ച് ആകുമ്പാടെ കഴിഞ്ഞു പോണ് തെല്ലത്ത് സബീഹിന്ന എന്ന അവരുടെ ക്ഷമ കുറവായതിന് വേണ്ടി. ക്ഷമയൊക്കെ കുറവാണ്, സഹിക്കാനുള്ള കഴിവ് കുറവാണ് പൊതുവെ സ്ത്രീകൾക്ക് കേട്ടോ, എല്ലാ സ്ത്രീകൾക്കും അല്ല പറയേണ്ടത്. അപ്പം അതുകൊണ്ട് അത് പിന്നെ ആ മേഖല വേണ്ടാന്ന് വെച്ചതാണ്. അയച്ചിട്ട് അവർക്ക് ദ്വാരക്കണ്ടെന്നല്ല, അവർക്ക് വീട്ടിൽ ഇരുന്നുകാണ്ട് നല്ലോണം എന്നും ഓതാം. സ്ത്രീകളെ വെക്കുന്നുള്ള അധികക്കാരൻ ചിലപ്പോൾ ഉപ്പാക്കും മാക്കൊക്കെ തോന കിട്ടേണ്ടത് പോലെ എന്നും ആവില്ല യാസീനോതും ഓതണം. പിന്നെ നമ്മൾ കഴിയുന്ന പുരുഷന്മാരായ ആളുകൾ വീട്ടിൽ വെച്ചാലും ജോലി സ്ഥലത്തേക്കാരും ചിലപ്പോൾ നമ്മൾ വിദേശത്ത് ജോലിയിലേക്കാരും പാല കബർക്കാണ് പാർസൽ ഇങ്ങനെ വരുന്നു. എവിടുന്നാ ഈ പാർസൽ വരേണ്ടത്? ജിദ്ദീന്ന സൗദി അറേബ്യന്നാ വരേണ്ടത്. എന്താ അത്? അയാൾ നോക്കി പോയിട്ടുണ്ടാക്കിയാലും മോൻ സൗദി അറേബ്യ പോയിക്കണം, ഓന് പണി കഴിഞ്ഞാൽ രാത്രി കഴിയുക, ഓന് അസുനോദ ഇയാൾക്ക് ഇങ്ങനെ വരും. എന്നെ കണ്ടോ, എവിടുന്ന് വരും? ചെയ്യണം. നമ്മൾ എവിടെ പോയാലും നമ്മളെ ചെയ്യണം. വീട്ടിലായിരുന്ന എന്നാൽ ഇടയ്ക്കൊക്കെ നാട്ടിലാണെങ്കിൽ സിയാറത്തിന് പോകും വേണം. നമ്മളാണ് ചെന്നാൽ ഒരിക്കൽ സമാധാനമാണത്. എന്നിട്ട് പറയാൻ സമയമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ അല്ലേ. സ്ത്രീകൾ നല്ലോണം വീട്ടിലിരുന്ന് ഓതുക, ഹദിയ ചെയ്യുക. അത് ഓത്ത് അല്ലെങ്കിൽ മറ്റ് ഭക്ഷണം ഉണ്ടാക്കി അവരുടെ പേരിൽ ഹദിയ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വലിയ കൂലിയുടെ കാര്യമാണ്. അതുപോലെ പല ഹദിയകളും. സയ്യിദ് റളിയല്ലാഹു തആലാന്റെ ഉമ്മ മരിച്ചു, പെട്ടെന്ന് മരിച്ചു. ഒരിക്കൽ സയ്യിദ് റളിയല്ലാഹു പറയുന്നുണ്ട്, അല്ല ഇന്ന റജുലൻ, ഒരു മനുഷ്യനെന്നും പറയും. ഏതായിരുന്നാലും ഉമ്മ മരിച്ചപ്പോൾ വന്നിട്ട് യാ റസൂലല്ലാഹ്, അല്ലാന്റെ റസൂല ഇന്ന ഉമ്മി കതുഫ്തിരിത്തത്തിനാണ്, എൻ്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചിട്ടില്ല. എൻ്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചു, ഒന്നും തന്നെ വസിയത്ത് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ പേരിൽ അത് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പള്ളിയെ കൊടുക്കൊണ്ടു, അല്ലെങ്കിൽ സാധക കൊടുക്കൊണ്ടു, അങ്ങനെ ഒന്നും പറയാൻ എൻ്റെ ഉമ്മാക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അതസദ്ദഖുവൻഹാ, ഞാൻ ആ ഉമ്മാന്റെ പേരിൽ സദക്ക ചെയ്യട്ടെയോ? അപ്പൊ ചോദ്യം, നിന്റെ ഉമ്മാന്റെ പേരിലേക്ക് സദക്ക ചെയ്യാൻ പറ്റുമോ എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി എന്തേ പറഞ്ഞത്? നേരെ ഹദീസ, നഅം, അതേ പറ്റും, സദക്ക ചെയ്തോ. അപ്പൊ എന്താണ് ഞാൻ സദക്ക ചെയ്യേണ്ടത് എന്നൊന്ന് ചോദിച്ചു. കാര്യപ്പെട്ട ആളുകളാകുമ്പോൾ നമ്മൾ അതും കൂടി ചോദിച്ചു, അപ്പൊ എന്താ ഇപ്പം ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞാലും എന്നൊക്കെ പറയാം. അങ്ങനൊക്കെ ചോദിച്ചണമെന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടേ ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ രണ്ട് റിപ്പോർട്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ മാ എന്നുണ്ട്, ഒന്ന് പറഞ്ഞാൽ ബിർ എന്നുണ്ട്. രണ്ടും ഒന്ന് തന്നെ. കിണർ സംഭാവന ചെയ്തോ? ഉമ്മാന്റെ പേരിൽ നീ ഒരു പൊതു കിണർ കുഴിച്ചുകൊണ്ട് അതിലുള്ള വെള്ളമെടുക്കലിന്റെ കൂലി ഉമ്മാക്കാണെന്ന് കരുതിക്ക് സൈഡേ.
അങ്ങനെ അവരൊരു കിണർ കുഴിച്ചു. അത് ഉമ്മാന്റെ പേര് ഹദിയ ചെയ്തു. അൽഹംദുലില്ലാഹ്. ഒന്ന് ചിന്തിച്ചു നോക്കാണ് ഉമ്മാക്ക് കിട്ടുന്ന സ്വതക്ക, ജാരിയായ സ്വതക്ക എന്ന് അതിനാ പറയാം. മുറിഞ്ഞു പോകാത്ത സ്വതക്ക. വെള്ളം ഉള്ളിടത്തോളം കാലം അതിൽ ആളുകളൊന്ന് കോരിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ മൂട്ട് വെച്ച് അടിച്ചുകൊണ്ടുപോകും. എങ്ങനെ പാസ് ചെയ്താലും എന്തെന്നെ കിട്ടല്ലേ. അപ്പൊ സ്വതക്കൊക്കെ ചെയ്തതിന് ഇഷ്ടംപോലെ തെളിവൊക്കെ പറയാണ്ട് അന്നിപ്പം തോനെ പറയണ്ട. പിന്നെ നമ്മൾ പിന്നെ ഒരു തഴ്സീയത്തുണ്ട്, അവരത് പറയാം. തഴ്സീയത്ത് പറഞ്ഞാൽ ക്ഷമിപ്പിക്കുക, ആശ്വസിപ്പിക്കുക. അതിൻ്റെ കണക്ക് 3 ദിവസം. സലാസത്തു അയ്യ. മരിച്ച് മറവ് ചെയ്ത് അവിടെ തൊട്ട് 3 ദിവസം. പകലാണെങ്കിൽ അന്നൊരു ദിവസം, പിന്നൊന്നും 3 ദിവസമാണ് തഴ്സീയത്തിൻ്റെ കണക്ക്. കാരണം തഴ്സീയത്ത് പറഞ്ഞാൽ മറ്റു കുടുംബങ്ങൾ ഈ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാം, നിങ്ങൾ വിഷമിക്കണ്ട. അത് എന്ന വാക്കും പറയും. പിന്നെ മയ്യത്തിന് തകർക്കുമാണ്. അയതമുല്ലാഹു അജറക്ക വഅഹ്സന അസാക്ക വഗഫറലി മയ്യത്തിക്ക എന്നൊക്കെ എന്തുവാ നമ്മുടെ ഇത് ചെയ്യും. അയതമുല്ലാഹു അജറക്ക എന്നൊക്കെ. അയതമുല്ലാഹു അജറക്ക വഅഹ്സന അസാക്ക വഗഫറലി മയ്യത്തിക്ക എന്ന് തകർക്കാം. മുസ്ലിമായ ഒരാളെ തഅസിയത്ത് ചെയ്യുമ്പോൾ അത് പഠിച്ചാൽ മതി. അയതമുല്ലാഹു അജറക്ക, എൻ്റെ കൂലിയെ അള്ളാഹു വലുതാക്കട്ടെ. വഅഹ്സന അസാക്ക, എൻ്റെ ക്ഷമയൊക്കെ അള്ളാഹു നന്നാക്കട്ടെ, നല്ല സമയം സമാധാനം തരട്ടെ. വഗഫറലി മയ്യത്തിക്ക, ഇവന്ന് മരിച്ച മയ്യത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇങ്ങനെ ഒരു ദുആ. ഇനിയിപ്പോൾ ഇങ്ങനെ അറബിയിൽ വിചാരിച്ചിട്ട് പേടിച്ചണ്ട, നമ്മൾ ചെന്നുകാണ്ട് മലയാളത്തിൽ പറഞ്ഞാലും മതി. അത് മരിച്ചതിന് മുമ്പ് നിങ്ങൾ പ്രശ്നമാക്കണ്ട, നമ്മളൊക്കെ സമയമാകുമ്പോൾ പോവില്ലേ, സാരല്ല. ഏതായാലും മൂപ്പർക്കല്ല അല്ലെങ്കിൽ മൂപ്പത്തരാണ്, അവർക്കല്ല പുറത്തു കൊടുക്കട്ടെ, മൗഫത്ത്, ഇങ്ങനെയൊക്കെ മലയാളത്തിൽ പറഞ്ഞാലും എന്താണ് താജിയത്തിൻ്റെ കൂലിയുണ്ട്. 3 പോവുക. അത് 1-ാമത്തെ ദിവസം, 2-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം, 3 വരെയാണ്. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിന് ചാൻസ് ഇല്ല എന്നർത്ഥം കേട്ടോ എന്നാണ് പറയേണ്ടത്. അല്ല, ചാൻസ് ഉണ്ടാക്കാമെന്ന് മസലൊക്കെ പറയുന്നുണ്ട്. മയ്യത്തിൻ്റെ ഒരു അടുത്ത അവകാശം 3 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ അപ്പോഴുണ്ടായിരുന്നില്ല. 3 ദിവസത്തിനുള്ളിൽ പിന്നെയാണ് വന്നതെങ്കിൽ അയാളെ പോയിട്ട് പിന്നെ ഒന്ന് ക്ഷമിപ്പിക്കാം. ആരും ഇതിന് മാത്രം. ഇപ്പം 3 ദിവസമാണ്. 3-ന് പോവുക. കണ്ണോക്ക് പറഞ്ഞാൽ കണ്ണുപോക്ക് എന്നാത്രേ. 3-ാമത്തെ ദിവസം കണ്ണോക്ക് വെച്ചാൽ കറി വെക്കുക എന്നൊക്കെ പറയില്ലേ. കറി വെക്കണമെങ്കിൽ വെക്കാം, കരന്നെ വെക്കണമെന്നൊന്നുമില്ല, വറി കൊടുക്കുകയൊക്കെ ചെയ്യാം. കറി വെക്കണ്ടെന്നില്ല. അതൊക്കെ നമ്മൾ മട്ടം പോലൊക്കെ ചെയ്യാം, നല്ല കാര്യമാണൊക്കെ. കണ്ണോക്ക് പറഞ്ഞാൽ അതാണ്, കണ്ണ് പോവുക. 3-ാമത്തെ ദിവസം പറ്റേ നമ്മളെ കണ്ണ് നശിച്ചു പോകത്തേ. പോകാത്തവരുണ്ടാവും, അത് വേറെ വിഷയം കേട്ടോ. ടോപ്പ് വിഭാഗങ്ങളുണ്ട്, അത് വേറെ. അപ്പോൾ പോകാത്തവരുണ്ട്. അത് ഒരു സ്വമേധയാ കണക്കാണ്. 3 ദിവസം കണ്ണ് പോകും. പിന്നെ അങ്ങനെ ഓരോന്നും പലതും തുരുമ്പലൊക്കെ തുടങ്ങുമെന്നാണ്. തുരുമ്പാത്തവരും ഭൂമി തൊടാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അത് വേറെ വിഷയം. അപ്പോൾ അതിനാണ് നമ്മൾ 3 ദിവസം വരെ. അപ്പോൾ ഈ 3-ന് പോവുക, അല്ലെങ്കിൽ 3-ന്റെ ഉള്ളിൽ പോകണം. പക്ഷെ പോകുമ്പോൾ അത്ര കൊണ്ടുപോകണം, ഇത്ര കൊണ്ടുപോകണം എന്ന് നിർബന്ധം ഒന്ന് വെക്കണ്ട. അതില്ല. എന്തേ കഴിയുമെന്ന് വെച്ചാൽ മേടിച്ചു കൊണ്ടാകാം. ഇനി ഒന്നും കൊണ്ടുപോകാതെ കഞ്ഞി വീശി പോകുകയാണെങ്കിൽ അങ്ങനെയും പോകാം. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇടത്തെ ഭാഗത്ത് പിടിച്ചിട്ടുണ്ട്, ഇടത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കയറി അങ്ങനെയൊന്നുമില്ല. അത് വാങ്ങണം, ഇത് വാങ്ങണം, വാങ്ങിക്കൊണ്ടുപോയാൽ തന്നു. അതൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇപ്പം എന്തിനാ പെടുത്തുക? അത് ആ മയ്യത്തിൻ്റെ പേരിലുള്ള സ്വതക്ക. അതൊക്കെ ആ മയ്യത്തിൻ്റെ പേരിൽ ചീരണിയായി കൊടുത്ത് ദ്വാരിപ്പിച്ചാലാണ് അവിടെ ഉണ്ടാകുക. അപ്പം അതൊക്കെ സ്വതക്കയാണ് കേട്ടോ. അപ്പം അന്ന് ഇപ്പം ഭക്ഷണം കൊടുക്കുക. മയ്യത്ത് മരിച്ച വീട്ടിൽ ഭക്ഷണം കഴിക്കുക. റസൂലുള്ളാഹി വരും, അവർ തോന്നി യാസീനൊക്കെ വന്ന് ഭക്ഷണം കൊടുക്കുക. എന്തിനാണോ ഭക്ഷണം? അത് പറയരുത്. അത് ഇതേമാതിരി ഒരു കൂലി തന്നെയാണ്. യാസീനോദി ഇപ്പം എന്തിന്? മയ്യത്തിന് കൂലിട്ടാൻ വേണ്ടിയ. മയ്യത്തിൻ്റെ പേരല്ലേ യാസീനോദി. അപ്പം ആ മയ്യത്തിൻ്റെ പേരിൽ കൊടുത്ത സ്വതക്കയാണ് ഈ ഭക്ഷണം. എത്ര കൊടുക്കണോ അത്രത്തോളം കൂലിയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു തആല വഫാത്തായതിനു ശേഷം അവരെ സഹോദരിമാരൊക്കെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. ഖദീജ ബീവിയെ ബഹുമാനിച്ച് ആദരിച്ചിട്ട് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. തെളിവല്ലേ? അപ്പം അതൊക്കെ സ്വതക്കയാണ്. നമ്മൾ കൊടുത്തു, അല്ലെങ്കിൽ വേറൊരു കുടുംബം കൊടുന്നെന്ന് കൊടുത്തു, അതൊക്കെ മയ്യത്തിൻ്റെ മേലുള്ള സ്വതക്ക എന്ന് കരുതിയാൽ വലിയ കൂലിയുള്ള കാര്യമാണ്. നമ്മളെ പൈസ വെറുതെയാവില്ല, കൂലിയുള്ള കാര്യമാണ്. പിന്നെ അത് അത്ര കൊണ്ടുപോകണം, ഇത്ര കൊണ്ടുപോകണം, അതേ പറ്റുള്ളൂ, അങ്ങനത്തെ കണക്കില്ല. അവിടെ കണക്ക് കറക്റ്റ് വെക്കൊന്നും വേണ്ട. അത് നമ്മളെ ഇഷ്ടം പോലെയും കൈപോലെയും ഒക്കെ ചെയ്യാം. ബുദ്ധിമുട്ടൊന്നും ആർക്കില്ല. നഫ്സനില്ല ഉസ്താഹ. ഒരാളെ കൈവിൽ പെട്ടതല്ലാതെ കൽപ്പിക്കപ്പെടില്ല. അതൊക്കെ കൈപോലെ ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ കഴിച്ചാലൊക്കെ കൈപോലെ ചെയ്യാൻ മതി. 3-ന്റെ ഓരോ തോന്നും, 7-ന്റെ പ്രത്യേക അത് പറഞ്ഞിട്ടുണ്ട്. ഒരു മസലയിൽ പറയുന്നുണ്ട്, മുഅ്മിനീങ്ങൾക്ക് 7 ദിവസം ഖബറിൽ ചോദ്യം ഉണ്ടാകാമെന്നാണ് പറഞ്ഞു. 7 ദിവസം മുഅ്മിനീങ്ങൾക്ക്. അതാണ് ഇപ്പോൾ 7 കഴിച്ചാലുള്ളത്. 7 മാത്രമല്ല, 7 വരേക്കും കഴിക്കണം. 7 ദിവസം മൗലൂദോദലൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച്. പിന്നെ ഓതണ്ടെന്നല്ല, 7 ദിവസം നമ്മൾ മൗലൂദും യാസീനും തഹ്ലീലൊക്കെ പോയി പ്രത്യേകം ദ്വാരക്കലില്ലേ, ഇതൊക്കെ വെച്ചിട്ടാണ്. മുനാഫിക്കീങ്ങളായ കപടവിശ്വാസികൾക്ക് 40 ദിവസം ചോദ്യം ഉണ്ടാവട്ടെ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ അതേക്കാരം 40 വരെയൊക്കെ കൊണ്ടുപോകും ചിലപ്പോൾ.
അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ 40 അന്ന് പ്രത്യേകം ചിലവർ 40 ദിവസം പോലും തയ്ച്ചു. അള്ളാഹു കാത്തി രക്ഷിക്കുമാറാവട്ടെ. ചോദ്യം തോന്നുണ്ടായാൽ പെട്ടതന്നെ. ചോദ്യം ചോദിച്ച് വേഗം വിട്ടാൽ കഴിഞ്ഞു കേട്ടോ. അല്ല ഏയ്സൊക്കെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ ചോദിച്ചതോടെ ചോദിച്ചു ചിലപ്പോഴേ ചിലരെ വേഗം വിടുമല്ലോ. മനസ്സിലായി, സത്യാവസ്ഥക്കാരനാ തിരിഞ്ഞാൽ വേഗം വിടുമല്ലോ. പോലീസ് കസ്റ്റഡിയിൽ തന്നെ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ചിലപ്പോൾ പോലീസ് ചോദിച്ചത് പോലീസിനൊക്കെ തിരിഞ്ഞു. നീ തോന്നെ വേണ്ട, ചിലരെ കണ്ട് ഒന്ന് ഓലുണ്ടോ ചോദിച്ചും അള്ളാഹു കാത്തി രക്ഷിക്കുമാറാവട്ടെ. എളുപ്പമാക്കി തെറ്റ അള്ളാഹു ഒക്കെ തീരെ ചോദ്യമില്ലാത്ത നല്ല ഉന്നത വിഭാഗത്തിൽ അള്ളാഹു പെടുത്തട്ടെ. ഹിസാബൊന്നും കൂടാതെ സ്വർഗത്തിൽ പോകുന്ന ഉന്നത വിഭാഗത്തിൽ അള്ളാഹു പെടുത്തട്ടെ. അപ്പോൾ അതാണ് ഈ തഅസിയത്ത് എന്നാണ് ഞാൻ അറബി പറയാം. അത് 3 ദിവസം കേട്ടോ. പിന്നെ മരിച്ച അന്ന് യൗമും പോലെയില്ല, മരണപ്പെട്ട ഒരു ദിവസം, അന്നത്തെ പകലും അന്നത്തെ രാത്രിയും ആ വീട്ടുകാർ മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയല്ല വേണ്ടത്, അന്ന് മറ്റുള്ളവർ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. മരിച്ച ഒരു حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമ റഹീമായ അല്ലാഹുവേ, റഹ്മാൻ റഹീമായ അല്ലാഹുവേ, ഞങ്ങൾ 2-3 ദിവസം ഇവിടെ ഒരുമിച്ച് കൂടി പറഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കണ റഹ്മാനെ, അതിനെ കബൂലാക്കണ റഹ്മാനെ, ഞങ്ങൾക്ക് പകർത്താൻ പറ്റുന്ന നല്ലൊരു ഇൽമായി നീ സ്വീകരിക്കണ റഹ്മാനെ, ആ നിലക്ക് നാഫിയായി എന്ന് വർദ്ധിപ്പിച്ചു തരണ റഹ്മാനെ. ആ ക്ലാസ്സിന് നേതൃത്വം നൽകിയ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉസ്താദും അവർക്കൊക്കെ എല്ലാവിധ ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. പടച്ചവനെ അതിലൂടെ സഹകരിച്ച് മജ്‌ലിസിലെത്തിയ അതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മളെ പ്രവർത്തകന്മാർ, ഇവിടെ സദസ്സൊരുക്കി ഇവിടെ മൈക്കാൻ്റെ സൗണ്ടൊക്കെ ഒരുക്കി തന്ന സഹോദരൻ, അതുപോലുള്ള എല്ലാവർക്കും എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകണേ റഹ്മാനെ. അറിയിക്കുന്ന പ്രതിഫലങ്ങൾ നൽകണേ റഹ്മാനെ. അതിലേക്ക് സദക്ക ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സദക്ക ചെയ്ത ആളുകളുണ്ട്, സംഭാവന ചെയ്തവരുണ്ട്, അതൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇല്ല ആഫത്ത് ബലാമസുടെ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾ മരിച്ചു പോകുന്ന സമയത്ത് ഈ നിലക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരാൻ ആളുകൾ ഉണ്ടാവണേ റഹ്മാനെ. എല്ലാ സുന്നത്തും കാര്യങ്ങളൊക്കെ ശരിക്കും ചെയ്ത് നല്ലൊരു രീതിയിൽ ഞങ്ങളെ യാത്രയാക്കുന്ന നല്ലവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ എപ്പോൾ ഞങ്ങളെ ഖബറിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ഖബർ വിശാലമാക്കി തരണേ റഹ്മാനെ, പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറയാൻ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ചോദ്യങ്ങളൊക്കെ കുറഞ്ഞ് വേഗം സ്വർഗത്തിലേക്കാക്കുന്ന ഉത്തമ വിഭാഗത്തിൽ നീ പെടുത്തണേ റഹ്മാനെ. ഖബർ എടുക്കുന്നവരിൽ നീ പെടുത്തല്ലേ റഹ്മാനെ. ഖബർ വിശാലമാക്കി തരണേ റഹ്മാനെ, പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. സ്വതക്ക ഹദികൾ കിട്ടുന്ന നല്ല നിലക്കാക്കണേ റഹ്മാനെ. ജാരിയായ സ്വതക്കകൾ കിട്ടുന്ന നല്ല രീതിയിലാക്കണേ റഹ്മാനെ. വന്നുപോയ ദോഷങ്ങളൊക്കെ വിട്ടുകൊടുത്ത് മാഫാക്കണേ റഹ്മാനെ. പരിശുദ്ധ റജബ് മാസത്തിലാണ്, ബർക്കത്തുകൊണ്ട് ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. കൂടുതലായി ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇസ്തിഗ്ഫാർ ഫലിപ്പിക്കാൻ പ്രദാനം ചെയ്യണേ, തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദ്മാർ, ബന്ധപ്പെട്ട എല്ലാവരും സ്വർഗത്തിൻ്റെ അയൽക്കാർ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും ഖബർ ഇടുങ്ങിയതാക്കല്ലേ റഹ്മാനെ. പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. സ്വർഗീയ സമാനമാക്കണേ റഹ്മാനെ. സ്വർഗീയ സുഖങ്ങൾ ഖബറിൽ തന്നെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്ഥാനം മരിക്കുമ്പോൾ പരിപൂർണ്ണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ ക്ലാസ്സിനെ വിജയിപ്പിച്ച എല്ലാവർക്കും എല്ലാവിധ ദുന്നവിയും മുഹറയുമായ വിജയം നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. നല്ല വിജയങ്ങൾ നൽകണേ റഹ്മാനെ. ഐശ്വര്യത നൽകണേ റഹ്മാനെ. അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. സുഖവും സൗഖ്യവും അവർക്കും അവരുടെ കുടിയിലും അവരുടെ വീടുകളിലും അവർ ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും എല്ലാവിധ സുഖവും സൗഖ്യവും പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ മാരകമായ രോഗങ്ങൾ തൊട്ടും കാത്തി രക്ഷിക്കണേ റഹ്മാനെ. പല ആളുകളും ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ രോഗികളാണ്, ഒക്കെ ശിഫയാക്കണേ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്. ആത്മാർത്ഥമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഇൽമിനും സേവനം ചെയ്യാൻ, ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ മദ്രസ ഇതിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. വിദ്യാർത്ഥികൾ ഈ മദ്രസ നിയന്ത്രിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ബറക്കത്ത് ചെയ്യണേ റഹ്മാൻ. ഇതിന് സമ്പത്ത് തന്നു, ഭൂമി തന്ന ആളുകൾക്കൊക്കെ അവരെന്ന ഖബറിലാണ്, അവരെ ഖബറൊക്കെ വിശാലമായി കൊടുക്കണേ റഹ്മാനെ. അർഹിക്കുന്ന പ്രതിഫലം നൽകണേ റഹ്മാനെ. ആരൊക്കെ ഈ സ്ഥാപനത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ എങ്കിൽ എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് എൻ്റെ പ്രതിഫലം പരിപൂർണമായി നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ റഹ്മാനെ. കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. മനാന്തര കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ ശരിക്കും നടത്താനുള്ള ഒരു സേവനമായി ചെയ്യുന്ന ആളുകൾ ഞങ്ങളിൽ ഉണ്ടാവണേ റഹ്മാനെ. അവർക്ക് അതിനുള്ള ശക്തിയും കഴിവും
മനോദാർഢ്യതയും മനക്കരുത്തും ഒക്കെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.